വീണ്ടും ജനിച്ച ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ശരീരത്തിനകത്ത് ഡീമൺസിന്, ഇവിൾ സ്പിരിറ്റുകൾക്ക്, ദുരാത്മാക്കൾക്ക് ഇരിക്കാൻ സാധിക്കുമോ? അതിൻ്റെ ആൻസർ യെസ് എന്നാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും ഞാൻ പറഞ്ഞു, നമ്മൾ വാട്ടർ ബാപ്റ്റിസം എടുത്തതുകൊണ്ടോ ജലസ്നാനം എടുത്തതുകൊണ്ടോ ഭാഷാവർത്തി സ്തുതിച്ചുകൊണ്ടോ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം സ്വീകരിച്ചതോ കൊണ്ടോ ഒന്നും ഒരു ശരീരത്തിനകത്ത് പ്രവേശിക്കപ്പെട്ട ദുരാത്മാവ് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വ്യക്തിയുടെ ശരീരത്തെ വിട്ടുപോകത്തില്ല. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആ ദുരാത്മാവിനെ ഡെലിവറൻസ് സർവീസിലൂടെ കാസ്റ്റ് ഔട്ട് ചെയ്യണം, അതിനെ പുഷ് ചെയ്ത് പുറത്താക്കണം. ഹല്ലേലൂയ. അപ്പം അതാണ് ശരിക്കും ഡെലിവറൻസ് എന്ന് പറയുന്നത്. ദൈവ മക്കളുടെ ഇൻഹെറിറ്റൻസ് ആണ് എന്ന് ഞാൻ പല ആവർത്തി പറയാനിടയായി. ഹീലിങ്ങുകൾ, സൗഖ്യങ്ങൾ ദൈവമക്കളുടെ അവകാശമാണ്. ഡെലിവറൻസുകൾ, വിടുതലുകൾ ദൈവമക്കളുടെ അവകാശമാണ്. കാരണം നേരത്തെ നമ്മുടെ ശരീരത്തിനകത്ത് പ്രവേശിക്കപ്പെട്ട ദുരാത്മാക്കൾ ഓട്ടോമാറ്റിക്കായിട്ട് പോകത്തില്ല. ആ ദുരാത്മാക്കളെ നമ്മൾ ഡ്രൈവ് ഔട്ട് ചെയ്യണം, കാസ്റ്റ് ഔട്ട് ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ ആ ദുരാത്മാക്കൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകും. ഹല്ലേലൂയ. മൂന്നാമതൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ച് അതിന് ആൻസർ പറഞ്ഞതാണ് ശരിക്കും, ക്യാൻ എ ക്രിസ്ത്യൻ ബി പൊസസ്ഡ് ബൈ എ ഡീമൻ? ഹല്ലേലൂയ. ഞാൻ അതിൻ്റെ ഉത്തരം വ്യക്തമായിട്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ആത്മാവിനെ ഒരു ദുരാത്മാവിന് പൊസസ് ചെയ്യാൻ സാധിക്കത്തില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ആത്മാവിൽ, വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നത് മുഖാന്തരം തന്നെ ഒരു ദുരാത്മാവിന് ഒരിക്കൽ പോലും ആ വ്യക്തിയുടെ ആത്മാവിനെ പൊസസ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം മറ്റൊരു ചോദ്യം, നാലാമത്തെ ചോദ്യമാണ് ശരിക്കും നമ്മൾ ഡീറ്റെയിൽഡായിട്ട് കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചത്. അപ്പോൾ പരിശുദ്ധാത്മാവിനും ഒരു ഇവിൾ സ്പിരിറ്റിനും, ഒരു ദുരാത്മാവിനും ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഒരേ സമയത്തിൽ ഇരിക്കാൻ സാധിക്കുമോ? അതിൻ്റെ ആൻസർ യെസ് ആണ് ശരിക്കും. അത് സാധിക്കും. ഞാൻ പറഞ്ഞു അതിനുള്ള കാരണം എന്താണ്? കാരണം മനുഷ്യൻ്റെ മേക്കിംഗ് എന്ന് പറയുന്നത് 1 Thessalonians chapter 5:23 അവിടെ പറയുന്നതാണ് ശരിക്കും, സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശദീകരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവുമായിരിക്കുവാൻ ഇടയാകട്ടെ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ മേക്കിംഗ് എന്ന് പറയുമ്പോൾ അവിടെ അവന് ആത്മാവുണ്ട്, അവന് ദേഹിയുണ്ട്, അവന് ശരീരമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് ഇരിക്കുന്നു. ആത്മാവിൻ്റെ തലം അല്ലെങ്കിൽ ദ റെലം ഓഫ് ദ സ്പിരിറ്റ് ഈസ് ഒക്യുപ്പൈഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് ഈസ് ദ ലോർഡ് ഓവർ അവർ സ്പിരിറ്റ്. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിൽ വസിക്കുന്നത് മുഖാന്തരം ആ ആത്മാവിൻ്റെ മണ്ഡലത്തെ ഒരു ദുരാത്മാവിന് ഒരിക്കലും പൊസസ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ ഇനിമേൽ സാധിക്കത്തില്ല. കാരണം നമ്മുടെ ആത്മാവ് യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടിരിക്കുന്നു, യേശുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടിരിക്കുന്നു, പുതിയ സൃഷ്ടിയാക്കപ്പെട്ടിരിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ആ ആത്മാവിനെ പരിശുദ്ധാത്മാവ് സീൽ ചെയ്തു. ദിസ് ഈസ് മൈൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ വചനം പറയുന്നു, എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് എന്ന് പറയാനുള്ള കാരണം, എൻ്റെ ഉള്ളിൽ, എൻ്റെ ആത്മാവിൽ ദൈവാത്മാവ് വസിക്കുന്നു, പരിശുദ്ധാത്മാവ് വസിക്കുന്നു, ക്രിസ്തുവിൻ്റെ ആത്മാവ് വസിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആ ആത്മാവിൻ്റെ മണ്ഡലം, ആ ആത്മീയ തലം ഒരിക്കൽ പോലും ഒരു ദുരാത്മാവിനെ ഇനിമേൽ വീണ്ടും ജനിക്കപ്പെട്ട ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ യേശു കർത്താവിനെ അനുഗമിക്കുന്ന, ഹല്ലേലൂയ, യേശു കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മീയ മണ്ഡലത്തെ ഒരു ദുരാത്മാവിനും ഇനിമേൽ കൺട്രോൾ ചെയ്യാനോ പൊസസ് ചെയ്യാനോ സാധിക്കത്തില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ഒരു വ്യക്തി എന്ന് പറയുന്നത് അവൻ ആത്മാവ് മാത്രമല്ല, അവനൊരു ദേഹിയുമുണ്ട്, അവനൊരു ശരീരവുമുണ്ട്. അപ്പോൾ ഈ ദുരാത്മാക്കൾക്ക് വീണ്ടും ജനിച്ച വ്യക്തികളുടെ ശരീരത്തിനകത്ത് ദേഹിയുടെ മണ്ഡലത്തിലും അവരുടെ ശരീരത്തിൻ്റെ മണ്ഡലത്തിലും they can still hide, they can still stay. ഹല്ലേലൂയ. ആ മേഖലകൾക്കകത്താണ് അവൻ ഹൈഡ് ചെയ്തിരിക്കുന്നത്. ആ മേഖലകൾക്കകത്താണ് നമ്മൾ ഒരു വിൻഡോ, ഒരു ഡോർ ഓപ്പൺ ചെയ്താൽ, ഈവൻ ക്രിസ്തീയ വിശ്വാസിയായി കഴിഞ്ഞു പോലും ബാപ്റ്റിസം എടുത്തതിന് ശേഷം, ആത്മാവിനാൽ വീണ്ടും ജനിക്കപ്പെട്ടതിന് ശേഷം, ചർച്ച നമ്മൾ ഭാഷാവർത്തി സംസാരിക്കുന്നതിന് ശേഷവും നമ്മൾ ഒരു ഗേറ്റ് വേ, ഒരു ഡോർ സാത്താൻ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ ഹി വിൽ എൻ്റർ ഇൻ ടു ദ ബോഡി, ഹി വിൽ എൻ്റർ ഇൻ ടു ദ സോൾ. ഹല്ലേലൂയ. ആ രണ്ട് മേഖലകൾക്കകത്തും പിശാചിന് ഇരിക്കാൻ പറ്റും, ദുരാത്മാക്കൾക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഒരു വ്യക്തിയുടെ ആത്മീയ മണ്ഡലത്തിനകത്ത് ഒരേ സമയത്ത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ഒരു സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ദുരാത്മാക്കൾക്കും കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും, ഒരേ സമയത്ത് വസിക്കാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് സംസാരിച്ചാണ്. ഹല്ലേലൂയ. നമുക്ക് ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായത്തിനകത്ത് 1-2 കാര്യങ്ങൾ കൂടെ നമുക്ക് ഇതിന് ആധാരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ശരിക്കും നമ്മുടെ ശരീരമെന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഇറ്റ് ഈസ് ലൈക്ക് എ ബോഗി, ഒരു ട്രെയിനിൻ്റെ ഡിഫറെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് പോലാണ് ശരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഒരു ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റിനകത്ത് അനേകം പേർക്കിരിക്കാം അല്ലേ? ഒരാൾക്കാണ് ഇരിക്കാൻ പറ്റുന്നത്? അല്ല. മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് എത്ര ആത്മാക്കൾക്ക് വേണമെങ്കിലും, എത്ര ദുരാത്മാക്കൾക്ക് വേണമെങ്കിലും വസിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ്. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾക്കകത്ത് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അവിടെ പറയുകയാണ്, അതിനുശേഷം അവർ ഗലീലിക്ക് എതിരെയുള്ള ഗരസേനരുടെ നാട്ടിൽ എത്തിച്ചേർന്നു. ഹല്ലേലൂയ. ആ പാസേജിലൂടെ നമുക്കൊന്ന് പോകാം.
സംസാരിക്കുമ്പോൾ ഞാൻ ഈ ജനറേഷണൽ കേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല, മറിച്ച് അല്പം കൂടെയൊക്കെ എനിക്കറിയാവുന്ന ആത്മീയ രഹസ്യങ്ങൾ, ആത്മീയമായിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് കൂടെയൊക്കെ അവൻ ഷെയർ. അവൻ കരക്കിറങ്ങിയപ്പോൾ പിശാചു ബാധിതനായ ഒരുവൻ ആ പട്ടണത്തിൽ നിന്ന് അവനെ സമീപിച്ചു. ഓക്കെ, അടുത്ത വാക്യം പറയുന്നു, വളരെ കാലമായി അവൻ വസ്ത്രം ധരിക്കാറില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ശരിക്കും ആ വ്യക്തിയുടെ ശരീരത്തിൽ ദുരാത്മാക്കൾ വസിച്ചത് മൂലം, ഹല്ലേലൂയ, ദേ ആർ ട്രൈങ് ടു കൺട്രോൾ ദാറ്റ് പേഴ്സൺ. ആ വ്യക്തിയെ അവർ കൺട്രോൾ ചെയ്യുകയാണ് ശരിക്കും. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് പറയുന്നു, വീട്ടിലല്ല ശവക്കല്ലറകളിലാണ് ശരിക്കും അവൻ കഴിഞ്ഞുകൂടിയിരുന്നത്. ഹല്ലേലൂയ. ശവക്കല്ലറകൾ അത് ദുരാത്മാക്കൾ വസിക്കുന്ന ഒരു സ്ഥലമാണ് ശരിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ ഈ കൂടോത്രം ചെയ്യുന്നവർ, മന്ത്രവാദം ചെയ്യുന്നവർ, ഹല്ലേലൂയ, അപ്പോൾ അവർ ശരിക്കും സൈറ്റനിക് സ്പിരിറ്റുകൾക്ക്, ഈവിൾ സ്പിരിറ്റുകൾക്ക് അവർ രക്തം കൊടുക്കുന്നൊരു പരിപാടിയുണ്ട് ശരിക്കും. രക്തം, ഹല്ലേലൂയ, രക്തം കുടിക്കുന്ന ദുരാത്മാക്കളുണ്ട്. ഹല്ലേലൂയ. there are certain demons, they drink blood. ഹല്ലേലൂയ. അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തിയെ എന്തുകൊണ്ടാണ് ശവക്കല്ലറകളിൽ കാണാൻ കാര്യം, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ശരിക്കും ശവക്കല്ലറകളാണ് ശരി. ശവക്കല്ലറകളിൽ ദുരാത്മാക്കളുടെ എന്ത് പറഞ്ഞാൽ ഹബ്ബുണ്ട്. ദേ ആർ സ്റ്റേയിങ് ഇൻ ടൂംസ്. ശവക്കല്ലറകളിൽ അങ്ങനെയുള്ള ദുരാത്മാക്കളുണ്ട്. അപ്പോൾ ഈ വിച്ച് ക്രാഫ്റ്റ് ചെയ്യുന്നവർ, കൂടോത്രം ചെയ്യുന്നവർ, മന്ത്രവാദികൾ, അവരൊക്കെ സാധാരണഗതിയിൽ പവർ കിട്ടാൻ വേണ്ടി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദേ വിൽ ഗോ ടു ഒരു ശവക്കല്ലറയിലേക്ക് ചെല്ലും. എന്നിട്ട് ദേ വിൽ കട്ട് ദെയർ ഹാൻഡ്, അവരുടെ കയ്യെ കട്ട് ചെയ്യും. അപ്പോൾ കയ്യെ കട്ട് ചെയ്യുമ്പം ആ കയ്യിൽ നിന്ന് ഊർന്നു വരുന്ന ആ രക്തം ആ ദുരാത്മാക്കൾ കുടിക്കും. Hallelujah. So those demons, they are making a covenant with those demons. അങ്ങനെയുള്ള ദുരാത്മാക്കളുമായിട്ട് അവർ ഉടമ്പടി ചെയ്യുവാണ്. ഉടമ്പടി ചെയ്യാൻ വേണ്ടി അവർ തിരഞ്ഞെടുക്കുന്ന സ്ഥലം ശവക്കല്ലറകളാണ് ശരിക്കും. അപ്പോൾ ശവക്കല്ലറകളുടെ അവിടെ ചെന്നിട്ട് അവർ ഒരു കത്തിയെടുത്ത് എന്ത് ചെയ്യും, ഒരു ബ്ലേഡ് എടുത്ത് ശരിക്കും കൈ മുറിക്കുമ്പം ആ കൈ മുറിഞ്ഞ ഭാഗത്തൂടെ രക്തത്തുള്ളികൾ താഴോട്ട് വരും. ആ രക്തത്തുള്ളികൾ ഡീമൺസ് കുടിക്കും. ദ ഡീമൺസ് വിൽ ഡ്രിങ്ക് ദോസ് ബ്ലഡ്സ്. ഹല്ലേലൂയ. അപ്പോൾ ശരിക്കും പുതിയതായിട്ട് എന്നെ ജോയിൻ ചെയ്യുന്നവർക്ക് ഈ കോൺസെപ്റ്റുകളൊക്കെ ചിലപ്പം കുറച്ചും കൂടെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ലൈംഗിക സ്വപ്നങ്ങൾ എന്ന് പറയുന്ന വിഷയം സംസാരിച്ചപ്പോൾ ഞാൻ ഡീമൺസ് ക്യാൻ ടച്ച് എ ഫിസിക്കൽ ഓബ്ജക്റ്റ്, അതായത് ദുരാത്മാക്കൾക്ക് ഒരു ഫിസിക്കലായിട്ടുള്ളൊരു ഓബ്ജക്റ്റിനെ ടച്ച് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഞാൻ പറഞ്ഞാണ് ശരിക്കും. പുതിയതായിട്ട് എന്നെ ജോയിൻ ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ടൈം ലൈനിനകത്തും എൻ്റെ യൂട്യൂബ് ചാനലിലും ആ ലൈംഗിക സ്വപ്നങ്ങളെന്ന് പറയുന്ന വിഷയത്തിനകത്ത് ഞാൻ ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് സംസാരിച്ചാണ് ശരിക്കും. അപ്പോൾ ശവക്കല്ലറകൾ എന്ന് പറയുന്നത് ശരിക്കും ദുരാത്മാക്കളുടെ ഹബ്ബാണ്. അതുപോലെ തന്നെ പൈശാചികമായിട്ടുള്ള വർഷിപ്പ് ചെയ്യുന്നവർ, സാത്താനെ ആരാധിക്കുന്നവർ, സാത്താൻ്റെ ശുശ്രൂഷകരുണ്ടല്ലോ, അപ്പോൾ അവർ ഹൗ ദേ മേക്ക് കവനന്റ് വിത്ത് ദീസ് ഡിമോണിക് സ്പിരിറ്റീസ്. അവർ ശവക്കല്ലറകളിലേക്ക് ചെല്ലും, അവിടെ ശരീരം കട്ട് ചെയ്യും. ശരീരം കട്ട് ചെയ്തിട്ട് ആ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന രക്തത്തുള്ളികൾ ഈ ഡീമൺസ് കുടിക്കും. ഹല്ലേലൂയ. ഡീമൺസ് കുടിച്ചിട്ട് ദേ ആർ ആക്ച്വലി മേക്കിംഗ് എ കവനന്റ് വിത്ത് ദോസ് ഡീമൺസ്. ഹല്ലേലൂയ. പിന്നീട് അവർ ഈ മന്ത്രവാദികൾ അവർ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ഡീമൺസ് ഇവർ കൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, അവൻ വീട്ടിലല്ല ശവക്കല്ലറകളിലാണ് ശരിക്കും അവൻ കടന്നിരുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാവുന്ന അറിയത്തില്ല ശരിക്കും, എനിക്കറിയാവുന്ന കാര്യങ്ങൾ സംസാരിച്ചു പോകാം അല്ലേ, എനിക്കൊന്ന് അല്പം കൂടെയൊക്കെ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് തന്നെ സംസാരിച്ചു പോകാം. ഹല്ലേലൂയ. ഈ നിങ്ങൾക്കറിയാവുന്ന അറിയത്തില്ല, ഈ ഡീമൻസിന് ഈ ദൈവങ്ങൾക്ക്, അതായത് വിഗ്രഹങ്ങൾക്ക് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ സമർപ്പിക്കുന്ന ഒരു രീതിയുണ്ട് ശരിക്കും. ഹല്ലേലൂയ. മറ്റ് മതങ്ങൾക്കകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈവൻ ഞാൻ സിംഗപ്പൂരിലായിരുന്ന സമയത്ത് ചൈനീസ് കൾച്ചറിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ശരിക്കും. കട്ടൻ കാപ്പി കൊടുക്കുക, ഹല്ലേലൂയ, ചോറ് കൊടുക്കുക, അല്ലെങ്കിൽ കറികൾ കൊടുക്കുക, അങ്ങനെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ കൊണ്ട് ശരിക്കും ഇങ്ങനെ ഓരോ ഭക്ഷണ പദാർത്ഥങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സറണ്ടർ ചെയ്യുന്ന ഒരു കൾച്ചർ ശരിക്കും നമുക്ക് വിവിധ മതങ്ങൾക്കകത്ത് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിലെ ഹിന്ദു മതങ്ങൾക്കകത്ത് അത് കാണാൻ സാധിക്കും, ചൈനീസ് മതങ്ങൾക്കകത്ത് കാണാൻ സാധിക്കും. എല്ലാ രാജ്യങ്ങളിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള മതങ്ങൾക്കകത്ത് നമ്മൾ ഈ ഐഡിൽസിന്, വിഗ്രഹങ്ങൾക്ക്, ദൈവങ്ങൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ഒരു കാര്യം കാണാൻ സാധിക്കും. അപ്പം ഞാനൊരു ടെസ്റ്റിമണി കേട്ടതാണ് ശരിക്കും. ഒരു ദേവദാസൻ, ആ ദേവദാസൻ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു ദേവദാസനാണ്. ആ ദേവദാസൻ്റെ അപ്പൻ ഒരു ഹിന്ദു പ്രീസ്റ്റാണ് ശരിക്കും, ബ്രാഹ്മിൺ പ്രീസ്റ്റാണ് ശരിക്കും. അപ്പം ബ്രാഹ്മിൺ പ്രീസ്റ്റാണെന്നല്ല, ഹിന്ദു പ്രീസ്റ്റാണ് ശരിക്കും. അപ്പോൾ ഹിന്ദു പ്രീസ്റ്റ് ആകുമ്പം അദ്ദേഹം എന്ത് ചെയ്യുന്ന, അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് ആൾക്കാർ വന്ന് ശരിക്കും എന്ത് ചെയ്യും, ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് ആ പ്രീസ്റ്റിൻ്റെ മുമ്പിൽ വെക്കും. ഹല്ലേലൂയ. ഉദാഹരണം പറഞ്ഞാൽ ചിക്കൻ കറി, മട്ടൻ കറി, ഫിഷ് കറി, ഹല്ലേലൂയ, ചോറ്,
സാമ്പാർ, വട്ടവർ ഇറ്റ് ബി, ആഹാര സാധനങ്ങൾ കൊണ്ട് ശരിക്കും വിഗ്രഹങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ പുരോഹിതൻ്റെ മുമ്പിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യും, സറണ്ടർ ചെയ്യും. അപ്പോൾ ഈ സറണ്ടർ ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി, നമ്മളിപ്പം പരിശുദ്ധാത്മാവിൻ്റെ ഭാഷാപരത്തിൽ നമ്മൾ സംസാരിക്കുന്നത് പോലെ തന്നെ ഡീമൻസിനും ഉണ്ട് ടങ്സ്. ഹല്ലേലൂയ. ഡിമോണിക് ടങ്സ് ഉണ്ട്. പെട്ടെന്ന് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നതൊക്കെ ഞാൻ പറയുകയാണ്. ശരിക്കും ഞാൻ ഒന്നും തന്നെ ഈ ഒരു സബ്ജക്റ്റിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, വളരെ കെയർഫുൾ ആയിരിക്കണം. ഗിഫ്റ്റ് ഓഫ് ടങ്സിനകത്ത് ഡിമോണിക് ടങ്സ് ഉണ്ട്, ദുരാത്മാക്കളുടെ ഭാഷയുണ്ട്. ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത്, ഹല്ലേലൂയ, 1-2 എക്സാമ്പിളോടും ഒക്കെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവുമല്ലോ. അപ്പോൾ യേശു കർത്താവിനെ, എൻ്റെ ഒരു ഫ്രണ്ട്, അദ്ദേഹം യേശു കർത്താവിനെ അറിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള ദാഹമായിരുന്നു ശരിക്കും ഗിഫ്റ്റ് ഓഫ് ടങ്സിന് വേണ്ടി. അതായത് ഭാഷാവരം കിട്ടാൻ വേണ്ടി ഭയങ്കരമായിട്ടുള്ള ദാഹമായിരുന്നു. പുതിയതായിട്ട് ജോയിൻ ചെയ്തവർ ദയവ് ഇത് ശുശ്രൂഷ ഷെയർ ചെയ്താട്ടെ മറ്റുള്ള വ്യക്തികളും കൂടെ ജോയിൻ ചെയ്യാനും അനേക ഈ ശുശ്രൂഷ അവർക്ക് ഒത്തിരി ആത്മീയ കാര്യങ്ങൾ മനസ്സിലാകാനും സാധിക്കും. 1-2 സെക്കൻഡ് എടുക്കത്തുള്ളൂ. പ്ലീസ് ഷെയർ ഇറ്റ്. ഓക്കെ, പ്ലീസ് ഷെയർ ഇറ്റ്. ഓക്കെ. അപ്പം അവൻ്റെ വലിയൊരു ശരിക്കും ഒരു ഭയങ്കര ദാഹമായിരുന്നു ശരിക്കും ടങ്സിൽ പ്രേസ് ചെയ്യാൻ വേണ്ടി. അതായത് ഭാഷാപരത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ ഭാഷാപരത്തിൽ സംസാരിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ടുള്ള ആർത്തിയായിരുന്നു അവന് ശരിക്കും. അപ്പം കണ്ടമാനമായിട്ട് അവൻ എക്സീഡിങ്ലി അവനങ്ങ് ഡിസയർ ചെയ്തു ഹോളി സ്പിരിറ്റിൻ്റെ ടങ്സിന് വേണ്ടി പ്രാർത്ഥിച്ച് ഹി ഗോട്ട് ടങ്സ്. അവന് ടങ്സിൻ്റെ കൃപാവരം കിട്ടി ശരിക്കും. ഓക്കെ. അപ്പോൾ ടങ്സിൻ്റെ കൃപാവരം അവന് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അവൻ അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആയില്ല. അപ്പോൾ അവന് ഈ ടങ്സിൻ്റെ കൃപാവരം ടങ്സ് ഉപയോഗിച്ച് ഒത്തിരി നേരം സംസാരിക്കാൻ വേണ്ടിയുള്ള ശരിക്കും ആഗ്രഹം വന്നു. അപ്പം അങ്ങനെ അവൻ കണ്ടമാനം, അതായത് 10, 15, 20, 30 മിനിറ്റ് ഇങ്ങനെ ടങ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ, പുതിയ ഭാഷകൾ ഇങ്ങനെ സംസാരിക്കാനുള്ള വലിയൊരു ആഗ്രഹം അവനിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് ശരിക്കും. അപ്പം അങ്ങനെ വന്ന് അവൻ ശരിക്കും 10, 20 മിനിറ്റൊക്കെ ശരിക്കും ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഭാഷാവരം, ഒരു ഗിഫ്റ്റ് ഓഫ് ടങ്സ് അവൻ്റെ ലൈഫിനകത്ത് വന്നു. പക്ഷേ എന്നെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ശരിക്കും ആ ഗിഫ്റ്റ് ഓഫ് ടങ്സ് അവൻ ഉപയോഗിക്കാൻ തുടങ്ങി. ഓക്കെ, അജിത് ബ്രദർ ഈസ് ഡ്രൈവിംഗ്. ഓക്കെ ബ്രദറെ, കേട്ടോ ഇന്നത്തെ ശുശ്രൂഷ. ഹല്ലേലൂയ. അപ്പം ഭാഷാവരത്തിൽ അവനിങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അവൻ സംസാരിക്കും തോറും ഭാഷാവരത്തിനകത്ത് സംസാരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് എഡിഫൈ ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത്. നമ്മുടെ ആത്മാവ് ശക്തി പ്രാപിക്കുകയാണ് ഭാഷാവരത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവൻ്റെ ആത്മീയ മണ്ഡലത്തിനകത്ത് ഇവന് ഭയങ്കര ഡ്രൈനെസ് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഈ ഭാഷാവരത്തിൽ സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ട് അങ്ങ് ഡ്രൈനെസ് ഫീൽ ചെയ്തു. അവൻ്റെ ആത്മീയ മണ്ഡലമെല്ലാം അങ്ങ് കുരുടിച്ചു പോകുന്നു. ആത്മീയമായിട്ട് ഭയങ്കര ഡ്രൈനെസ്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര പ്രശ്നം. ഹല്ലേലൂയ. അപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, ബ്രദറെ, ഇതുപോലെ എനിക്കൊരു സംശയമുണ്ട്. ഞാൻ ഈ സംസാരിക്കുന്ന ഭാഷാവരം കറക്റ്റ് ഭാഷാവരമാണോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നു. കാരണം ഈ ഭാഷാവരത്തിൽ ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിച്ചു, 15-20 മിനിറ്റ് നേരം പ്രാർത്ഥിച്ചിട്ടും മാസങ്ങളായിട്ട് ഇത് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ആത്മീയമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നു. ബ്രദർ, ഇതൊന്ന് ചെക്ക് ചെയ്യാമോ? എൻ്റെ ഭാഷാവരം കറക്റ്റ് ഭാഷാവരമാണോ അല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്യാമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞെന്നൊരു കാര്യം ചെയ്യുക, നീ ഭാഷാവരത്തിലിരുന്ന് സ്തുതിക്കുന്നതിൻ്റെ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അയക്കാൻ പറഞ്ഞു. ഓക്കെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ആ ഓഡിയോ കേട്ടോണ്ടിരിക്കുകയാണ് ശരിക്കും. ആദ്യം അവന് ഭാഷാവരത്തിന് ആദ്യത്തെ ഒരു 1.5 മിനിറ്റ് നേരം കറക്റ്റ് ഭാഷാവരമാണ്, പരിശുദ്ധാത്മാവിൻ്റെ കറക്റ്റായിട്ടുള്ള ഭാഷാവരത്തിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 1.5-2 മിനിറ്റ് കഴിഞ്ഞപ്പം പെട്ടെന്ന് അവൻ്റെ ടങ്സ് ചേഞ്ചായി, അവൻ്റെ ഭാഷ ചേഞ്ചായി. അപ്പം ചേഞ്ചായി കഴിഞ്ഞപ്പം തൊട്ട് ഞാൻ പെട്ടെന്ന്, ആദ്യം എനിക്കങ്ങോട്ട് പിടികിട്ടിയില്ല ശരിക്കും, എനിക്കങ്ങോട്ട് പെട്ടെന്ന് പിടിയിട്ടില്ല. അവൻ്റെ ആ 2 മിനിറ്റ്, ഒരു 5-6 മിനിറ്റ് വരെ ഉള്ള ഒരു ക്ലിപ്പാണ്, ഓഡിയോ ക്ലിപ്പാണ്. ആ ഓഡിയോ ക്ലിപ്പിനകത്ത് ആദ്യത്തെ 2 മിനിറ്റ് വരെ എവരിതിങ് ഈസ് കറക്റ്റ്. ഞാൻ ആ ഭാഷ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ എൻ്റെ ആത്മാവിനകത്ത് എൻ്റെ പരിശുദ്ധാത്മാവ് കൺഫേം ചെയ്യുകയാണ്, യെസ് ദിസ് ഈസ് എ ട്രൂ ടങ്, ഇത് ശരിയായിട്ടുള്ള ഭാഷാവരമാണ്. ഓക്കെ. അങ്ങനെ അങ്ങോട്ട് മുമ്പോട്ട് പോയി ഒരു 2 മിനിറ്റ് ആയപ്പോൾ ഇവൻ്റെ ഭാഷ ചേഞ്ചായി, ഇവൻ്റെ ടങ്സ് ചേഞ്ചായി, പുതിയ എന്തോ ഒരു ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പം ഞാനത് മുഴുവൻ കേട്ടു. പെട്ടെന്ന് ഹോളി സ്പിരിറ്റ് എന്നോട് പറഞ്ഞു, സംതിങ് ഈസ് നോട്ട് റൈറ്റ്, എന്തോ ഒരു സംഭവം ശരിയല്ല ഇതിനകത്ത്. ഹല്ലേലൂയ. അപ്പം ഞാനത് ഇത് റീവൈൻഡ് ചെയ്ത് ഒന്നുകൂടെ കേട്ടു. ഹല്ലേലൂയ. ഒന്നുകൂടെ ആ ഭാഷാവരത്തിൽ അവൻ സ്തുതിക്കുന്ന കേട്ടു. ഒന്നുകൂടെ കേട്ടു. ആ 2-ാം മിനിറ്റ് ആയപ്പോഴത്തേനും പെട്ടെന്ന് അവൻ്റെ ഭാഷ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഫോക്കസ് ചെയ്തു. അപ്പോൾ ഹോളി സ്പിരിറ്റ് പറഞ്ഞു, ദിസ് ഈസ് ഫോൾസ് ടങ്. ഹല്ലേലൂയ. അത് ശരിയായിട്ടുള്ള ഭാഷയല്ല.
ഹല്ലേലൂയ. അപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? ആദ്യത്തെ 2 മിനിറ്റ് നേരം അവൻ പ്രാർത്ഥിക്കുന്ന ഹോളി സ്പിരിറ്റ് കൊടുത്ത വരങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു. ആ 2 മിനിറ്റിന് ശേഷം അവൻ്റെ വായിൽ നിന്ന് വരുന്നത് ഒരു ലാംഗ്വേജാണ്. പക്ഷേ അത് ഡീമൻസിൻ്റെ ലാംഗ്വേജാണ്, അത് ദുരാത്മാക്കളുടെ ലാംഗ്വേജാണ്. അപ്പോൾ എന്നാ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 2 മിനിറ്റ് ഇവൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2 മിനിറ്റ് കഴിഞ്ഞ് ഇവൻ സംസാരിക്കുന്ന മുഴുവൻ കേഴ്സിംഗ് ആണ്, ശപിക്കുവാണ് ദൈവത്തെ. ഓ ലോർഡ്, ഐ പ്രൈസ് ആൻഡ് താങ്ക് യു, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ആദ്യത്തെ 2 മിനിറ്റ് നേരെ കറക്റ്റ് ഭാഷയിലാണ് സംസാരിക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഫോൾസ് ടങ്, വ്യാജമായിട്ടുള്ള ഭാഷാവരം, ഹല്ലേലൂയ, ഡീമൺസിൻ്റെ ഭാഷാവരം അവൻ്റെ സിസ്റ്റത്തിനകത്ത് കയറി, അവൻ്റെ ഭാഷാവരത്തിനകത്ത് കയറി. എന്നിട്ട് പിന്നെ ആ ഡീമൺസിൻ്റെ ടങ്ങിൽ അവൻ കുറച്ചു നേരം സംസാരിച്ചിട്ട് പിന്നെ അവൻ തിരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ടങ്ങിലേക്ക് വരും. അപ്പം നോർമൽ രീതിയിൽ ഔട്ട്വേർഡ്ലി പുറമേ നിന്ന് നോക്കുന്ന ഒരു വ്യക്തിക്ക് അതൊരു ഫോൾസ് ടങ് ആണെന്ന് പിടികിട്ടത്തില്ല. അത്ര ശരിക്കും കണ്ണിങ് ആണ് സാത്താൻ. ഹല്ലേലൂയ. അപ്പം പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു ഇവൻ്റെ ടങ് ശരിയല്ല. ആദ്യത്തെ പോർഷൻ ശരിക്കും കറക്റ്റ് പരിശുദ്ധാത്മാവിൻ്റെ ലാംഗ്വേജാണ്, അതിനുശേഷമുള്ളത് ഡീമൺസിൻ്റെ ലാംഗ്വേജാണ്. അപ്പോൾ അതിനകത്ത് അവൻ സംസാരിക്കുന്നത് കൊണ്ടാണ് ശരിക്കും അവൻ്റെ ആത്മീയ മണ്ഡലത്തിനകത്ത് ഒരു പുരോഗതി ഇല്ലാതെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ടങ്സ് ഉപയോഗിച്ച് അവൻ അറിയാത്തൊരു ഭാഷ ഉപയോഗിച്ച് കേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ശരിക്കും ശപിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും. ഹല്ലേലൂയ. ഹൗ കണ്ണിങ് ഈസ് ദ ഡെവിൾ. ഹല്ലേലൂയ. അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ അവന് മറുപടി അയച്ചു, ദർ ഇസ് സംതിങ് റോങ്. ഹല്ലേലൂയ, ഇത് ഫോൾസ് ടങ് മിക്സ് ആണ്. ഹല്ലേലൂയ. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് അസസ് ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അകത്ത് തന്ന ഒരു അറിവിതാണ് ശരിക്കും എക്സസീവായിട്ടുള്ള ഡിസയർ. ഹല്ലേലൂയ. കണ്ടമാൻ അമിതമായിട്ടുള്ള ആഗ്രഹം, ആ ആഗ്രഹം കയറിക്കഴിയുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ പിശാചെന്തിയും വഞ്ചിക്കും. ഹല്ലേലൂയ. അവൻ ഡിസീവ് ചെയ്യും. നമ്മുടെ എക്സസീവ് ഡിസയർ അതൊരു ഗേറ്റ് വേ ആണ്. അവനത് മുതലാക്കും. അത് മുതലാക്കി കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്യും? ആ മേഖലയ്ക്കകത്ത് ശരിക്കും ഹി വിൽ എൻ്റർ. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കൾ എക്സാക്ട്ലി ഇത് തന്നെയാണ് ശരിക്കും പ്രൊഫറ്റിക് ഗിഫ്റ്റിൻ്റെ പ്രശ്നം. നമ്മളൊരു പ്രവചനത്തിൻ്റെ ശുശ്രൂഷ നമ്മൾ തുടങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ഒരു റലത്തിൽ നിന്ന് അടുത്ത റലത്തിലേക്ക് നമ്മൾ കാണും. അപ്പോൾ ആദ്യം ബേസിക് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും, അതിനുശേഷം ആ വ്യക്തിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് ഭയങ്കര എക്സസീവ് ഡിസയർ ആണ് ശരിക്കും, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വേണം, മുഴുവനായിട്ടുള്ളൊരു ഇൻസൈറ്റ് വേണം എന്നൊരു എക്സസീവ് ഡിസയർ വരുമ്പം എന്ത് പറയുന്നത് ശരിക്കും പെട്ടെന്ന് എന്ത് പറയുന്നത് സാത്താൻ നമ്മൾ സ്ലിപ്പ് ചെയ്യും. അങ്ങനെയാണ് ശരിക്കും വ്യാജ പ്രൊഫസികൾ ഉണ്ടാകുന്നത്. അതായത് ഫോൾസ് പ്രൊഫറ്റിക് വരുന്നതിൻ്റെ കാര്യം നമ്മുടെ എക്സസീവ് ഡിസയർ ആണ് സാത്താൻ ശരിക്കും എന്ത് ചെയ്യുന്നത് ശരിക്കും നമ്മളെ വഞ്ചിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ എല്ലാ ഡിസയറുകളും പരിശുദ്ധാത്മാവിന് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഹൗ ക്യാൻ വി നോ ദാറ്റ് ഇഫ് ഇറ്റ് ഈസ് ഫോൾസ് ഓർ ജെനുവിൻ? ഹല്ലേലൂയ. സലോമി സിസ്റ്റർ ചോദിക്കുന്നു, ഒരു ഭാഷാവരം അത് ജെനുവിനായിട്ടുള്ള യഥാർത്ഥ ഭാഷാവരമാണോ അതോ തെറ്റായിട്ടുള്ള ഭാഷാവരമാണോ എന്ന് എങ്ങനെ അറിയാം? സലോമി സിസ്റ്റർ ചോദിക്കുന്നു. നല്ലൊരു ചോദ്യമാണ് സലോമി സിസ്റ്റർ. അതിൻ്റെ ഉത്തരം അതിനാണ് നമ്മൾ ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെൻറ്റ് ഓഫ് ദ സ്പിരിറ്റ് തന്നേക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ 9 വരങ്ങൾക്കകത്ത് നമ്മൾ നോക്കുവാണ്. ഹൗ ക്യാൻ വി നോ? ഷീബ സിസ്റ്റർ വന്ന് ഹൗ ക്യാൻ വി നോ? അപ്പം അത് പരിശുദ്ധാത്മാവിൻ്റെ 9 വരങ്ങൾക്കകത്ത് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു സംഭവം എന്താണ് ശരിക്കും? ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെൻറ്റ് ഓഫ് ദ സ്പിരിറ്റ്. ഹല്ലേലൂയ. ആ ആത്മാവിനെ വിവേചിക്കുന്ന ഒരു വരമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ആത്മാവിനെ വിവേചിക്കുന്ന വരം, ആ ഡിസേൺമെൻറ്റ് വരുമ്പോൾ നമുക്കറിയാം ശരിക്കും ഹോളി സ്പിരിറ്റ് പറയും, നമ്മുടെ ഇന്നർ വിറ്റ്നസ് തരും, ദിസ് ഈസ് റോങ്, ദിസ് ഈസ് റൈറ്റ്. ഹല്ലേലൂയ. ഇപ്പം അങ്ങനെ ഏതെങ്കിലും ഫോൾസ് ടങ്ങിൽ നിങ്ങൾ ശരിക്കും ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ യു ഓൾറെഡി നോ. ഇപ്പം എൻ്റെ ഈ ഫ്രണ്ട് അവൻ എന്നോട് പറഞ്ഞപ്പോൾ അവന് തന്നെ അറിയാം ഈ ടങ്ങിനകത്ത് എന്തോ പ്രശ്നമുണ്ട് ബ്രദറെ, അതുകൊണ്ട് ബ്രദർ ഒന്ന് ചെക്ക് ചെയ്യണം, ഇത് കറക്റ്റ് ടങ്ങാണോ എന്നൊന്ന് ചെക്ക് ചെയ്യണമെന്ന് അവൻ എന്നോട് പറയാനുള്ള കാരണം എന്താ? ബിക്കോസ് ഹീ നോ. അല്ല, നിങ്ങളുടെ ആത്മാവിനകത്ത് അതറിയാൻ സാധിക്കും ഉറപ്പായിട്ടും. ഹല്ലേലൂയ. പിന്നെ എന്തെങ്കിലും അങ്ങനത്തെ നിങ്ങൾക്ക് ഭാഷവർത്തി പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് ആത്മീയമായിട്ടൊരു ബ്രേക്ക് ത്രൂ കിട്ടുന്നില്ല അല്ലെങ്കിൽ പ്രശ്നമാണെങ്കിൽ യു ക്യാൻ ചെക്ക് വിത്ത് യുവർ പാസ്റ്റർ, അല്ലെങ്കിൽ അങ്ങനെ കൃപാവരമുള്ളവരോട് ചോദിക്കാൻ പറ്റും. when we are praying in tongues. Roshna Abraham, can we discern ourselves? Yes sister, it is possible. Gift of discernment is upon everybody. എല്ലാ വീണ്ടും ജനിക്കപ്പെട്ട ക്രിസ്തീയ വിശ്വാസികളുടെ ഉള്ളിലും എന്തുണ്ട് ശരിക്കും? ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെൻ്റ് ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളൊരു ടങ് പ്രാർത്ഥിക്കുമ്പം തന്നെ നമുക്ക് നമ്മുടെ സ്പിരിറ്റ് ഹോൾഡ് ബാക്ക് ചെയ്യും. സ്പിരിറ്റ് അത് റിലീസ് ചെയ്യത്തില്ല. ഹല്ലേലൂയ. സ്പിരിറ്റ് പറയും നോ, ദിസ് ഈസ് നോട്ട് റൈറ്റ്. ഹല്ലേലൂയ. എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യം തന്നെ അവനെന്താണ് ശരിക്കും അവൻ്റെ ഉള്ളിനകത്ത് തന്നെ അറിയാം ഇറ്റ്സ് നോട്ട് കമ്മിങ് റൈറ്റ്. ഓക്കെ. സോ നമ്മൾ പറഞ്ഞു വന്ന ഒരു സംഭവം, നമ്മൾ എങ്ങോട്ടൊക്കെയോ പോവുകയാണ് ശരിക്കും. ഹല്ലേലൂയ. കുഴപ്പമില്ലല്ലോ, ഞാൻ ഈ സബ്ജക്റ്റിനകത്ത് തന്നെ നിൽക്കണമെന്ന് കുഴപ്പമില്ലല്ലോ. വാട്ട് എവർ ഐ നോ ഐ ജസ്റ്റ് റിലീസ് ഇറ്റ് ടു യു സോ ദാറ്റ് നമുക്ക് ഒരുമിച്ച് പഠിക്കാമല്ലോ ശരിക്കും. ഹല്ലേലൂയ.
താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. അപ്പോൾ ഇങ്ങനെ ഈ ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഒരു ദേവദാസൻ്റെ അപ്പൻ അദ്ദേഹം ഒരു ഹിന്ദു പ്രീസ്റ്റാണ്. അപ്പം അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ട് ശരിക്കും എന്ത് ചെയ്യുന്നു, ഭക്ഷണ പദാർത്ഥങ്ങൾ വെക്കും. അപ്പം ആ ഭക്ഷണ പദാർത്ഥങ്ങൾ ശരിക്കും ആർക്കാണ്, ആ വിഗ്രഹങ്ങൾക്ക് ഓഫർ ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഭക്ഷണ പദാർത്ഥങ്ങൾ മുമ്പിൽ വെച്ച് കഴിയുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഡീമൻസ് വിൽ കം ആൻഡ് പൊസസ് ഹിം. ആൽറെഡി ആ പ്രീസ്റ്റിനെ പൊസസ് ചെയ്യും. പ്രീസ്റ്റിനെ പൊസസ് ചെയ്ത് കഴിയുമ്പം ആ പ്രീസ്റ്റ് എന്ത് ചെയ്യും, ഭാഷാവരത്തിൽ സംസാരിക്കും. ഡീമൻസിൻ്റെ ലാംഗ്വേജ് ഉപയോഗിച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആ ടെസ്റ്റിമണിക്കകത്ത് കേട്ടത് ഇങ്ങനെയാണ്. ശരിക്കും ആ പ്രീസ്റ്റ്, ആ പുരോഹിതൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ ഭക്ഷണ പദാർത്ഥങ്ങൾ മുഴുവൻ ഇങ്ങനെ സ്മെല്ല് ചെയ്യും. ഹല്ലേലൂയ. അതായത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൊണ്ട് വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ വെച്ചേക്കുമല്ലേ, ഓഫർ ചെയ്യുക, ഐഡിയൽസിന് ഓഫർ ചെയ്തേക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അപ്പം ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ ഡീമൻസ് സ്വീകരിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആ പ്രീസ്റ്റിൻ്റെ മേൽ വരും. ഹല്ലേലൂയ. ആ പ്രീസ്റ്റിൻ്റെ മേൽ വന്നു കഴിഞ്ഞിട്ട് ആ പ്രീസ്റ്റ് എന്ത് ചെയ്യും, ആ പ്രീസ്റ്റിൻ്റെ മേൽ ആ ദുരാത്മാക്കൾ ആവസിച്ചതിന് ശേഷം ആ പ്രീസ്റ്റ് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ത് ചെയ്യും, സംവഹിക്കാൻ അതിൻ്റെ സ്വാദ് എടുക്കും. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ആ പ്രീസ്റ്റ് ചെയ്തതിന് ശേഷം ആ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് പിന്നെ രുചി ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, അത് ആ പ്രീസ്റ്റിൻ്റെ മേൽ ആ ദുരാത്മാക്കൾ വന്നിട്ട് ആ ഭക്ഷണ പദാർത്ഥങ്ങളെ ആ ദുരാത്മാക്കൾ റിസീവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ശരിക്കും ആ പ്രീസ്റ്റിൻ്റെ മേൽ ആ ദുരാത്മാക്കൾ കടന്നു വരും. എന്നിട്ട് ആ ഭക്ഷണ പദാർത്ഥങ്ങളെ ശരിക്കും ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ദേ ആർ കൺസീവിങ് ദാറ്റ് ഫുഡ്. ആ ഫുഡ് അങ്ങനെ മൊത്തം എന്താ പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ഒരു മണക്ക് മൊത്തം മണത്ത് കഴിഞ്ഞതിന് ശേഷം ആ ഭക്ഷണ പദാർത്ഥത്തിന് ടേസ്റ്റ് ഇല്ല. ഇപ്പം ചിക്കൻ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഡീമൻസ് ആ ഭക്ഷണം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ചിക്കൻ കറിക്ക് ടേസ്റ്റ് ഇല്ല. ചോറ് എന്ത് കാര്യങ്ങൾ എടുത്താലും പിന്നെ അതിന് ടേസ്റ്റ് ഇല്ല. സോ ഡീമൻസ് ആർ അക്സെപ്റ്റിംഗ് എന്താണ് ശരിക്കും ഓഫറിങ്സ്. ഹല്ലേലൂയ. ഇത് തന്നെയാണ് ശരിക്കും നമുക്ക് പഴയ നിയമത്തിനകത്ത് ഈ ഇന്ന് രാജ്യങ്ങൾക്കകത്ത് നമ്മൾ കാണുന്ന എല്ലാ ഫുഡ് ഓഫറിങ്സ്, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ഉറവിടം ശരിക്കും എന്ത് പറയുന്നത്, ലേവ്യ പുസ്തകത്തിനാണ്, പഴയ നിയമത്തിൽ നിന്നാണ് ശരിക്കും. അല്ലെങ്കിൽ മോശയോട് കർത്താവ് പറഞ്ഞ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓഫറിംഗ് ഉണ്ടല്ലോ, ബേൺ ഓഫറിംഗ്, ഗ്രെയിൻ ഓഫറിംഗ്, പീസ് ഓഫറിംഗ്, സിൻ ഓഫറിംഗ്, ട്രെസ്പാസ് ഓഫറിംഗ്, അതിനകത്തൊക്കെ തന്നെ ധാന്യങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ സബ്മിറ്റ് ചെയ്യുന്ന അതെല്ലാം നമുക്ക് ലേവ്യ പുസ്തകത്തിനകത്ത് കാണാൻ സാധിക്കും. അതിനകത്തൊക്കെ ഒത്തിരി ആത്മീയമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ട്. അല്ലെങ്കിൽ അപ്പം അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന വിഗ്രഹങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യുന്ന സറണ്ടർ ചെയ്യുന്ന ആ കൾച്ചറെല്ലാം വന്നത് തന്നെ ശരിക്കും ഈ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്നാണ്. ശരിക്കും പഴയ നിയമത്തിനകത്ത് നമ്മുടെ ദൈവം കൽപ്പിച്ച പ്രകാരമുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓഫറിങ്ങൾ സബ്മിറ്റ് ചെയ്ത ആ പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് ശരിക്കും വിഗ്രഹങ്ങൾക്ക് ഭക്ഷണങ്ങൾ അർപ്പിക്കുന്നതും ദൈവങ്ങൾക്ക് കാഴ്ചകൾ അർപ്പിക്കുന്നതുമുള്ള എല്ലാ പാറ്റേൺസും കടന്നു വന്നത് ശരിക്കും ഇറ്റ്സ് കെയിം ഫ്രം ദ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്. ഹല്ലേലൂയ. നമ്മൾ അതിനകത്തോട്ട് കൂടുതലായിട്ട് പോകുന്നില്ല. ശരിക്കും ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ദുരാത്മാവ് ശവക്കല്ലറകളിലാണ് താമസം. ഓക്കെ, ഈ വ്യക്തി ശവക്കല്ലറകളിലാണ് താമസം. ശവക്കല്ലറകളിൽ പോകാനുള്ള കാരണം എന്താണ് ശരിക്കും? കാരണം എന്താ വെച്ചാൽ ദാറ്റ് ഈസ് എ പ്ലേസ് sharing the same illustration. Okay, Shalom sister, you are absolutely right. I heard somebody sharing the same illustration. Yes. All right. അപ്പോൾ ഇപ്പോൾ ശവക്കല്ലറകളിൽ പോകാനുള്ള കാരണം ദാറ്റ് ഈസ് എ പ്ലേസ് വെയർ ഡീമൺസ് ഡ്വെൽസ്. ഹല്ലേലൂയ. ദുരാത്മാക്കൾ വസിക്കുന്ന ഒരു സ്ഥലമാണ് ശരിക്കും ശവക്കല്ലറകൾ. അപ്പോൾ അവിടെ പോകുന്നതിൻ്റെ കാര്യം ദേ വാണ്ട് ടു ഓഫർ ബ്ലഡ്. അപ്പോൾ ബ്ലഡ് കവനൻ്റ് ചെയ്യും, രക്ത ഉടമ്പടികൾ ചെയ്യും. പിന്നെ ഈ വിഷ് ക്രാഫ്റ്റ് മന്ത്രവാദികൾ അവർ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദുരാത്മാക്കൾ ശരിക്കും അവർ പറയുന്ന കാര്യം ചെയ്യും. ഓക്കെ, അവൻ കഴിഞ്ഞുകൂടിയുന്ന അത് നമ്മൾ വചനം വായിക്കുന്നു. യേശുവിനെ കണ്ടപ്പോൾ അവൻ നിലവിളിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ വീണ് ഉറക്കെ പറഞ്ഞു, യേശുവേ, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്ര, നീ എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു? എന്നെ പീഡിപ്പിക്കരുതെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവ് അവൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഹല്ലേലൂയ, ഹി വാസ് ടോർമെൻറ്റഡ്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നുണ്ട്, പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളിപ്പോൾ ഒരു ചർച്ചിൽ പോകുന്നു. ഹല്ലേലൂയ. ഒരു ചർച്ചിൽ പോകുന്നു, ഒരു പാസ്റ്റർ നിങ്ങളോട് സംസാരിക്കുന്നു, പ്രസംഗിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഒരു ഡിമോണിക് സ്പിരിറ്റും മാനിഫെസ്റ്റഡ് ആവത്തില്ല, അഫക്റ്റ് ചെയ്യപ്പെടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡിമോണിക് സ്പിരിറ്റുകൾ, പൈശാചിക ദുരാത്മാക്കൾ അസ്വസ്ഥമാകുന്നത് ആ ഡിമോണിക് സ്പിരിറ്റുകളെ കാസ്റ്റ് ഔട്ട് ചെയ്യാനുള്ള അനോയിൻറ്റിംഗ് ഉള്ള വ്യക്തികൾ നിൽക്കുന്ന സ്ഥലത്ത് മാത്രമാണ്. ഹല്ലേലൂയ,
ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളിപ്പോൾ എല്ലാ ഞായറാഴ്ചയിലും പള്ളിയിൽ പോകുന്നവരാണ്, അല്ലെങ്കിൽ ചർച്ചിൽ പോകുന്നവരാണ്, ആരാധനയ്ക്ക് പോകുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. ഹല്ലേലൂയ. ദുരാത്മാക്കൾ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത് ദേ വിൽ ബി ഹൈഡിങ് ഇൻ ദ ബോഡി. ഹല്ലേലൂയ. അവർ ശരീരത്തിനകത്ത് ഹൈഡ് തന്നെ ഇരിക്കും. എവിടെയാണെന്നറിയാം ദുരാത്മാക്കൾ ശരിക്കും മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത്? ദുരാത്മാക്കളെ ബന്ധിച്ച് ബഹിഷ്കരിക്കാൻ അഭിഷേകമുള്ള ഒരു വ്യക്തി അവനൊരു ശുശ്രൂഷ ചെയ്താൽ ആ ദുരാത്മാക്കൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, യേശു അവിടെ കടന്നു വന്നപ്പോൾ അവൻ പറയുകയാണ് പീഡിപ്പിക്കരുത് എന്ന്. അവൻ ടോർമെൻറ്റഡ് ആവുകയാണ് ശരിക്കും. ദ അനോയിൻറ്റിങ് ദാറ്റ് ഈസ് അപ്പോൺ ജീസസ്, ദാറ്റ് ഈസ് ടോർമെൻറ്റിങ് ഹിം. അതുമാത്രമല്ല, യേശു കർത്താവിനോട് അവനിൽ നിന്ന് പുറത്തു പോകാൻ കൽപ്പിച്ചു. സോ ഹീ ഈസ് വെരി അപ്സെറ്റ്. ഹല്ലേലൂയ. അപ്പം ശരിക്കും ഒത്തിരി ക്രിസ്തീയ വിശ്വാസികൾ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും നന്നായിട്ട് ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നവർ, ഹല്ലേലൂയ, അവരുടെ ശരീരത്തിനകത്ത് ഡീമൺസ് ഇരിപ്പുണ്ട്. വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്കകത്ത് ഡിമോണിക് സ്പിരിറ്റുകൾ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. അതെത്ര പാസ്റ്റർ വന്ന് പ്രസംഗിച്ചാലും, എത്ര നല്ല അഭിഷേകമുള്ള പ്രസംഗം കേട്ടാലും, ഹല്ലേലൂയ, ആ ഡീമൺസ് മാനിഫെസ്റ്റ് ചെയ്യുകയോ പുറത്തു പോവുകയോ ചെയ്യത്തില്ല. ഹല്ലേലൂയ. ആ ഡീമൺസ് മാനിഫെസ്റ്റ് ചെയ്ത് പുറത്തു പോകണമെങ്കിൽ ദെയർ ഈസ് എൻ അനോയിൻറ്റിങ് കോൾഡ് ദ ഡെലിവറൻസ് അനോയിൻറ്റിങ്. ഹല്ലേലൂയ. അപ്പോൾ ആ ഡെലിവറൻസ് അനോയിൻറ്റിങ് ഉള്ള ഒരു വ്യക്തി അവിടെ നിൽക്കുമ്പോൾ, ആ ഡെലിവറൻസ് അനോയിൻറ്റിങ്ങിൻ്റെ അഭിഷേകത്തിൽ, ആ അധികാരത്തിനകത്ത് ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ, ആ വ്യക്തിയുടെ സംസാരം പോലും ഡീമൺസിന് ഇഷ്ടമില്ല. ഹല്ലേലൂയ. അവർക്ക് അസ്വസ്ഥമാണ് ശരിക്കും. അപ്പോൾ ഒരു വാക്ക് ആ വ്യക്തിയുടെ വായിൽ നിന്ന് വരുമ്പോൾ തന്നെ ഡീമൺസിന് അസ്വസ്ഥമാണ് ശരിക്കും. ശരീരങ്ങളുടെ ഭാരം കൂടാൻ തുടങ്ങും, വൊമിറ്റ് ചെയ്യാൻ തുടങ്ങും, കഫ് ചെയ്യാൻ തുടങ്ങും, അസ്വസ്ഥമാകാൻ തുടങ്ങും. ദാറ്റ്സ് എൻ അനോയിൻറ്റിങ് ദാറ്റ് ഈസ് അപ്പോൺ ദാറ്റ് പേഴ്സൺ. Is that the reason why certain people get irritated by our presence? റോഷ്ന എബ്രഹാം സിസ്റ്റർ ചോദിക്കുന്നു. യെസ് സംടൈംസ്. കാരണം എന്ന് വെച്ചാൽ ഇഫ് വി ആർ ഫിൽഡ് വിത്ത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, നമ്മളിൽ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നെന്നിരിക്കട്ടെ, നമ്മളിൽ അഭിഷേകം നിറഞ്ഞു നിൽക്കുന്നു. പക്ഷെ നമ്മൾ വേറൊരു വ്യക്തിയുടെ, ഒരു ഡിമോണിക് പൊസസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ഡിമോണിക് ആയിട്ടുള്ള ഓപ്പറേഷനുള്ള ഒരു വ്യക്തിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ വരുമ്പോൾ ആ വ്യക്തിക്ക് ഇത്തിരി അസ്വസ്ഥത അനുഭവപ്പെടും. ഹല്ലേലൂയ. കാരണം നമ്മുടെ ഉള്ളിൽ പ്രകാശം ഇരിക്കുന്നല്ലോ. അപ്പോൾ ആ പ്രകാശം ശരിക്കും ഇറ്റ് റേഡിയേറ്റ്സ് ദാറ്റ് ലൈറ്റ്. ഓക്കെ. അപ്പം ഇവിടെ പീഡിപ്പിക്കരുത് എന്ന് യേശുവിനോട് അപേക്ഷിച്ചു അവൻ. എന്തെന്നാൽ അവനിൽ നിന്ന് പുറത്തു പോകാൻ അശുദ്ധാത്മാവിനോട് യേശു കൽപ്പിച്ചു. പലപ്പോഴും അശുദ്ധാത്മാവ് അവനെ പിടികൂടിയിരുന്നു. ചങ്ങലകളും കാൽവിലങ്ങുകളും കൊണ്ട് ബന്ധിച്ചാണ് അവനെ സൂക്ഷിച്ചിരുന്നത്. എന്നാൽ അവൻ അതെല്ലാം തകർക്കുകയും വിജന സ്ഥലത്തേക്ക് പിശാച് അവനെ കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇവിടെ റെജി ബ്രദർ പറയുന്നു, ഞാൻ ഉറങ്ങുമ്പോൾ ദേഹത്തുകൂടി ഇഴഞ്ഞു നടക്കുന്നു. ഓക്കെ ഈ ബ്രദർ പറയുന്നു, ശരി, ഞാൻ ഉറങ്ങുമ്പോൾ ദേഹത്തുകൂടി ഇഴഞ്ഞു നടക്കുന്നു. ഓക്കെ, ദാറ്റ് ഈസ് എ സ്നേക്ക് സ്പിരിറ്റ് ബ്രദർ, ദാറ്റ് ഈസ് എ സ്നേക്ക് സ്പിരിറ്റ്. ഹല്ലേലൂയ. യു നീഡ് ഡെലിവറൻസ് ബ്രദർ. ഹല്ലേലൂയ. ദയവേദി ശുശ്രൂഷകൾ തുടർന്ന് അറ്റൻഡ് ചെയ്താട്ടെ. നമ്മൾ അടുത്ത ശുശ്രൂഷകൾക്കകത്ത് നമ്മൾ ഒരു ഡെലിവറൻസ് സർവീസ് ചെയ്യുന്നുണ്ട്. ദയവേത് ആ ഡെലിവറൻസ് സർവീസ് അറ്റൻഡ് ചെയ്താട്ടെ. കർത്താവ് പൂർണ്ണമായിട്ടും ബ്രദറിനെ ഡെലിവർ ചെയ്യും. ഹല്ലേലൂയ. ശരീരത്തിനകത്ത് ശരിക്കും മൂവ്മെൻറ്റുകൾ, ഇപ്പം വയറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ മൂവ്മെൻറ്റ്സുകൾ ഫീൽ ചെയ്യുന്നത്, ദാറ്റ് ഈസ് എ സ്നേക്ക് സ്പിരിറ്റ്. ഓക്കെ, ദാറ്റ്സ് എ സ്നേക്ക് സ്പിരിറ്റ്. ഓൾറൈറ്റ്. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. യേശുവിൻ്റെ നാമത്തിൽ നമുക്കതിനെല്ലാം തന്നെ പുറത്ത് കളയാൻ പറ്റും. ഹല്ലേലൂയ. അപ്പം ഇവിടെ പറയുന്ന പലപ്പോഴും അശുദ്ധാത്മാവ് അവനെ പിടികൂടിയിരുന്നു. ചങ്ങലകളും കാൽവിലങ്ങുകളും കൊണ്ട് ബന്ധിച്ചാണ് അവനെ സൂക്ഷിച്ചിരുന്നത്. എന്നാൽ അവൻ അതെല്ലാം തകർക്കുകയും വിജന സ്ഥലത്തേക്ക് പിശാച് അവനെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുമായിരുന്നു. എന്നാണ് ആലോചിക്കുക, ചങ്ങല കൊണ്ട് പൂട്ടിയിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, ഹല്ലേലൂയ, വേർ ഈസ് ദിസ് പവർ കമ്മിങ് ഫ്രം? ഹല്ലേലൂയ. എവിടെയാണ് ഈ ശക്തി കടന്നു വരുന്നത്? ഹല്ലേലൂയ. ഇറ്റ് ഈസ് ദ ഡീമൺസ് ആർ ഗിവിങ് ദറ്റ് പവർ. ഹല്ലേലൂയ. അപ്പോൾ അവൻ അതെല്ലാം തകർക്കുകയും വിജന സ്ഥലത്തേക്ക് പിശാച് അവനെ കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു. അടുത്തത് 30-ാം വാക്യം പറയുന്നു, യേശു അവനോട് നിൻ്റെ പേര് എന്ത് എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. അപ്പോൾ അവൻ അതിന് വയറ്റിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നു. യെസ്, ഓൾ ദാറ്റ് ഈസ് ബ്രദർ ഈസ് some spiritual problem, brother. It's some spiritual problem. All right. ഓക്കെ. യേശു അവനോട് ചോദിച്ചു, നിൻ്റെ പേരെന്ത്? അപ്പോൾ അവൻ എന്താ പറയുന്നത്? ലെഗിയോൺ. അപ്പം ലെഗിയോൺ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? അല്ലെങ്കിൽ ലീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ലീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നമ്പറാണ് ശരിക്കും? 4000 മുതൽ 6000 നമ്പേഴ്സാണ് ശരിക്കും. പണ്ട് റോമ പട്ടാളത്തിനിടയ്ക്ക് അവരുടെ ആർമി, അതിന് ആർമിയെ ഓർഡറായിട്ട് ഇടാൻ വേണ്ടി ശരിക്കും പല ലീജിയൻസായിട്ട്, ഹല്ലേലൂയ, പല ലീജിയൻസായിട്ട് ആർമിയെ ഡിവൈഡ് ചെയ്യുമായിരുന്നു. അപ്പം അത് ചിലപ്പോൾ 4000 മുതൽ 6000 വരെയുള്ള
ആർമിയുടെ ഒരു സെക്ഷൻ, പിന്നെ അതുപോലുള്ള മറ്റൊരു സെക്ഷൻ, അങ്ങനെ പല പല സെക്ഷനുകളായിട്ട് അവരുടെ ആർമിയെ അവർ ശരിക്കും കാറ്റഗറൈസ് ചെയ്യുമായിരുന്നു. അപ്പം ലെഗിയോൺ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ലീജിയൻ എന്ന് പറയുമ്പോൾ 4000 മുതൽ 6000 വരെയുള്ള ഒരു നമ്പറാണ്. അപ്പോൾ അത്രയും ദുരാത്മാക്കൾ ആ മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് ഇരുന്നു. അപ്പോൾ 6 അടി പൊക്കമുള്ളൊരു മനുഷ്യൻ അല്ല, ആ മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് എത്രമാത്രം ദുരാത്മാക്കളാണ് ഇരിക്കുന്നത്? 6000-ഓളം ദുരാത്മാക്കളാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ദുരാത്മാക്കൾ ശരിക്കും നമ്മുടെ ശരീരത്തിൻ്റെയും ദേഹിയുടെയും മണ്ഡലത്തിനകത്ത് ഈ ദുരാത്മാക്കൾ ഇരിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം ശരിക്കും ആ പട്ടാളത്തെ തന്നെ പണ്ട് കാലങ്ങളിൽ ലീജിയൻ എന്ന് പറയുന്ന അതിനെ തന്നെ സബ് ക്ലാസിഫൈ ചെയ്തിരുന്നു. സെഞ്ചൂറിയൻസ്, നമുക്കറിയാം ശതാധിപൻ എന്ന് പറയുമ്പം 80 അല്ലെങ്കിൽ 100 പട്ടാളക്കാരുടെ ലീഡർ, അതിനെയാണ് ശരിക്കും സെഞ്ചൂറിയൻ എന്നൊക്കെ പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ സൈറ്റൻ്റെ കിങ്ഡത്തിനകത്തും ഇതേപോലെ തന്നെ ഒരു സ്ട്രക്ചറുണ്ട്. അപ്പം 6000 ദുരാത്മാക്കൾ ഇരിക്കുമ്പോൾ ആ 6000 ദുരാത്മാക്കൾ എന്ന് പറയുന്നത് പല കൂട്ടങ്ങളായിട്ടായിരിക്കും ഇരിക്കുന്നത്. അല്ല, അപ്പം 100 ദുരാത്മാക്കളുടെ ഒരു കൂട്ടം, 300 ദുരാത്മാക്കളുടെ വേറൊരു കൂട്ടം, 500 ദുരാത്മാക്കളുടെ വേറൊരു കൂട്ടം, അവർക്കെല്ലാം തന്നെ ഒരു ടീം ലീഡർ ഉണ്ടാകും, അവർക്കൊരു ഹെഡ് ഉണ്ടാവും. ഹല്ലേലൂയ. അപ്പം അങ്ങനെ വ്യത്യസ്ത കൂട്ടങ്ങളായിട്ട് ഒരു മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് ഷോൾഡറിൻ്റെ സൈഡിൽ, നടുവിൻ്റെ സൈഡിൽ, ഉദരത്തിനകത്ത്, കാലിൽ, ഹല്ലേലൂയ, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ അസോസിയേറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു ബോഗി, ഒരു ട്രെയിനിൻ്റെ ബോഗി പോലാണ്. ഒരു ബോഗിക്കകത്ത് നമുക്ക് എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും? 100, 150 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ശരീരം. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ വസിക്കുന്നു, പക്ഷേ നമ്മുടെ ദേഹിയും നമ്മുടെ ശരീരവും ഒരു കമ്പാർട്ട്മെൻറ്റ് പോലെയാണ്. അവിടെ ശരിക്കും അനേകം ദുരാത്മാക്കൾക്ക് ഇരിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. എന്തെന്നാൽ അനേകം പിശാചുക്കൾ അവനിൽ പ്രവേശിച്ചിരുന്നു. പാതാളത്തിലേക്ക് പോകാൻ തങ്ങളോട് കൽപ്പിക്കരുതെന്ന് ആ പിശാചുക്കൾ അവനോട് യാചിച്ചു. വലിയ ഒരു പന്നിക്കൂട്ടം കുന്നിൻമുറത്ത് പെയ്യുന്നുണ്ടായിരുന്നു. ആ പന്നികളിലേക്ക് ആവേശിക്കാൻ തങ്ങളെ അനുവദിക്കണമെന്ന് പിശാചുക്കൾ അപേക്ഷിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഡിമോണിക് സ്പിരിറ്റുകൾ ദേ ആർ ഓൾവേസ് ലുക്കിംഗ് ഫോർ എ ബോഡി. അവർ ഒരു ശരീരത്തിന് വേണ്ടി എപ്പോഴും കൊതിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ശരിക്കും ഒരു ഡിമോണിക് സ്പിരിറ്റ് എപ്പോഴും അവരൊരു ശരീരത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ടേയിരിക്കുന്നു. ദേ ഓൾവേസ് ലുക്കിംഗ് ഫോർ എ ബോഡി. ദേ ആർ ലുക്കിംഗ് ഫോർ എ ഹ്യൂമൻ ബോഡി. ഒരു മനുഷ്യ ശരീരത്തിന് വേണ്ടിയാണ് ശരിക്കും അവർ എപ്പോഴും കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞു ഡീമൺസ് ആരാണ് ശരിക്കും ഈ ഡീമൺസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞ പ്രാവശ്യം തന്നിരുന്നു. ഞാൻ പറഞ്ഞു 2 തിയോളജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ശരിക്കും ഡീമൺസ് ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് നിലനിൽക്കുന്ന 2 തിയോളജിയാണ്. ഒന്ന് ശരിക്കും സ്വർഗത്തിൽ നിന്നും സാത്താനെയും അവൻ്റെ ദൂതന്മാരെയും ദൈവം പുറത്താക്കുമ്പോൾ ലോവർ കാറ്റഗറിയിലുള്ള ഏഞ്ചൽസ് ഒത്തിരി ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. പ്രിൻസിപ്പാലിറ്റീസ്, പവേഴ്സ്, റൂളേഴ്സ് ഓഫ് ഡാർക്ക്നെസ്, സ്പിരിച്വൽ ഹോസ്റ്റ് ഓഫ് വിക്കഡ്നെസ്. അതിന് താഴെ അടുത്ത ഒരു റാങ്കിലുള്ള ഏഞ്ചൽസ്, അതിന് താഴെ ഒരു കൂട്ടം ഏഞ്ചൽസ്, അങ്ങനെ പല ക്ലാസസ് അല്ലെങ്കിൽ പല റാങ്കിലുള്ള ഏഞ്ചൽസ് ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ശരിക്കും ടോപ്പ് ലെയറിലുള്ള ഏഞ്ചൽസ് അവരെ ദൈവം സ്വർഗത്തിൽ നിന്ന് കാസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ അവരവരുടെ സെലിസ്റ്റിയൽ ബോഡി, അവരുടെ ആ സ്പിരിച്വൽ ബോഡി മെയിൻറ്റെയിൻ ചെയ്തു. ഹല്ലേലൂയ. പക്ഷേ ലോവർ റാങ്കിങ്ങിലുള്ള ഏഞ്ചൽസ്, ഹല്ലേലൂയ, പുറത്താക്കപ്പെട്ട സാത്താൻ്റെ ദൂതന്മാർ, അവരുടെ ബോഡി കറപ്റ്റഡ് ആയിപ്പോയി. ഹല്ലേലൂയ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സംഭവം തന്നെയാണ്, ശരിക്കും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കറപ്റ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട്, അവരുടെ സെലിസ്റ്റിയൽ ബോഡി കറപ്റ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് ദേ നീഡ് എ ബോഡി. അപ്പോൾ അവരുടെ ആ ദുരാത്മാക്കൾക്കൊരു ആശ്വാസം ലഭിക്കുന്നത് ഒരു ശരീരത്തിനകത്ത് പ്രവേശിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് ശരിക്കും ഒരു തിയോളജി ഉള്ളത്. മറ്റൊരു തിയോളജി ഉള്ളത് ശരിക്കും പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും സൺസ് ഓഫ് ഗോഡ്, അല്ല ദൈവപുത്രന്മാർ മനുഷ്യപുത്രിമാരുമായി ചേർന്ന് നെഫിലിംസ് അല്ലെങ്കിൽ ജൈൻസ് ഉണ്ടായി. ഹല്ലേലൂയ. അപ്പോൾ ആ ജൈൻസ് ഉണ്ടായതുകൊണ്ടും ഭൂമി മുഴുവൻ എന്ത് ചെയ്യുന്നത് ഈ ജൈൻസിനെ കൊണ്ട് ശരിക്കും ഓക്കെ നല്ലതുപോലെ പ്രാർത്ഥിച്ചാൽ ഇവ പുറത്തു പോകുമോ? എന്താണ് ഇതിനൊരു പോംവഴി? ഹല്ലേലൂയ. പോംവഴിയാണ് ബ്രദർ നമ്മൾ പറഞ്ഞു വരുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ഈ ദുരാത്മാക്കൾ പോകണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. അതിനാണ് ശരിക്കും നമ്മളൊരു ഡെലിവറൻസ് സർവീസിലൂടെ പോകേണ്ടതിൻ്റെ ആവശ്യകത. ഓക്കെ, നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ദയവ് ചെയ്ത് ലിജിൻ ബ്രദർ വരുന്ന സർവീസുകളിൽ അറ്റൻഡ് ചെയ്താട്ടെ. നമ്മൾ സൂം മീറ്റിങ്ങിനകത്ത് ഡെലിവറൻസ് സർവീസ് ചെയ്യുന്നു. ജനറേഷണൽ ഗേറ്റ് വേസ് നമ്മൾ കട്ട് ചെയ്തുള്ള പ്രാർത്ഥനയുണ്ട്. ദയവ് ചെയ്ത് എൻ്റെ ഈ ശുശ്രൂഷകൾ തുടർമാനമായിട്ട് വാച്ച് ചെയ്താട്ടെ. നമ്മളത് ചെയ്യുന്നു അടുത്ത ആഴ്ചകളിൽ. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നത് രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ ഈ നെഫ്ലിംസ് അല്ലെങ്കിൽ ജൈൻസ്, അപ്പോൾ ആ ജൈൻസ് ഈ ഭൂമി മുഴുവൻ നിറഞ്ഞ സമയത്താണ് ശരിക്കും
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ജീസസ്. അപ്പം ഭൂമി മുഴുവൻ നിറഞ്ഞ സമയത്താണ് കർത്താവ് ഫ്ലഡ് അയക്കുന്നത്. നോഹയുടെ സമയത്ത് വെള്ളപ്പൊക്കം അയച്ച് ഭൂമിയെ മുഴുവൻ ക്ലിയർ ചെയ്യാനുള്ള ഒരു കാരണം ഭൂമി മുഴുവൻ ജൈൻസിനെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഹല്ലേലൂയ, നെഫിലിംസിനെ കൊണ്ട് നിറഞ്ഞിരുന്നു. അപ്പോൾ അവർ മനുഷ്യരെ തിന്നാൻ തുടങ്ങി. അല്ലല്ലേ, ഈ ഭൂമിയിലുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളെല്ലാം തന്നെ അവർ തിന്നു തീർത്തതുകൊണ്ട്. കാരണം ഒരു ജൈൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ 30-35 അടി ഉള്ള മനുഷ്യരാണ് ശരിക്കും. അപ്പോൾ അവർ ശരിക്കും ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ കൂടുതൽ കൺസ്യൂം ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് ഭൂമി മുഴുവൻ എന്ത് ചെയ്തു, ശരിക്കും ദെർ വാസ് എ ഷോർട്ടേജ് ഓഫ് ഫുഡ്. അപ്പം ഭക്ഷണപദാർത്ഥങ്ങൾക്ക് ശരിക്കും ഷോർട്ടേജ് വന്നപ്പോൾ ദേ സ്റ്റാർട്ടഡ് ടു ഈറ്റ് ഹ്യൂമൻസ്, മനുഷ്യരെ തിന്നാൻ തുടങ്ങി. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു, ഇറ്റ് ഹാസ് ടു സ്റ്റോപ്പ്. കർത്താവിൻ്റെ പ്രൊജക്റ്റ് കണ്ടിന്യൂ ചെയ്യണമല്ലോ. അപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്തു, ഹി സെൻഡ് എ ഫ്ലഡ് ആൻഡ് ക്ലെൻസ്ഡ് ദ എർത്ത്. ഭൂമിയെ എന്ത് ചെയ്തു, ക്ലെൻസ് ചെയ്തു. അപ്പോൾ അതിനകത്ത് നോഹ മാത്രമേ ഉള്ളൂ വിശ്വസ്തനായിട്ടുള്ള, ദൈവത്തോട് നീതി പുലർത്തുന്ന അല്ലെങ്കിൽ നീതിയോടെ ജീവിച്ച ഒരു വ്യക്തി നോഹ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ നോഹയുടെ തലമുറയെ കർത്താവ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തു. എന്തിനാണ്, ശരിക്കും ദൈവത്തിൻ്റെ ആ പ്രൊജക്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി. ദൈവം ആദത്തിൽ തുടങ്ങിയ ഒരു പ്രൊജക്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പം ദൈവദൂതന്മാരും മനുഷ്യ സ്ത്രീകളും തമ്മിൽ മിക്സ് ചെയ്തുണ്ടായ ജൈൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ജൈൻസ് ആ വെള്ളപ്പൊക്കത്തിനകത്ത് അവർ മരിച്ചു പോയല്ലോ. അവർ വെള്ളപ്പൊക്കം മൂലം മരിച്ചു പോയല്ലോ. അപ്പം അവരുടെ ശരീരം മരിച്ചപ്പോൾ അവരുടെ ആത്മാവ് എങ്ങോട്ട് പോയി? ഹല്ലേലൂയ. അപ്പോൾ അവരുടെ ആത്മാവിന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കത്തില്ല. കാരണം സ്വർഗം ഇത് ക്രോസ് ബ്രീഡാണ്. അതായത് ദൈവദൂതന്മാരുടെയും മനുഷ്യ വ്യക്തികളുടെയും ക്രോസ് ബ്രീഡാണ് ശരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്പിരിറ്റിന് സ്വർഗത്തിൽ എൻ്റർ ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ആ സ്പിരിറ്റിന് ശരിക്കും പാതാളത്തിലും റിലീസ് ചെയ്യാനും പറ്റത്തില്ല. സോ ദ സെക്കൻഡ് തിയോളജി ഈസ് സെയിങ് ദാറ്റ് ആ സ്പിരിറ്റുകൾ ഈ ഭൂമിയിൽ ദൈവം എന്ത് ചെയ്തു, അവസാന ജഡ്ജ്മെൻറ്റ് വരെ അലൗ ചെയ്തിരിക്കുന്നു. അതാണ് ശരിക്കും ഡിമോണിക് സ്പിരിറ്റ് എന്നാണ് ശരിക്കും മറ്റൊരു തിയോളജി. അപ്പോൾ 2 തിയോളജി ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ശരിക്കും ഒന്നാമത്തെ തിയോളജി എന്താണ്, ശരിക്കും സാത്താൻ്റെ കൂടെ വീണ ദൂതന്മാരിലെ ലോവർ റാങ്കിങ് ആയിട്ടുള്ള ഏഞ്ചൽസ്, അവരുടെ ശരീരം ആ വീഴ്ചയ്ക്കകത്ത് ദൈവം അവരുടെ ശരീരത്തിനകത്തുനിന്ന് ലൈറ്റിനെ എടുക്കുമ്പോൾ അവരുടെ ശരീരം കറപ്റ്റഡ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും ദേ ആർ ലുക്കിംഗ് ഫോർ എ ബോഡി. രണ്ടാമത്തെ ഒരു തിയോളജി എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ശരിക്കും ഈ നെഫിലിംസ് അല്ലെങ്കിൽ ജൈൻസ്. അപ്പോൾ അവരെ ഫ്ലഡിലൂടെ അവർ തീർന്നപ്പോൾ അവരുടെ ആത്മാവ് ഈ ഭൂമിയിലേക്ക് റിലീസ് ചെയ്യപ്പെട്ടു. ദേ ആർ ഓൾസോ ലുക്കിംഗ് ഫോർ എ ബോഡി. കാരണം അവർക്ക് നേരത്തെ ഒരു ശരീരം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇതിൽ ഏതാ ശരി ഏതാ തെറ്റ് എന്നുള്ളത് ശരിക്കും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ വറിയിടാവേണ്ട കാര്യമില്ല. ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് വി ഹാവ് അതോറിറ്റി ഓവർ ഡീമൻസ്. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 10:19 എന്താ പറയുന്നത്, ശരിക്കും പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ എനിക്ക് നിങ്ങൾക്കും യേശു കർത്താവ് അധികാരം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് എവിടെയൊക്കെ പോയി അവിടെല്ലാം ഡീമൻസിനെ എന്ത് ചെയ്തു, പുറത്താക്കി. അല്ല, അതേ അധികാരവും ശക്തിയുമാണ് എനിക്ക് നിങ്ങൾക്കും നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഡീമൻസ്, വാട്ട് എവർ ദ തിയോളജി ഈസ് കറക്റ്റ്, ഏത് തിയോളജിയാണ് കറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് വി ആർ നോട്ട് മച്ച് കൺസേൺഡ് അബൌട്ട് ഇറ്റ്. വി ഹാവ് അതോറിറ്റി ടു ഡിസ്ട്രോയ് ദെയർ കിങ്ഡം, to destroy them and to cast them out in the name of Jesus. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ആ സ്പിരിറ്റുകളെ ബന്ധിച്ചു ബഹിഷ്കരിക്കാനും ഹല്ലേലൂയ അവരെ ഡിസ്ട്രോയ് ചെയ്യാനും നമുക്ക് അധികാരമുണ്ട്, നമുക്ക് ശക്തിയുണ്ട്. കാരണം അവരുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ തകർക്കുക എന്നുള്ളതാണ് ശരിക്കും. ഹല്ലേലൂയ. അവർ മനുഷ്യനെ നോക്കുമ്പോൾ ഇപ്പോൾ ആ സ്പിരിറ്റുകൾ സാത്താൻ്റെ അധീനതയിലാണ് ശരിക്കും. അല്ലേ, ഇപ്പോൾ ഈവൻ ആ നെഫിലിംസ് തന്നെ റിലീസ് ചെയ്യപ്പെട്ട ദുരാത്മാക്കളാണല്ലോ. ഹല്ലേലൂയ. സോ ദേ ആർ കൺട്രോൾഡ് ബൈ സൈറ്റൻ. അവർ സാത്താൻ്റെ ശുശ്രൂഷകരാണിപ്പോൾ. ഹല്ലേലൂയ. അപ്പോൾ ഈ ഡിമോണിക് സ്പിരിറ്റുകൾ ഒരു മനുഷ്യനെ നോക്കുമ്പോൾ യോഹന്നാൻ 10:10 പറയുന്ന പോലെ കൊല്ലാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനും. ദാറ്റ്സ് ദെയർ പ്രൈമറി എയിം. ഇത് നമ്മൾ ഒത്തിരി പ്രാവശ്യം സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, അവർ പന്നികളിൽ ആവേശിക്കാൻ തങ്ങളെ അനുവദിക്കണമെന്ന് പിശാചുക്കൾ അപേക്ഷിച്ചു. അതിന് കാരണം എന്താണ്, ശരിക്കും ദേ ആർ ലുക്കിംഗ് ഫോർ എ ബോഡി. അപ്പോൾ യേശു എന്ത് ചെയ്തു, അനുവദിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണെന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. ഈവൻ ദുരാത്മാക്കളോട് പോലും കർത്താവ് എന്ത് ചെയ്യുന്നു, കരുണ കാണിക്കുന്നു. അവരുടെ റിക്വസ്റ്റിനെ പോലും കർത്താവ് അംഗീകരിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഓ ജീസസ് ഈസ് സോ ഗ്രേറ്റ്. ഹല്ലേലൂയ. പറഞ്ഞു നമ്മുടെ കർത്താവ് എന്താണ്, എക്സോഡസ് 34:6 പറയുന്നത്, ഹീസ് എ മെർസിഫുൾ ഗാഡ്, ഹീസ് എ ഗ്രേഷ്യസ് ഗാഡ്, ഹീസ് ഗുഡ് ഇൻ അബൗണ്ടിങ് ഇൻ ഗുഡ്നസ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു, അവരെ ആ പന്നിക്കൂട്ടങ്ങളിലേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചു. അപ്പോൾ പന്നികൾ കിഴക്കാൻ തൂക്കായ തീരത്തിലൂടെ തടാകത്തിലേക്ക് പാഞ്ഞു ചെന്ന് മുങ്ങിച്ചത്തു. പന്നികളെ മേയിച്ചുകൊണ്ടിരുന്നവർ ഈ സംഭവം കണ്ട് ഓടിച്ചെന്ന് പട്ടണത്തിലും ഗ്രാമപ്രദേശങ്ങളിലും വിവരം അറിയിച്ചു. ഓക്കെ, ഒരു കാര്യം കൂടെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സംഭവിച്ചതെന്തെന്ന് കാണാൻ ജനങ്ങൾ പുറപ്പെട്ട് യേശുവിൻ്റെ അടുത്ത് വന്നു. ഓക്കെ, പിശാചു ബാധയിൽ നിന്ന് വിമോചിതനായ ആ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ യേശുവിൻ്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ട് അവർക്ക് ഭയമായി. ശ്രദ്ധിക്കണം, അടുത്ത വാക്യം ശ്രദ്ധിക്കണം. ഓക്കെ, പിശാചു ബാധിതൻ എങ്ങനെ സുഖപ്പെട്ടു എന്ന് ആളുകൾ
അവരെ അറിയിച്ചു. തങ്ങളെ വിട്ടുപോകണമെന്ന് ഗെരസേനരുടെ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളെല്ലാം അവനോട് അപേക്ഷിച്ചു. അതിനുള്ള കാരണം എന്താണ് ശരിക്കും? കാരണം അവർ വളരെയേറെ ഭയന്നിരുന്നു. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഇതാണ് ശരിക്കും സ്പിരിറ്റ് ഓഫ് റീറ്റാലിയേഷൻ. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവ് ഈ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് ഒരു ലീജിയൻ ഓഫ് സ്പിരിറ്റ്, 16,000 സ്പിരിറ്റുകളെ പന്നിക്കൂട്ടങ്ങളിലേക്ക് പ്രവേശിപ്പിച്ച് ആ മകനെ സ്വതന്ത്രനാക്കിയപ്പോൾ എന്ത് ചെയ്തു? സാത്താൻ്റെ കിങ്ഡം എന്ത് ചെയ്തു? അവിടെ ചുറ്റുമുള്ള വ്യക്തികളെ ഉപയോഗിച്ച് യേശുവിനെ അവിടെ നിന്ന് എന്ത് ചെയ്യുവാണ്? ശരിക്കും അവിടെ നിന്ന് മാറ്റുകയാണ്. അതാണ് സ്പിരിറ്റ് ഓഫ് ഫിയർ. ഹല്ലേലൂയ. ഞാൻ ഭയത്തിൻ്റെ ദുരാത്മാക്കളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. കാരണം അവർ വളരെയേറെ ഭയന്നിരുന്നു. അപ്പോൾ അവരുടെ ഉള്ളിൽ ആ ഭയം ജനിപ്പിച്ചത് ആരാണ്? ശരിക്കും സാത്താനാണ്. കാരണം എങ്ങനെയെങ്കിലും യേശു കർത്താവിനെ ആ സ്ഥലത്തുനിന്ന് ഓടിക്കണം. ഹല്ലേലൂയ. കാരണം അവൻ്റെ കിങ്ഡം തകരുവാണ്. സാത്താൻ്റെ കിങ്ഡം അവിടെ വെളിപ്പെടുകയാണ്. അവൻ്റെ കിങ്ഡം പവർലെസ് ആണെന്ന് അവിടെ മനസ്സിലാവുകയാണ് ശരിക്കും. ഹല്ലേലൂയ. സാത്താൻ്റെ കിങ്ഡത്തിൻ്റെ അവൻ പ്രൊജക്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന അവൻ്റെ എല്ലാ കള്ളത്തരങ്ങളും മണ്ടത്തരങ്ങളും പൊളിഞ്ഞു വീഴുകയാണ്. ഇവിടെ യേശു എന്ന ദൈവപുത്രൻ വന്നിട്ട് പുറത്തു പോകാൻ കൽപ്പിക്കുമ്പോൾ ആ ദുരാത്മാക്കൾ യേശുവിനെ അനുസരിച്ച് പുറത്തു പോകുമ്പോൾ സാത്താൻ്റെ കിങ്ഡം തകരുകയാണ്. അവന് നാണക്കേടുണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ചുറ്റുമുള്ള ആൾക്കാരിൽ എന്ത് ചെയ്തു? ഭയത്തെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ഭയത്തെ സൃഷ്ടിച്ചിട്ട് അവരിലൂടെ യേശുവിനെ എന്ത് ചെയ്യുക? അവിടുന്ന് ഓടിക്കുകയാണ് യേശു കർത്താവിനെ. ഹല്ലേലൂയ. അവർ വളരെ ഭയപ്പെട്ടിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? അവർ അവനോട് അപേക്ഷിച്ചതുകൊണ്ട് യേശു എന്ത് ചെയ്തു? അവൻ വഞ്ചിയിൽ കയറി മടങ്ങിപ്പോന്നു. ഹല്ലേലൂയ. അപ്പോൾ ശരിക്കും എപ്പോഴും ഓർക്കണം, നമ്മളൊരു ആത്മീയ മേഖലയ്ക്കകത്ത് നമ്മൾ പിശാചുക്കളുമായിട്ട് എതിരിടുമ്പോൾ ഹല്ലേലൂയ, there will be always a retaliation. ഓക്കെ, റീറ്റാലിയേഷൻ ഉണ്ടാകും. അതായത് തിരിച്ച് സാത്താൻ്റെ കിങ്ഡം. ഞാൻ എപ്പോഴും പറയും, നമ്മളൊരു സാത്താനെ ദുരാത്മാവിനെ ബന്ധിച്ച് ബഹിഷ്കരിക്കാൻ വരുമ്പോൾ എന്നെ ബഹിഷ്കരിച്ചോ എന്നെ ബന്ധിച്ചോ എന്ന് പറഞ്ഞ് ഈവൻ ഇൻ ദ ലാസ്റ്റ് ഇഞ്ച് ദേ ഫൈറ്റ്. ഹല്ലേലൂയ. ഓ ലോർഡ് ജീസസ്, ഹോളി ആൻഡ് വണ്ടർഫുൾ ജീസസ്. ഈവൻ ദ ലാസ്റ്റ് സെക്കൻഡ് വെരി ഡിഫിക്കൽട്ട് അവരങ്ങനെ എഗ്രി ചെയ്ത് പുറത്തു പോകത്തില്ല. ഹല്ലേലൂയ. ഭയങ്കര ദേ ആർ വെരി റിബലിയസ് സ്പിരിറ്റ്സ്. ഹല്ലേലൂയ. വളരെ റിബലിയസ് ആയിട്ടുള്ള സ്പിരിറ്റാണ് ശരിക്കും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഒരു ആത്മീയ മണ്ഡലത്തിനകത്ത് നമ്മൾ പിശാചിൻ്റെ ദുരാത്മാക്കളെ എതിർക്കാൻ ചെല്ലുമ്പോൾ ഹല്ലേലൂയ, ദേ വിൽ നോട്ട് ജസ്റ്റ് ലീവ് ലൈക്ക് ദാറ്റ്. ഹല്ലേലൂയ. സോ ദേ വിൽ റീറ്റാലിയേറ്റ്. നമുക്കറിയാം, ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം ഇസ്രായേലും ഗാസയും അല്ലെങ്കിൽ ഹമാസും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പം ഇസ്രായേലിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട് ശരിക്കും. ഇസ്രായേലിൻ്റെ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാസയിൽ നിന്ന് അല്ലെങ്കിൽ ഹമാസ് ഏത് സ്ഥലത്തു നിന്നാണോ ഒരു മിസൈൽ അയക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഇസ്രായേലിൽ ഒരു സിസ്റ്റം ഉണ്ട്, ഒരു മിസൈൽ സെൻഡിങ് സിസ്റ്റം ഉണ്ട്, മിസൈൽ അയക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. എവിടെ നിന്നാണോ ആ മിസൈൽ വന്നത് ആ വന്ന സ്ഥലത്തേക്ക് തിരിച്ചൊരു മിസൈൽ അയക്കും. അത് മനുഷ്യരല്ല ചെയ്യുന്നത്, അത് ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചേക്കാണ്, ഒരു മെഷീൻ വെച്ചാണ് ചെയ്തേക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ഗാസയിൽ നിന്നോ അല്ലെങ്കിൽ പാലസ്തീൻ്റെ ഒരു സൈഡിൽ നിന്ന് ഏത് സ്ഥലത്തു നിന്നാണോ ഒരു മിസൈൽ വരുന്നത് അപ്പം തന്നെ ഇവരുടെ ഒരു സിസ്റ്റം ഉണ്ട് ശരിക്കും. ആ സിസ്റ്റം എന്ത് ചെയ്യും? ഏത് സ്ഥലത്തു നിന്നാണ് ആ മിസൈൽ വരുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അയൺ ഡോം എന്ന് പറയുന്നത് ശരിക്കും മിസൈലിനെ തകർക്കുന്ന സിസ്റ്റമാണല്ലോ, ആകാശത്ത് വെച്ച് തകർക്കുവാണല്ലോ. ഇത് അയൺ ഡോം അല്ല, ഇത് മറ്റൊരു സിസ്റ്റമാണ് അവരുടെ. എവിടെ നിന്നാണോ ഒരു മിസൈൽ വരുന്നത് ഓട്ടോമാറ്റിക്കായിട്ട്, മനുഷ്യരല്ല അത് സെൻഡ് ചെയ്യുന്നത്, അത് മെഷീൻസാണ് സെൻഡ് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് ആ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് തിരിച്ചൊരു മിസൈൽ അങ്ങോട്ട്. അതിനെയാണ് റീറ്റാലിയേഷൻ. അവിടെ നിന്ന് ഒരു ആക്രമണം വന്നു തിരിച്ചവനെ ആക്രമിക്കും. അപ്പോൾ അതുപോലെ തന്നെ ശരിക്കും നമ്മൾ സൈറ്റനിക് സ്പിരിറ്റുകളോട് എൻകൗണ്ടർ ചെയ്യുമ്പോൾ there will be retaliation. There can be spirits come and attack us. Hallelujah. So we have to also deal the retaliating spirit. റീറ്റാലിയേറ്റ് ചെയ്യുന്ന സ്പിരിറ്റുകളെയും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബന്ധിച്ച് ബഹിഷ്കരിക്കണം, അവരെ ഓൾസോ റെസിസ്റ്റ് ചെയ്യണം. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും ഒരു ഡെലിവറൻസ് സർവീസ് കഴിഞ്ഞുള്ള സമയത്ത് വി ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ. അല്ലേ, എസ്പെഷ്യലി അങ്ങനത്തെ ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിൽ ഹല്ലേലൂയ, യു ഹാവ് ടു ബി കെയർഫുൾ. ഇൻ ദ സെൻസ് ഈസ് ലൈക്ക് യു ഹാവ് ടു ബി അവെയർ ദോസ് സ്പിരിറ്റ്സ് മേക്ക് എന്ന് പറഞ്ഞാൽ അവൻ്റെ കിങ്ഡത്തിൻ്റെ സൈഡിൽ നിന്ന് ശരിക്കും ഒരു റീറ്റാലിയേഷൻ വിടാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കകത്താണെങ്കിൽ നത്തിങ് വിൽ ഹാപ്പൻ. ഓൾറൈറ്റ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ശരിക്കും നമ്മൾ കേഴ്സിനെ കുറിച്ച് സംസാരിച്ച് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്നു. ഹല്ലേലൂയ. ഹോപ്പ്ഫുള്ളി ഐ ബിലീവ് ദാറ്റ് ദിസ് ഓൾ ഹെൽപ്പിംഗ് യു. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ നിങ്ങൾക്കത് സാധിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആ കേഴ്സിൻ്റെ ഇതുമായിട്ട് കണ്ടിന്യൂ ആണ്. ജനറേഷണൽ കേഴ്സസ്, ഹൗ എ കേഴ്സ് സ്റ്റാർട്ട്സ്, എങ്ങനെയാണ് ഒരു ശാപം തുടങ്ങുന്നത്. ഹല്ലേലൂയ. Proverbs chapter 26 verse 2.
ഹല്ലേലൂയ. സുഭാഷിതങ്ങൾ 26 അധ്യായത്തിൻ്റെ 2 വാക്യം, പ്രോവർബ്സ് 26:2. അവിടെ നമുക്ക് ശരിക്കും ഒരു കേഴ്സ് എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് പറയുന്നു. സോ എ കേഴ്സ് വിത്തൗട്ട് എ കോസ് ഷാൽ നോട്ട് എലൈറ്റ്. അപ്പോൾ ഒരു കേഴ്സ് ഒരു വ്യക്തിയുടെ ലൈഫിനകത്ത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകണം. അല്ലെങ്കിൽ ഒരു കാരണം കൂടാതെ ഒരു കേഴ്സ് ഒരിക്കലും ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് വരത്തില്ല. അല്ലെങ്കിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത വ്യക്തികളുണ്ടെങ്കിൽ ദയവേത് ശുശ്രൂഷകൾ ഷെയർ ചെയ്ത് സഹായിച്ചാട്ടെ. മറ്റുള്ള വ്യക്തികൾക്കും കൂടെ ഇത് അനുഗ്രഹമാകും. അനേകം കാര്യങ്ങൾ ആത്മീയമായിട്ട് പഠിക്കുവാൻ അത് കാരണമാകും. നിങ്ങൾക്കറിയാവുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മകൾ, വാട്സാപ്പ് കൂട്ടായ്മകളിലൊക്കെ പ്ലീസ് ഷെയർ ഇറ്റ്. ഇറ്റ് വിൽ ഹെൽപ്പ് മെനി പീപ്പിൾ. ഓൾറൈറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനേകം പേര് സംസാരിക്കത്തില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ജനറേഷണൽ കേഴ്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് തന്നെ കേരളത്തിൽ ആരാ സംസാരിക്കുന്നത്? ഇറ്റ്സ് എ റിയൽ പ്രോബ്ലം. ഹല്ലേലൂയ. ബിലീവേഴ്സിനുള്ള ഒരു റിയൽ പ്രോബ്ലമാണ്. ആരാണ് ഇത് സംസാരിക്കുന്നത്? നോബഡി ഈസ് ടീച്ചിങ്. ആരും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും തയ്യാറല്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശരിക്കും പാസ്റ്റർ M.A. വർഗീസ് സാർ മാത്രമാണ് ശരിക്കും ഇതിനകത്ത് പരസ്യമായിട്ട് സംസാരിക്കുന്ന ഒരാൾ. ബാക്കി ആരും ഈ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. കാരണം ഈ വിഷയം സംസാരിക്കുമ്പോൾ തന്നെ സാത്താൻ്റെ രഹസ്യങ്ങളാണ് വെളിപ്പെട്ട് വരുന്നത്. ഹല്ലേലൂയ. സാത്താൻ്റെ രഹസ്യങ്ങൾ, സാത്താൻ്റെ ഒരു പവർ ഇരിക്കുന്നത് അവൻ്റെ രഹസ്യത്തിനകത്താണ്, അവൻ്റെ ഹൈഡിങ് സീക്രട്സ്. ഹല്ലേലൂയ. അപ്പോൾ അത് വെളിപ്പെടുത്തുന്നത് അവന് ഇഷ്ടമില്ല, സാത്താൻ ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ജനറേഷണൽ ഗേറ്റ് വേസ് അതെന്തൊക്കെയാണ്, അതിനകത്ത് എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ there will be always a spiritual realm coming against us. Hallelujah. But we have the grace of God, we have the power of the name of Jesus, we have the blood of Christ, and we are going to destroy his kingdom. Hallelujah. And to overcome him. Hallelujah. For the glory of the name of Jesus. Amen. അപ്പോൾ ശരിക്കും Proverbs chapter 26 verse 2. അപ്പോൾ അതിനകത്ത് പറയുന്നത്, എ കേഴ്സ് വിത്തൗട്ട് എ കോസ് ഷാൽ നോട്ട് എലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേഴ്സ്, ഒരു ശാപം ഒരു വ്യക്തിയുടെ ലൈഫിനകത്ത് തുടങ്ങണമെങ്കിൽ അതിനൊരു കാരണമുണ്ടാകണം. ഒരു കാരണം കൂടാതെ ഒന്നും സ്റ്റാർട്ട് ചെയ്യത്തില്ല. അപ്പോൾ എന്താണ് പ്രധാനമായിട്ടുള്ള കാരണം? അത് ജെറമിയയുടെ പുസ്തകം അതിൻ്റെ 17 അധ്യായത്തിൻ്റെ 5 വാക്യത്തിനകത്ത് അതിൻ്റെ കാരണം പറയുന്നുണ്ട്. ശരിക്കും അതിൻ്റെ കാരണം എന്താണ്? ശരിക്കും അവിടെ പറയുന്നു, ജെറമിയയുടെ പുസ്തകം 17 അധ്യായത്തിൻ്റെ 5 വാക്യം, കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അല്ലെങ്കിൽ 3 കാര്യങ്ങൾ. മനുഷ്യനെ ആശ്രയിക്കുകയും, അപ്പം മനുഷ്യനെ ആശ്രയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ നിർമ്മിതമായ വിഗ്രഹങ്ങളെ ആശ്രയിക്കുക, അല്ലെങ്കിൽ മനുഷ്യരായ മന്ത്രവാദികളെ ആശ്രയിക്കുക, കൈനോട്ടക്കാരെ ആശ്രയിക്കുക, കണിയാന്മാരെ ആശ്രയിക്കുക. ഹല്ലേലൂയ. മനുഷ്യനെ ആശ്രയിക്കുക, അല്ലെങ്കിൽ സ്വയത്തെ തന്നെ ആശ്രയിക്കുക. ഹല്ലേലൂയ. അപ്പം മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും, അത് ശരീരത്തിന് ശക്തി ഉള്ളതുകൊണ്ട് ബലഹീനരായവരെ പീഡിപ്പിക്കുക, സ്ത്രീകളെ റേപ്പ് ചെയ്യുക, കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുക, അബോർഷൻ ചെയ്യുക. ഹല്ലേലൂയ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ, അവൻ്റെ മേൽ എന്തുണ്ട്? ഒരു കേഴ്സുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അവൻ്റെ ജീവിതം എങ്ങനെയാണ്? ശരിക്കും അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്. മരുഭൂമിയിൽ നിൽക്കുന്ന കുറ്റിച്ചെടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹല്ലേലൂയ. മരുഭൂമിയിൽ നിൽക്കുന്ന കുറ്റിച്ചെടി കണ്ടിട്ടുണ്ടോ? ആ ചെടി എന്താ? എപ്പോഴും ഉണങ്ങിയേ ഇരിക്കത്തുള്ളൂ. കാരണം അതിന് ചുറ്റും എന്താണ്? ശരിക്കും മരുഭൂമിയാണ്, വെള്ളമില്ല. ഹല്ലേലൂയ. വെള്ളമില്ലാത്ത ഒരു മരുഭൂമിയിൽ നിൽക്കുന്ന ഒരു ചെടി അതുപോലെയാണ് എന്ത്? ശരിക്കും കർത്താവിൽ നിന്ന് ശപിക്കപ്പെട്ടവൻ്റെ ഒരു ജീവിതം അങ്ങനെയായിരിക്കും. അവന് ഋതുഭേദം ഉണ്ടാവുകയില്ല. മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു നിലത്ത് അവൻ വസിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് ഒരു കേഴ്സ് വരണമെങ്കിൽ അതിനൊരു കാരണമുണ്ടാകണം. അതിന് മെയിനായിട്ടുള്ള 2 കാരണങ്ങൾ എന്താണ്? ശരിക്കും മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്യും. അപ്പം മനുഷ്യനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവി അറിയാൻ വേണ്ടി കണിയാനെ കാണുക, ഹല്ലേലൂയ, കൈനോട്ടക്കാരെ കാണുക, മനുഷ്യനിർമ്മിതമായ വിഗ്രഹങ്ങളുടെ മുമ്പിൽ നിൽക്കുക, മനുഷ്യനിർമ്മിതമായ വിഗ്രഹങ്ങൾക്ക് പൂജയർപ്പിക്കുക, അല്ല വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുക. അല്ലേ? അപ്പം മനുഷ്യനെ ആശ്രയിക്കുകയും, രണ്ടാമതാണ് ശരിക്കും ശരീരശക്തിയെ അവലംബമാക്കും. സ്വന്തം ശരീരത്തിൻ്റെ ശക്തിയെ അല്ലെങ്കിൽ കൂട്ടായിട്ടുള്ള ഒരു കൂട്ടം വ്യക്തികളുടെ ശക്തിയെ എന്തു ചെയ്യും? ആശ്രയിക്കും. അങ്ങനെ ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ, അവൻ്റെ മേൽ എന്തുണ്ട്? ഒരു ശാപം, ഒരു കേഴ്സ് അവൻ്റെ മേലുണ്ട്. മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ് അവൻ. അപ്പോൾ അവൻ്റെ ജീവിതത്തിനകത്ത് മരുഭൂമിയിലെ വരണ്ടുണങ്ങിയ ഒരു വൃക്ഷം പോലെയായിരിക്കും അവൻ്റെ ജീവിതം. പക്ഷേ അടുത്ത വചനം പറയുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ.
അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, wherever God's curse is, that person's life will be dry. ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ ഒരു ശാപം ഉള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ഒരു മരുപ്പച്ചയുള്ള അനുഭവമില്ല. എല്ലാം വരണ്ടിരിക്കും. ഒരു പ്രോസ്പെരിറ്റി ഇല്ല, ഒരു ബ്ലെസ്സിങ് ഇല്ല. ഹല്ലേലൂയ. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ശരിക്കും അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ വി ഹാവ് ടു നമ്മൾ ഡിസേൺ ചെയ്യണം. ദെയർ ഈസ് എ ഹൈ ചാൻസ് ഓഫ് എ കേഴ്സ്. ഹല്ലേലൂയ. കേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം, അതിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യണം, അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്നൊക്കെയാണ് നമ്മൾ ഈ ശുശ്രൂഷയിലൂടെ ഈ ശുശ്രൂഷയ്ക്കകത്തും വരുന്ന ദിവസങ്ങളിലൊക്കെ കാണാൻ പോകുന്നത്. ഹല്ലേലൂയ. നമുക്ക് പുതിയ നിയമത്തിനകത്ത് നമുക്ക് ഒരു നല്ലൊരു ഉദാഹരണം കാണാൻ സാധിക്കും. യേശു കർത്താവ് അത്തിമരത്തെ ശപിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, പുതിയ നിയമത്തിനകത്ത് ശരിക്കും യേശു കർത്താവ് അത്തിമരത്തെ ശപിക്കുന്നൊരു ഭാഗമുണ്ട്. അവിടെ പറഞ്ഞതാണ്, അടുത്ത ദിവസം അവൻ ബെഥാനിയയിലേക്ക് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാം എന്ന് വിചാരിച്ച് അടുത്ത് ചെന്നു. എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. കാരണം എന്താണ്? അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അവൻ പറഞ്ഞു, എന്താ യേശു ശപിക്കുകയാണ്, ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ. അവൻ്റെ ശിഷ്യന്മാർ ഇത് കേട്ടു. അവർ പിറ്റേ ദിവസം രാവിലെ അത്തിമരത്തിൻ്റെ സമീപത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നത് കണ്ടു. അപ്പോൾ പത്രോസ് അവനെ അനുസ്മരിപ്പിച്ചു, ഗുരു നോക്കൂ, നീ ശപിച്ച അത്തിമരം. ആ വാക്ക് ശ്രദ്ധിക്കണം. നീ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ കേഴ്സ് ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ശാപം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പാരമ്പര്യമായി ചെയ്ത നമ്മൾ കണ്ടു. പുറപ്പാട് പുസ്തകം 34:6 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കണ്ടു. പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് 3-4 തലമുറകളോളം. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ലൈഫിനകത്ത് ഒരു മരുഭൂമിയിൽ നിൽക്കുന്ന ഒരു വൃക്ഷം പോലെയുള്ള ഒരു ജീവിത സാഹചര്യമാണ്. ഒരു പ്രോസ്പെരിറ്റി, ഒരു ബ്ലെസ്സിങ് നമ്മുടെ ലൈഫിനകത്ത് ഇല്ലെങ്കിൽ, യേശു ഈ അത്തിമരത്തെ ശപിച്ച പോലെയുള്ള ഉണങ്ങിപ്പോയൊരവസ്ഥയാണെങ്കിൽ, അതിൽ ദെയർ വിൽ ബി എ കേഴ്സ്. ഒരു കേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിൽ അപ്പോൾ ആ കേഴ്സിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഏത് മേഖലയ്ക്കകത്താണോ നമ്മൾ ആ കേഴ്സിനകത്തായിരിക്കുന്നത്, ആ മേഖലയ്ക്കകത്തുനിന്ന് നമുക്ക് പുറത്തു വരാൻ സാധിക്കും. യേശുവിൻ്റെ നാമത്താലും യേശുവിൻ്റെ രക്തത്താലും ദൈവവചനത്തിൻ്റെ ശക്തിയാലും. ഹല്ലേലൂയ. അപ്പോൾ കേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ശരിക്കും ഒരു കേഴ്സിനൊരു കോസ് ഉണ്ട്, ഒരു കാരണമുണ്ടാകും. ആ കാരണമെന്ന് പറയുന്നത് മെയിനായിട്ട് എന്താണ്? ജെറമിയ 17:5 പറയുന്നത് എന്താണ്? ശരിക്കും മനുഷ്യനിൽ ആശ്രയിക്കുകയും ശരീരബലത്തിൽ അവലംബിക്കുകയും ചെയ്യുമ്പോൾ. അപ്പോൾ അത് ജനറലായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മനുഷ്യനിൽ ആശ്രയിക്കുക, ശരീരബലത്തിൽ അവലംബിക്കുക എന്ന് പറയുമ്പോൾ അതിന് ഒത്തിരി സബ് ഡിവിഷൻസ് കാര്യങ്ങളുണ്ട് അല്ല. അപ്പോൾ അതിലേക്കാണ് നമ്മൾ അല്പം ഒന്ന് നോക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഒരു കേഴ്സ്, ദൈവത്തിൻ്റെ ഒരു കേഴ്സ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ, ദാറ്റ് കേഴ്സ് ഈസ് അപ്പോൺ എ ഫാമിലി. ഒരു കുടുംബത്തിൻ്റെ മേലാണ് ആ കേഴ്സ് വരുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, പ്രോവർബ്സ് ചാപ്റ്റർ 3:33, സുഭാഷിതങ്ങൾ 3-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിൽ പറയുന്നു, ദുഷ്ടരുടെ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ശാപം പതിക്കുന്നു. ദുഷ്ടരുടെ ഭവനത്തിൻ്റെ മേൽ. ഹല്ലേലൂയ. അപ്പോൾ ഒരു കേഴ്സ് വരുന്നത് ഒരു ഫാമിലിയുടെ മേലാണ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാം പറയുന്ന സംഭവമാണ് ശരിക്കും ഫാമിലി ട്രീ എന്ന് പറയുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബ കൂട്ടായ്മ നമ്മൾ പറയത്തില്ലേ ശരിക്കും, കുടുംബ കൂട്ടായ്മ യോഗം, കുടുംബയോഗം എന്നൊക്കെ പറയത്തില്ലേ ശരിക്കും. ഹല്ലേലൂയ. സോ വി ആർ എ ഫാമിലി ട്രീ. ഹല്ലേലൂയ. ഒരു ഫാമിലി ട്രീ എന്ന് പറയുമ്പോൾ അതിനൊരു ഫാമിലിക്കൊരു വേരുണ്ട്, ആ മരമുണ്ട്, ആ മരത്തിൽ വിവിധ ശാഖകളുണ്ട്. അതിനകത്തൊരു ശാഖയാണ് നമ്മൾ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ ഒരു ശാപം ഏതെങ്കിലും ഒരു പാപ മേഖലയ്ക്കകത്ത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ എൻഗേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ശാപം വരുന്നത് ആ കുടുംബത്തിൻ്റെ മേലാണ്. അല്ല, അപ്പോൾ ആ കുടുംബത്തിനകത്ത് ആരൊക്കെയുണ്ടോ ആ വ്യക്തികളൊക്കെ തന്നെ ആ ശാപത്തിൻ്റെ ഒരു ഭാരം ദേ നീഡ് ടു ഗോ ത്രൂ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ സുഭാഷിതങ്ങൾ 3-ാം അധ്യായത്തിൻ്റെ പ്രോവർബ്സ് 3:33 പറയുന്നു, ദുഷ്ടരുടെ ഭവനത്തിൻ്റെ മേൽ. ദുഷ്ടൻ്റെ മേലല്ല, ശ്രദ്ധിക്കണം, ദുഷ്ടൻ്റെ മേൽ വരും എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ദുഷ്ടൻ്റെ ഭവനത്തിൻ്റെ മേൽ. ആ ഹോൾ ഫാമിലി, ദ ഹോൾ ഫാമിലി ഈസ് അണ്ടർ കേഴ്സ്. കർത്താവിൻ്റെ ശാപം പതിക്കുന്നു, എന്നാൽ നീതിമാന്മാരുടെ ഭവനത്തെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ഒരു ഫാമിലി ട്രീ ആണ്. അപ്പോൾ അതിനകത്തൊരു ശാഖയാണ് നമ്മൾ. പക്ഷെ ഒരു കേഴ്സ് ഒരു ഫാമിലിയിലേക്ക് കടന്നു വരുമ്പോൾ ദ ഹോൾ ഫാമിലി ട്രീ ഈസ് അഫക്റ്റഡ്.
ആൾറെഡി ഇപ്പോൾ അപ്പൻ്റെ ചേട്ടനിമാർ, അവരുടെ മക്കളുടെ മക്കൾ എല്ലാവരിലേക്കും ആ ഒരു കേഴ്സിൻ്റെ എഫക്റ്റ് കടന്നു വരും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ശരിക്കും അപ്പോൾ കേഴ്സ് ഉണ്ടാകണമെങ്കിൽ ഒരു റീസൺ ഉണ്ടാകണം, ഒരു കാരണം ഉണ്ടാകണം. അതിനുള്ള വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ജസ്റ്റ് ഒന്ന് നമ്മൾ ഓടിച്ചു പോയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ഡിഫറെൻറ്റ് റീസൺസ് ഓഫ് എ കേഴ്സ്, ഒരു കേഴ്സ് ഉണ്ടാകാനുള്ള വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് നിങ്ങൾ അസസ് ചെയ്യണം. ഹല്ലേലൂയ. ഇന്ന് പോയിട്ട് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഒരു ജനറേഷൻ, നിങ്ങളുടെ കുടുംബം, ആ കുടുംബത്തിൻ്റെ വേര്, പാരമ്പര്യങ്ങൾ, മുമ്പുള്ള തലമുറകൾ, അല്ലെങ്കിൽ അപ്പൻ്റെ അപ്പൻ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, അവരെ ആരെങ്കിലുമൊക്കെ ഈ പറയുന്ന ഏതെങ്കിലും മേഖലകൾക്കകത്ത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഹല്ലേലൂയ, യു ഹാവ് ടു എൻക്വയർ അബൌട്ട് ഇറ്റ്. നിങ്ങൾക്കറിയാവുന്ന വ്യക്തികളോട്, നിങ്ങളുടെ കുടുംബത്തിലെ മുതിർന്നവരോടൊക്കെ ചോദിച്ചു നോക്കണം, അവരിൽ നിന്ന് ഇൻഫർമേഷൻസ് എടുക്കണം. ദാറ്റ് ഓൾ വിൽ ഹെൽപ്പ് യു ഇൻ ദ ഡെലിവറൻസ് സർവീസ് ചെയ്യുമ്പോൾ അതൊക്കെ നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ കാരണം എന്താണ്? ശരിക്കും ഫോൾസ് റിലീജിയൻ ഓർ വർഷിപ്പിംഗ് ഫോൾസ് ഗോഡ്സ്. ഹല്ലേലൂയ. വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ, അന്യ ദൈവങ്ങളെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ, അന്യ മതങ്ങൾക്കകത്ത് ആരാധനകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ റീസൺ ഫോർ എ കേഴ്സ്. ഹല്ലേലൂയ. ഒരു മെയിൻ റീസണാണ് ശരിക്കും അന്യ വിഗ്രഹ ആരാധന, അന്യ ദൈവങ്ങളെ ആരാധിക്കുക, അന്യ മതങ്ങൾക്കകത്ത്, ആരാധനാ സമ്പ്രദായങ്ങൾക്കകത്ത് അറിഞ്ഞോ അറിയാതെയോ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ റിലീസ് എ കേഴ്സ് ഫ്രം ഗാഡ്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് ഒരു കേഴ്സ് ആ കുടുംബത്തിൻ്റെ മേലെ, ആ വ്യക്തിയുടെ മേലല്ല, ആ തലമുറകളിലേക്ക് ആ കേഴ്സ് ശരിക്കും പാസ് ഓൺ ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ് ശരിക്കും. അപ്പം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ ഫാമിലി ട്രീക്കകത്ത് ഇങ്ങനെയുള്ള മേഖലകൾക്കകത്ത് ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മുടെ ഡെലിവറൻസ് സർവീസ് വരുമ്പം അനൗൺസ് ആൻഡ് റിനൗൺസ് പ്രെയർ ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അനൗൺസ് ആൻഡ് റിനൗൺസ് പ്രെയർ വരുമ്പം റിനൗൺസ് പ്രെയറിനകത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. എൻ്റെ പൂർവ്വ പിതാക്കന്മാർ വിഗ്രഹങ്ങളുടെ മുമ്പിൽ നിന്നിട്ടുള്ള, ഹല്ലേലൂയ, വിഗ്രഹങ്ങൾക്ക് പൂജ അർപ്പിച്ചിട്ടുള്ള, അന്യമത ആരാധന നടത്തിയിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ ജീവിതത്തിനകത്തേക്ക് കടന്നു വന്ന സാത്താന് കിട്ടിയ എല്ലാ ലീഗൽ റൈറ്റുകളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിൻ്റെ രക്തത്താൽ ക്യാൻസൽ. അത് റിനൗൺസ് ചെയ്യണം. ഹല്ലേലൂയ. നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്, നിങ്ങൾ സംസാരിക്കുമ്പോൾ ശക്തിയുണ്ട്. നിങ്ങൾ സംസാരിക്കുന്നതാണ് നിയമപരമായിട്ട് ആത്മീയ മണ്ഡലത്തിൽ ദൈവം അംഗീകരിക്കുന്നത്. അപ്പം നിങ്ങൾ ആ ദുരാത്മാക്കളെ റിജക്റ്റ് ചെയ്യുമ്പോൾ, അതിനെ നിങ്ങൾ ക്യാൻസൽ ചെയ്യുമ്പോൾ, പിന്നീട് അതിന് ലീഗൽ റൈറ്റ് ഇല്ല. ഇപ്പോൾ അതിന് നിങ്ങളുടെ മേൽ നിയമപരമായ ഉടമ്പടി നിൽക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അറിവില്ലായ്മ മൂലം നിങ്ങൾ ഒരിക്കൽ പോലും ആ ദുരാത്മാവിൻ്റെ ലീഗൽ കവനൻറ്റിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നുള്ള സംഭവം ഞാൻ ഈ വരുന്ന സമയത്ത് ഇപ്പം സംസാരിക്കാം. ഹല്ലേലൂയ. വീണ്ടും ജനിച്ച ക്രിസ്തീയ വിശ്വാസികളുടെ ലൈഫിനകത്ത് അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടോ? അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൻ്റെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ദാറ്റ്സ് വാട്ട് ഐ ആം സെയിങ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഒന്നിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഹല്ലേലൂയ. അപ്പോൾ ഫോൾസ് റിലീജിയൻ, വിഗ്രഹങ്ങളെ ആരാധിക്കുക, അന്യ ആരാധനകൾ നടത്തുക, അന്യ മതങ്ങൾക്കകത്ത് അറിഞ്ഞോ അറിയാതെയോ ആരാധനകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ റിലീസ് എ കഴ്സ്, ഒരു ശാപം ആ വ്യക്തികളുടെ കുടുംബത്തിലേക്ക്, ഫാമിലി ട്രീയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കടന്നു വരികയാണ്. ഓക്കെ. രണ്ടാമത്തെ കാര്യം ബ്ലഡ് സാക്രിഫൈസസ്, രക്തബലികൾ, ഉടമ്പടികൾ. ഹല്ലേലൂയ. നമ്മുടെ ഇന്ത്യയിലും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഒരു 3-4 ജനറേഷൻസൊക്കെ മുമ്പ് വളരെ കോമൺ ആയിരുന്നു ശരിക്കും ഹ്യൂമൻ സാക്രിഫൈസസ്, ചൈൽഡ് സാക്രിഫൈസസ്. അപ്പോൾ ഒരു കുടുംബത്തിലുണ്ടാകുന്ന മൂത്ത കുഞ്ഞിനെ അവരെന്ത് ചെയ്യും? സാക്രിഫൈസ് ചെയ്യും. അവർ രക്തബലിയായിട്ട് അർപ്പിക്കും. എന്തിനാണെന്നറിയാം? അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി. ഹല്ലേലൂയ. അപ്പോൾ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനകത്തൊരു പ്രശ്നം ഉണ്ടാകുന്നു, എന്തെങ്കിലും രോഗങ്ങളോ പ്രശ്നങ്ങളുണ്ടോ, അപ്പോൾ ആ രോഗം മാറാൻ വേണ്ടി ഏതെങ്കിലും ഒരു വിഗ്രഹങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു കുഞ്ഞിനെ അങ്ങ് സമർപ്പിക്കും, രക്തബലിയായി കൊടുക്കും. അങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ വളരെ നമുക്കറിയാം. ഇന്ത്യയിൽ ശരിക്കും സതി എന്ന് പറയുന്ന സമ്പ്രദായം എന്നാണ് ശരിക്കും, ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്കൊന്ന് 10-20-25 വർഷം കണ്ടായിട്ടുള്ള ആ ഒരു സമ്പ്രദായം പോലും നിന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ സതി എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം. എത്ര വർഷമായി നിന്നെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ സതി. അപ്പോൾ സതി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഭർത്താവ് മരിക്കുമ്പം ഭാര്യ ഭർത്താവിൻ്റെ ചിതയിലേക്ക് ചാടി എന്ത് ചെയ്യുകയാണ്? ശരിക്കും സാക്രിഫൈസ് കൊടുക്കുകയാണ്. ആർക്കാണ് കൊടുക്കുന്നത്? ശരിക്കും സാത്താന്. ഹല്ലേലൂയ. ബേൺ ഓഫറിംഗ് ആയിട്ട് കൊടുക്കുകയാണ് ശരിക്കും. ഹല്ലേലൂയ. ദഹനബലിയായി ഒരു സ്ത്രീയുടെ ശരീരം സാത്താൻ അർപ്പിക്കുകയാണ് ശരിക്കും.
ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ അങ്ങനത്തെ സമ്പ്രദായങ്ങൾ നമ്മുടെ ഇന്ത്യയിലൊക്കെ സ്ഥിരമായിട്ട് നിലനിന്നിരുന്ന സമ്പ്രദായമാണ്. കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കുക, മനുഷ്യരെ കുരുതി കൊടുക്കുക, പണമുള്ള, സമ്പത്തുള്ള, ബലമുള്ള കുടുംബങ്ങൾ ചില വ്യക്തികളെ വിച്ച് ക്രാഫ്റ്റേഴ്സിൻ്റെ അടുക്കെ കൊണ്ടുവന്ന് അവരെ രക്തബലിയായിട്ട് സാക്രിഫൈസ് ചെയ്യുന്ന സംവിധാനങ്ങൾ നമ്മുടെ ജനറേഷനകത്തുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സോ അല്ലെങ്കിൽ 4ാമത്തെ തലമുറയിലോ ഒക്കെ നിങ്ങളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ, നമ്മളൊക്കെ സാധാരണഗതിയിൽ വല്യപ്പച്ചന്മാരുമായിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോഴാണല്ലോ ഇങ്ങനെ പറയുന്നത്, നമ്മുടെ വല്യപ്പൻ ഭയങ്കര പ്രശ്നക്കാരനായിരുന്നു, തൻ്റെ അടിയായിരുന്നു, ഭയങ്കര റൗഡിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ, ശരിക്കും ഒരു ഇൻഫർമേഷൻ കിട്ടും. ഹല്ലേലൂയ. അപ്പം ആ ഇൻഫർമേഷൻസൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് ശരിക്കും ഇങ്ങനെയുള്ളൊരു മേഖലയ്ക്കകത്ത്, ഡെലിവറൻസ് സർവീസിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ. ഹല്ലേലൂയ. എവ്രി ഇൻഫർമേഷൻ, ഓരോ ഇൻഫർമേഷൻസും വളരെ വളരെ പ്രധാനപ്പെട്ടാണ് ഡെലിവറൻസ് സർവീസിനകത്ത്. ഹല്ലേലൂയ. ഈവൻ സംടൈംസ് വി ഹാവ് ടു ഗെറ്റ് ഇൻഫർമേഷൻസ് ഫ്രം ദാറ്റ് പേഴ്സൺ. ഹല്ലേലൂയ. ആ പേഴ്സണിലൂടെ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്ന ആ ദുരാത്മാവിൽ നിന്ന് പോലും നമ്മൾ ഇൻഫർമേഷൻസ് ചില സമയത്ത് നമ്മൾ യേശുവിൻ്റെ അധികാരത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ദേ വിൽ സ്പീക്ക് ദ റൈറ്റ് തിങ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയുള്ള ബ്ലഡ് സാക്രിഫൈസസ്, രക്തക്കുരുതികൾ, മനുഷ്യക്കുരുതികൾ, കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കുക, അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൃഗങ്ങളെ ബലിയർപ്പിക്കുക, കോഴിവെട്ട്, മൃഗങ്ങളെ ബലിയർപ്പിക്കുക. പല കുടുംബങ്ങളും പണമുണ്ടാകാൻ വേണ്ടി, സമ്പത്തുണ്ടാകാൻ വേണ്ടി എന്ത് ചെയ്തിരുന്നു ശരിക്കും? ദേ ഓൾവേസ് സാക്രിഫൈസ് ആനിമൽസ് ടു ഡീമൺസ്. രക്തബലികൾ അർപ്പിച്ചിരുന്നു. ഹല്ലേലൂയ. 3ാമത്തെ സംഭവം എന്താണ് ശരിക്കും? 3ാമത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടോത്രം, മന്ത്രവാദം, ബ്ലാക്ക് മാജിക്ക്, സോഴ്സറി, അങ്ങനെയുള്ള മേഖലകൾക്കകത്ത് നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ there is a curse. ഹല്ലേലൂയ. വളരെ കോമൺ ആണ് ശരിക്കും നമ്മുടെ കേരളത്തിലൊക്കെ ശരിക്കും കൂടോത്രം, മന്ത്രവാദ സംവിധാനങ്ങളൊക്കെ ശരിക്കും പൂർവ്വപിതാക്കന്മാർ ഉറപ്പായിട്ടും. ഹല്ലേലൂയ. മെനി ഓഫ് ദ മാരേജസ്, പല വിവാഹ ജീവിതങ്ങളുടെയും കട്ടപ്പുകയായതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ക്രാഫ്റ്റാണ്. ഓ ലോർഡ്, ഐ പ്രൈസ് ആൻഡ് താങ്ക് യു, ഹോളി ആൻഡ് വണ്ടർഫുൾ ജീസസ്. ഹല്ലേലൂയ. പല മാരേജ് ലൈഫിനകത്ത് ഇതുപോലെ പ്രശ്നങ്ങൾ വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വിച്ച് ക്രാഫ്റ്റ്. ഹല്ലേലൂയ. അപ്പോൾ വിച്ച് ക്രാഫ്റ്റ് ആ സ്പിരിറ്റ് ആ ജനറേഷണൽ ലൈനകത്ത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. മാരേജുകളൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം ശരിക്കും. 4ാമതൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല സംഭവം, റിസീവ്ഡ് ഓബ്ജക്റ്റ് ഓഫ് പൊസഷൻസ്. ഹല്ലേലൂയ. ചില സ്ഥലങ്ങൾ സാത്താനും അവൻ്റെ ദുരാത്മാക്കൾക്കും സമർപ്പിക്കപ്പെട്ട ചില സ്ഥലങ്ങൾ, ചില ഭൂമി. അപ്പോൾ അത് നമ്മൾ പൊസസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് നമ്മൾ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ കേഴ്സ് ആ വാങ്ങിച്ച വ്യക്തികളിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. ഹോളി ആൻഡ് വണ്ടർഫുൾ ജീസസ്. അപ്പോൾ നമ്മൾ ഒരു സാത്താനോ അവൻ്റെ ദുരാത്മാക്കൾക്കോ സമർപ്പിക്കപ്പെട്ട ഒരു സ്ഥലം, ഒരു ഭൂമി, ആ ഭൂമി നമ്മൾ വാങ്ങിക്കുവാണെന്നിരിക്കട്ടെ, ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്ഥലം ആരുടെ അധീനതയിലാണ് ശരിക്കും? ആ ദുരാത്മാക്കളുടെ ലീഗൽ അതോറിറ്റിയിലുള്ള സ്ഥലമാണ് ശരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കേഴ്സ് നമ്മളിലേക്ക് കടന്നു വരും. അപ്പം അങ്ങനെയുള്ള പുതിയതായിട്ട് സ്ഥലങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ ആ സ്ഥലത്തിൻ്റെ മേൽ ക്ലെയിം അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ മേൽ ലീഗലായിട്ട് റൈറ്റുള്ള ദുരാത്മാക്കളെ നമുക്ക് കാസ്റ്റ് ഔട്ട് ചെയ്ത് നമുക്ക് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്കിപ്പം ഓപ്പണായിട്ട് ഇവിടെ പറയാൻ പറ്റത്തില്ല, കാരണം അതിന് മാർഗ്ഗങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ എത്ര പൊസസ്ഡ് ആയിട്ടുള്ള ഒരു ലാൻഡ് ആണെങ്കിലും, എത്ര പൈശാചിക പീഡയുള്ള ഒരു ലാൻഡ് ആണെങ്കിലും, ആ ലാൻഡിനകത്തുനിന്ന് ആ സ്പിരിറ്റുകളെ കാസ്റ്റ് ഔട്ട് ചെയ്ത് യേശുവിന് ആ ലാൻഡ് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. അപ്പോൾ അത് ചുമ്മാ നമ്മളൊരു പ്രാർത്ഥനയിലൂടെ അത് നടക്കത്തില്ല. അതിന് ചില രീതികളുണ്ട്. അപ്പോൾ ആ രീതികൾ എനിക്ക് പബ്ലിക്കായിട്ട് ഇവിടെ ശരിക്കും ഇത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും അങ്ങനെ നമുക്കത് പറയാൻ പറ്റത്തില്ല, കാരണം ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ പല ആത്മീയമായിട്ടുള്ള ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇത് കാണുന്നത്. അപ്പം ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാകണമെന്ന് ശരിക്കും താല്പര്യമില്ല, ഇതില്ല. ഹല്ലേലൂയ. ഓക്കെ, ഞങ്ങൾ ഹിന്ദു ഫാമിലിയിൽ നിന്ന് 3 വർഷം മുമ്പേ ജീസസിൽ വന്നു. ഓക്കെ, ഈ എല്ലാം ഓക്കെ. Dilip Kumar, Jesus is always with you. All right. So, okay. So, the thing is that എന്ത് പറയുന്നത് ശരിക്കും, അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ലാൻഡിൻ്റെ മേൽ ഒരു കേഴ്സ് ഉണ്ടെങ്കിൽ ആ കേഴ്സ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. അതൊരു എന്ത് പറയുന്നത്, അങ്ങനെ ചുമ്മാ ഒരു സാധാരണ ഒരു പ്രെയർ പ്രാർത്ഥിച്ച് അങ്ങനെ ആ കേഴ്സ് നമുക്ക് ആ സ്പിരിറ്റുകളെ നമ്മൾക്ക് അതിനകത്തുനിന്ന് കാസ്റ്റ് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല. There must be certain way of doing it.
ചില രീതികളിൽ അത് ചെയ്തെടുക്കണം. അപ്പോൾ ആ രീതികൾ എങ്ങനെയാണെന്ന് എനിക്ക് പബ്ലിക്കായിട്ട് അത് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയുള്ള ലാൻഡുകൾ നമ്മൾ വാങ്ങിച്ചു കഴിയുമ്പോൾ, അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, പഴയ നിയമത്തിനകത്ത് ഞാൻ കാഷ്വലായിട്ട് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്, ഒരു വലിയ പ്രീച്ചിങ് പോലെ ചെയ്യുന്നില്ല, ജസ്റ്റ് കാഷ്വലി ടോക്കിംഗ്. സോ യു വിൽ ലിസൺ ആൻഡ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഓക്കെ. സോ നമുക്കറിയാം ശരിക്കും പഴയ നിയമത്തിനകത്ത് ശരിക്കും പൂർവ്വ പിതാക്കന്മാരെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവരെല്ലാവരും വിവിധ സ്ഥലങ്ങളിൽ ദൈവത്തിന് ബലിപീഠങ്ങൾ നിർമ്മിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. നോഹ എന്ത് ചെയ്തു? വെള്ളപ്പൊക്കത്തിന് ശേഷം നോഹ ഒരു ബലിപീഠം നിർമ്മിച്ചു. ഹല്ലേലൂയ. അവിടെ ബലി അർപ്പിച്ചു. അബ്രഹാം എന്ത് ചെയ്തു? ഒരു ബലിപീഠം നിർമ്മിച്ച് ദൈവത്തെ ആരാധിച്ചു. ഇസഹാക്ക് എന്ത് ചെയ്തു? ബലിപീഠം നിർമ്മിച്ച് ദൈവത്തെ ആരാധിച്ചു. യാക്കോബ് എന്ത് ചെയ്തു? ബലിപീഠം നിർമ്മിച്ച് ദൈവത്തെ ആരാധിച്ചു. മോശ, എക്സഡസ് 17 പറയുന്നത്, മോശ എന്ത് ചെയ്തു? ബലിപീഠം നിർമ്മിച്ച് ദൈവത്തെ ആരാധിച്ചു. ഹല്ലേലൂയ. ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്തിനാണ് അവർ ഈ ബലിപീഠങ്ങൾ നിർമ്മിച്ച് അവിടെ ദൈവത്തെ ആരാധിക്കാനുള്ള കാര്യം? എന്തിനാണ്? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ്? എന്താണ് ആ ബലിപീഠങ്ങൾ നിർമ്മിക്കാനുള്ള കാരണം? എന്താണ് ശരിക്കും? എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവാണല്ലോ അവരെ ഇൻസ്പയർ ചെയ്യുന്നത് ആ ബലിപീഠങ്ങൾ നിർമ്മിക്കാൻ. ഹല്ലേലൂയ. അപ്പോൾ ദൈവമായിട്ട് ബലിപീഠങ്ങൾ നിർമ്മിക്കാനോ അല്ലെങ്കിൽ ഓൾട്ടറുകൾ നിർമ്മിക്കാനുള്ള കൽപ്പനകളൊന്നും ആ സമയത്തില്ല. ഹല്ലേലൂയ. മോശയുടെ സമയത്താണ് കൽപ്പനകളിലൂടെ ടെമ്പിൾ ഉണ്ടാക്കാനും സമാഗമന കൂടാരം ഉണ്ടാക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളുണ്ടാകും. പക്ഷേ അതിനു മുമ്പ് പൂർവ്വപിതാക്കന്മാരെ നോക്കിക്കഴിഞ്ഞാൽ നോഹ, അബ്രഹാം, ഐസക്, ജേക്കബ് ഇവരൊക്കെ തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ബലിപീഠങ്ങൾ ഉണ്ടാക്കിയതായി നമുക്ക് ദൈവത്തിന് ആ ബലിപീഠങ്ങൾ സമർപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആർക്കെങ്കിലും പറയാമോ എന്തുകൊണ്ടാണ് അതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. അതിൻ്റെ കാര്യം എന്തുകൊണ്ടാണ് അങ്ങനെ ബലിപീഠങ്ങൾ അവരുണ്ടാക്കി ദൈവത്തിന് ആ ബലിപീഠങ്ങൾ സമർപ്പിച്ചതിൻ്റെ കാര്യം അറിയാമോ? ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഐ പ്രൈസ് ആൻഡ് താങ്ക് യു. ഹല്ലേലൂയ. ഹല്ലേലൂയ. വണ്ടർഫുൾ ജീസസ്. ഹോളി ആൻഡ് വണ്ടർഫുൾ ജീസസ്. ആർക്കെങ്കിലും പറയാമോ അങ്ങനെ എന്തിനാണ് അവർ ബലിപീഠങ്ങൾ നിർമ്മിച്ച്, ഹല്ലേലൂയ, ആ ഓൾട്ടറുകൾ നിർമ്മിച്ച് അവർ ദൈവത്തിന് ആ ഓൾട്ടറുകൾ സമർപ്പിച്ചതിൻ്റെ കാര്യം അറിയാമോ? Why was it needed to build an altar? ഒരു ബലിപീഠം ഉണ്ടാക്കേണ്ട കാര്യമുണ്ട്. അവിടെ മുട്ടുകുത്തി അങ്ങ് ദൈവത്തിനെ ആരാധിച്ച പോരായിരുന്നു. എന്തിനാണ് അവിടെ ബലിപീഠങ്ങൾ ഉണ്ടാക്കുന്നത്? എന്തിനാണ് ശരിക്കും? ഓൾട്ടറുകൾ ഉണ്ടാക്കുന്നത് എന്തിനാണ് ശരിക്കും? ആർക്കെങ്കിലും പറയാമോ? Anybody can say? Hallelujah. Thank you Jesus. Hallelujah. ഭൂമി അവരുടെ കൈവശമാക്കി കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ. ഓക്കെ. വേറെ ആരെങ്കിലും? ശില്പ സിസ്റ്റർ പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. ഹല്ലേലൂയ. അവിടെ ദൈവസാന്നിധ്യം ഇറങ്ങാൻ. ഓക്കെ. ദൈവസാന്നിധ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ചാലും ദൈവസാന്നിധ്യം ഇറങ്ങുമല്ലോ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആർക്കെങ്കിലും പറയാം എന്തിനാണ് ഓൾട്ടറുകൾ, ബലിപീഠങ്ങൾ? ടു ഗ്ലോറിഫൈ ഗോഡ് ആൻഡ് ടു ഡിസ്ട്രോയ് ദ പവർ ഓഫ് എനിമി. ഓക്കെ. സലോമി സിസ്റ്റർ പറയുന്നു ടു ഗ്ലോറിഫൈ ഗോഡ് ആൻഡ് ഡിസ്ട്രോയ് ദ പവർ ഓഫ് എനിമി. ഓക്കെ. ബോത്ത് ആർ കറക്റ്റ്. സൗരഭ്യഭാസനയിൽ ദൈവം പ്രസാദിക്കുന്നത് അത് ബലി അർപ്പിക്കുമ്പോഴാണ്. ഞാൻ പറഞ്ഞ ബലിപീഠം ഉണ്ടാക്കുന്നത് എന്തിനാണ് ശരിക്കും? അരോമ ഓഫ് സാക്രിഫൈസ്. ഓക്കെ. അത് നമ്മൾ സെക്ഷുവൽ ഡ്രീംസിൻ്റെ അത് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഭാഗമാണ് ശരിക്കും. ദ അരോമ, ആ ബലി അർപ്പിക്കുമ്പോൾ അത് ദൈവം ആ സൗരഭ്യവാസന ദൈവം എടുത്തുകൊണ്ട് അവിടെ ബ്ലെസ് ചെയ്യുന്നു. ഹല്ലേലൂയ. പക്ഷേ ബലിപീഠം ഓൾട്ടർ നിർമ്മിച്ച് അവിടെ പ്രാർത്ഥിക്കാനുള്ള കാര്യം എന്താണ് ശരിക്കും? ഹല്ലേലൂയ. ഞാൻ പറയാം ശരിക്കും അതിനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദം പാപം ചെയ്തപ്പോൾ ഈ ഭൂമി മുഴുവൻ ആദം എന്ത് ചെയ്തു? സാത്താന് കൊടുത്തു. ഓക്കെ. പല ആൻസറുകളും വരുന്നുണ്ട്. അപ്പോൾ ആദം പാപം ചെയ്തപ്പോൾ ആദം എന്ത് ചെയ്തു? ഈ ഭൂമിയുടെ മേലുള്ള പൈശാചിക ശക്തി ഒഴിവാക്കാൻ, ബലി കഴിക്കാൻ, ഓക്കെ, ഭൂമിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കാൻ. ഓക്കെ. ശില്പ സിസ്റ്റർ കുറച്ചുകൂടെ ഒരു ഹയർ ലെവലിലുള്ള ആൻസറാണ് പറയുന്നത്. കറക്റ്റാണ് ശരിക്കും. അതായത് ഞാൻ അതിൻ്റെ ഉത്തരം പറയാം. ആദം പാപം ചെയ്തപ്പോൾ ഈ ഭൂമിയുടെ മേലുള്ള ലീഗൽ റൈറ്റ് ആദം സാത്താന് കൊടുത്തു. ഹല്ലേലൂയ. ഭൂമിയുടെ മേലുള്ള ലീഗൽ റൈറ്റ് സാത്താന് കൊടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ അധികാരം, ദൈവത്തിൻ്റെ അതോറിറ്റി ഒരു പ്രത്യേക ലാൻഡിൻ്റെ മേൽ കടന്നു വരണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ മനുഷ്യർ ആ ഒരു സ്ഥലം അല്ലെങ്കിൽ ആ ഒരു സ്ഥലം ബലിപീഠങ്ങൾ ഉണ്ടാക്കി ദൈവത്തിന് സമർപ്പിച്ചാൽ മാത്രമേ ആ സ്ഥലങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആക്സസ് കടന്നു വരുന്നുള്ളൂ. പോർട്ടൽ ഓഫ് ഗോഡ് വിൽ കം.
to prove that God reigns over the enemy. That's correct, sister. But ഞാൻ പറഞ്ഞ വ്യത്യസ്ത സ്ഥലങ്ങളിൽ, ഇപ്പം അബ്രഹാം നിർമ്മിച്ച ബലിപീഠം ഉണ്ടാക്കിയ സ്ഥലത്തല്ല ഇസഹാക്ക് വേറൊരു സ്ഥലത്ത്, യാക്കോബ് വേറൊരു സ്ഥലത്ത്, മോശ വേറൊരു സ്ഥലത്ത്, അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ അവർ ഓൾട്ടറുകൾ ഉണ്ടാക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദം പാപം ചെയ്തപ്പോൾ ഭൂമിയുടെ മേലുള്ള നിയമപരമായിട്ടുള്ള അവകാശം സാത്താന് കൊടുത്തു. അപ്പോൾ ഇനിയും ദൈവത്തിൻ്റെ മനുഷ്യർ വന്ന് ഒരു പ്രത്യേക സ്ഥലം, ആ സ്ഥലം ദൈവത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്താൽ മാത്രമേ ദൈവത്തിൻ്റെ ആക്സസ്, ദൈവത്തിൻ്റെ ലീഗൽ റൈറ്റ് ആ സ്ഥലത്തിൻ്റെ മേൽ കടന്നു വരത്തുള്ളൂ. ഹല്ലേലൂയ. പല ആൻസറുകളും പറയുന്നുണ്ട്. പക്ഷേ what I'm saying is that ആ ഒരു ആക്സസ് പോയിൻ്റ് ദൈവത്തിന് കിട്ടാൻ വേണ്ടിയാണ് വ്യത്യസ്ത സ്ഥലങ്ങൾക്കകത്ത് ശരിക്കും ഓൾട്ടറുകൾ അവർ നിർമ്മിക്കാനുള്ള കാര്യം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും, സാത്താൻ യേശുവിനോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്കറിയാം. വിവിധ രാജ്യങ്ങളും ദേശങ്ങളും യേശുവിനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതെല്ലാം എൻ്റെ അധികാരത്തിൽ കിടക്കുന്നു. ഹല്ലേലൂയ, ഞാൻ ഇഷ്ടമുള്ളവർക്കിത് കൊടുക്കുന്നു. അപ്പോൾ സാത്താൻ അത് പറഞ്ഞപ്പോൾ യേശു എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറഞ്ഞു? അല്ല, ഇത് നിൻ്റേതല്ല, എൻ്റേതാണ്, ദൈവത്തിൻ്റേതാണ് എന്ന് വല്ലതും പറഞ്ഞു? ഇല്ല. അതിന് കാരണം എന്താണ്? ശരിക്കും ആദം ഇത് മുഴുവൻ അവന് ആർക്ക് കൊടുത്തു? സാത്താന് കൊടുത്തു. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. പക്ഷേ യേശു കർത്താവ് കാൽവരി കുരിശിൽ എന്ത് ചെയ്തു? സാത്താൻ്റെ തലയെ തകർത്തുകൊണ്ട് ആ ഭൂമിയുടെ മേലുള്ള അധികാരത്തെ റീക്ലെയിം ചെയ്തു. പക്ഷേ ഇന്നും ചില പ്രത്യേക സ്ഥലങ്ങൾ, യു ഷുഡ് നെവർ ഗോ ഇൻ ടു ദാറ്റ് പ്ലേസ്. ഹല്ലേലൂയ. കാരണം സാത്താന് ഓഫർ ചെയ്യപ്പെട്ട, സാത്താന് സമർപ്പിക്കപ്പെട്ട ചില സ്ഥലങ്ങളുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആ സ്ഥലങ്ങൾക്കകത്ത് ദൈവമക്കൾ പോകാൻ പാടില്ല. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. വാട്ട് ഈസ് എ ഹൈ പ്ലേസ്? പ്ലീസ് എക്സ്പ്ലെയിൻ. ഓൾറൈറ്റ്, ഓക്കെ. ഗെറ്റ് ബാക്ക് വാട്ട് മാൻ ഹാസ് ലോസ്റ്റ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം യോഹന്നാൻ്റെ സുവിശേഷം 5:19 പറഞ്ഞു, ദ ഹോൾ വേൾഡ് ലൈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഡെവിൾ. എന്തുകൊണ്ടാണ് കാൽവരി കുരിശിൽ യേശു കർത്താവ് സാത്താൻ്റെ തലയെ തകർത്തിട്ടും ഇന്ന് പൈശാചിക മണ്ഡലങ്ങൾ കൂടുതലും പ്രബലമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്താ? കാരണം ഒരു ദേശത്ത്, ഒരു പട്ടണത്ത്, ഒരു രാജ്യത്ത് വസിക്കുന്ന ജനങ്ങൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നു? സാത്താനെ സ്നേഹിക്കുന്നു, ദൈവകൽപ്പനകളെ തിരസ്കരിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾക്കെതിരെ നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പട്ടണങ്ങളും ദേശങ്ങളും സാത്താൻ ഓട്ടോമാറ്റിക്കായിട്ട് ആക്സസ് ആണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ മനുഷ്യർ ഏതെങ്കിലും ഒരു സ്ഥലം എന്ത് ചെയ്യുന്ന ശരിക്കും ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അതിലേക്ക് ദൈവത്തിന് ലീഗൽ റൈറ്റ് കിട്ടുവാണ്, ദൈവത്തിൻ്റെ ആക്സസ് പോയിൻ്റ് കടന്നു വരികയാണ്, ദൈവദൂതന്മാരിറങ്ങും അവിടേക്ക്, ദൈവത്തിൻ്റെ വർക്കിംഗ് മെക്കാനിസംസ് നടക്കും. ഹല്ലേലൂയ. അപ്പോൾ ചില ലാൻഡുകൾ, ചില ദേശങ്ങൾ, ഹല്ലേലൂയ, അപ്പോൾ ആ ദേശങ്ങൾ സാത്താനോ അവൻ്റെ ദൂതന്മാർക്കോ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമ്മളത് പർച്ചേസ് ചെയ്യുമ്പോൾ ആ ലാൻഡ് നമ്മൾ ഓണർഷിപ്പിൽ എടുക്കുമ്പോൾ, ഹല്ലേലൂയ, ആ കേഴ്സ് ദാറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഇൻഹെറിറ്റ്. അപ്പോൾ നമ്മൾ ആ ലാൻഡ് എന്ത് ചെയ്യണം? നമ്മൾ വി ഹാവ് ടു ഡെഡിക്കേറ്റ് ടു ദ ലോർഡ് ജീസസ്. യേശു കർത്താവിന് ആ സ്ഥലത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഡെഡിക്കേറ്റ് ചെയ്യണം. ആ ലാൻഡിന് മേൽ കവനൻ്റുള്ള, എഗ്രിമെൻ്റുള്ള, ഉടമ്പടികളുള്ള ദുരാത്മാക്കളെ നമ്മൾ ബഹിഷ്കരിക്കണം. ചില പ്രാർത്ഥനകളിലൂടെ ആ ലാൻഡ് നമുക്ക് യേശു കർത്താവിന് വീണ്ടും സമർപ്പിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ തന്നെ ലാൻഡ് മാത്രമല്ല, ചില ഓബ്ജക്റ്റുകൾ, ഹല്ലേലൂയ, ആനക്കൊമ്പുകൾ, പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന മോതിരങ്ങൾ, സ്വർണ്ണമാലകൾ, ഹല്ലേലൂയ, ഇതൊക്കെ പണ്ടത്തെ തലമുറയിലുള്ള ആൾക്കാർ അതൊക്കെ പൂജിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് അറിയത്തില്ല. സോ അങ്ങനെയുള്ള ഓബ്ജക്റ്റുകളൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കാർഡ് ചെയ്യണം, അതെല്ലാം കളയണം. ഹല്ലേലൂയ. അതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് ആ പൊസഷൻസ് എല്ലാം നീക്കിക്കളയണം. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഓബ്ജക്റ്റുകളോ ലാൻഡുകളോ നമ്മൾ സാത്താനോ അവൻ്റെ ദുരാത്മാക്കൾക്കോ സമർപ്പിക്കപ്പെട്ട ഏതെങ്കിലും ലാൻഡുകളോ നമ്മളുടെ കൈവശമായിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എ കേഴ്സ് വിൽ കം. ഇനി 5-ാമത്തെ കാര്യം എന്താണ്? ശരിക്കും ദൈവത്തിന് കൊടുത്ത പ്രോമിസുകൾ, വാഗ്ദാനങ്ങൾ നിറവേറ്റിയിട്ടില്ലെങ്കിൽ, ഹല്ലേലൂയ, നമുക്കറിയാം നമ്മുടെ പണ്ടത്തെ അമ്മമാരുടെയൊക്കെ വലിയൊരു ഇഷ്ട സ്വഭാവമാണ് ശരിക്കും. എനിക്ക് ആങ്കൊച്ചാണെങ്കിൽ അവനെ എന്ത് ചെയ്യും? അവനെ മലയാറ്റവും മല കയറ്റിയേക്കാം. എക്സാമ്പിൾ പറയുവാണ് ഞാൻ. അവനെ ആ മലയിൽ കൊണ്ടുപോയേക്കാം, ഈ മലയിൽ കൊണ്ടുപോയേക്കാം, ഈ പ്രാർത്ഥന ലഭിച്ചേക്കാം, ആ പ്രാർത്ഥന ലഭിച്ചേക്കാം. 100 കൂട്ടം വാഗ്ദാനങ്ങൾ, 100 കൂട്ടം അല്ലെങ്കിൽ എന്ന് പറയുന്ന പ്രോമിസുകൾ ദൈവത്തിന് കൊടുക്കും. പക്ഷേ ആ കൊടുത്ത പ്രോമിസുകൾ, അല്ലെങ്കിൽ എന്താ ചില പ്രോമിസുകളൊക്കെ ഗോഡ്ലി പ്രോമിസസ് ആണ് ശരിക്കും. ചില പ്രോമിസുകളൊന്നും ഡിവൈൻ പ്രോമിസസുകളല്ല. അവരുടെ അറിവില്ലായ്മ മൂലം അവർ ആ മലയിൽ കൊണ്ടുപോകും, ഈ മലയിൽ കൊണ്ടുപോകുന്നൊക്കെ പറയും. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ദൈവത്തിന് കൊടുത്ത പ്രോമിസുകൾ, അവന് കൊടുത്ത വാഗ്ദാനങ്ങൾ അത് ഫുൾഫില്ല് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരും? ഒരു കേഴ്സ് വരും. ഹല്ലേലൂയ. മലാക്കിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം എടുത്ത് നമുക്ക് മലാക്കിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. ഹല്ലേലൂയ. മലാക്കിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അവിടെ പറയുന്നത് ശരിക്കും, തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ മുട്ടാടുണ്ടായിരിക്കുകയും അതിനെ നേരുകയും ചെയ്തിട്ട്
ഊനമുള്ളതിനെ കർത്താവിന് ബലിയർപ്പിക്കുന്ന വഞ്ചകന് ശാപം. ഹല്ലേലൂയ. അപ്പോൾ എന്താ പറയുന്നത്, ആട്ടിൻകൂട്ടത്തിൽ നല്ലൊരാടുണ്ട്. അപ്പോൾ ഒരു ആടിനെ ദൈവത്തിന് സമർപ്പിക്കണം. അപ്പോൾ ആടിനെ സമർപ്പിക്കുമ്പോൾ കുറ്റമില്ലാത്ത കുറവില്ലാത്ത ഒരു ആടിനെ വേണം സമർപ്പിക്കാൻ. പക്ഷേ ഇവൻ എന്ത് ചെയ്തു, അതിനെ നേർച്ചയായിട്ട് സമർപ്പിച്ചേക്കാമെന്ന് ദൈവത്തിന് വാഗ്ദാനം കൊടുത്തു. അപ്പോൾ വാഗ്ദാനം കൊടുക്കുക എന്ന് വെച്ചാൽ നേർച്ചകൾ അനൗൺസ് ചെയ്യുമല്ലോ, നേർച്ച ചെയ്തേക്കാം, ആ നേർച്ച ചെയ്തേക്കാം എന്ന് ദൈവത്തോട് പ്രോമിസ് ചെയ്യുമല്ലോ. എന്നിട്ടത് നിർവഹിച്ചില്ലെങ്കിൽ ഒരു കേഴ്സ് ആ കുടുംബത്തിൻ്റെ മേൽ കടന്നു വരും. അല്ലെങ്കിൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ മുട്ടാടുണ്ടായിരിക്കുകയും അതിനെ നേരുകയും ചെയ്തിട്ട് എന്നെ നേർച്ചയായി കൊടുത്തേക്കാമെന്ന് പറഞ്ഞിട്ട് ഊനമുള്ളതിനെ കർത്താവിന് ബലിയർപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഒരു നേർച്ച കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ആ നേർച്ച എന്ത് ചെയ്തു, ആ നേർച്ച ഫുൾഫില്ല് ചെയ്തില്ലെങ്കിൽ, ഹല്ലേലൂയ, ത്രൂ ബ്രദേഴ്സ് ഇൻ ക്രൈസ്റ്റ്, ഹല്ലേലൂയ. അപ്പോൾ ആ നേർച്ച കാഴ്ചകൾ നമ്മൾ നിർവഹിച്ചില്ലെങ്കിൽ, ഹല്ലേലൂയ, ഉദാഹരണം പറയുന്നത്, മൂത്ത മോനുണ്ടായി, ആ മോനെ യേശു കർത്താവിന് ഞാൻ സമർപ്പിച്ചിരിക്കുന്നു, അവനെ ദൈവത്തിൻ്റെ ശുശ്രൂഷകനാക്കി ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ദൈവത്തോട് വാഗ്ദാനം ചെയ്തിട്ട് ആ വാഗ്ദാനം നിറവേറ്റാതിരുന്നാൽ ഓട്ടോമാറ്റിക്കായിട്ടൊരു കേഴ്സ് ആ വ്യക്തിയുടെ ലൈഫിലേക്ക് കടന്നു വരും. അതാണ് മലാക്കി 1:14 നേർച്ച കാഴ്ചകൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് ഫുൾഫില്ല് ചെയ്തില്ലെങ്കിൽ, ഹല്ലേലൂയ, എന്ത് പറയുന്നത്, ശരിക്കും ഒരു കേഴ്സ്. ഇപ്പം ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ഇത്ര പൈസ കൊടുത്തേക്കാം, ഹല്ലേലൂയ, അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായി ശരിക്കും, പക്ഷേ ആ നേർച്ച നിറവേറ്റിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദേ വിൽ ബി എ കേഴ്സ്. ഹല്ലേലൂയ. അടുത്തൊരു കാര്യം, അങ്ങനെ ഓരോ കാര്യങ്ങൾ, ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും വരും ദിവസങ്ങളിൽ നിങ്ങളെ തന്നെ പരിശോധിക്കാനും ആ ഡെലിവറൻസ് സർവീസ് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത്, ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ മേഖലകൾക്കകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഡെലിവറൻസ് എടുക്കാനും വേണ്ടിയാണ് ഞാൻ ഈ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളിലൂടെ സംസാരിച്ചുകൊണ്ട് പോകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നേർച്ചകൾ ദൈവത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് നിറവേറ്റിയിട്ടില്ലെങ്കിൽ ഒരു കേഴ്സ്, ഒരു ശാപം നിങ്ങളുടെ ലൈഫിൻ്റെ മേൽ, അതിനൊരു ഗേറ്റ് വേ ഉണ്ട്. അതിനകത്തുനിന്ന് നിങ്ങൾ പുറത്തു വരേണ്ടത് ആവശ്യമാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മരിച്ചവരോട് സംസാരിക്കുക. ഹല്ലേലൂയ. ഭാവി അറിയാൻ, കാര്യങ്ങൾ അറിയാൻ മരിച്ച വ്യക്തികളോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികൾ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും പ്രവൃത്തികൾക്കകത്ത് ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ there will be a curse. ഹല്ലേലൂയ. അടുത്തൊരു കാര്യം എന്താണ്, ശരിക്കും കൈനോട്ടം. വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് ശരിക്കും എന്ത്, കൈനോട്ടം. നമ്മുടെ കേരളത്തിലൊക്കെ ഗോഡ്സ് പ്രോപ്പർട്ടി, സിൻ ഓഫ് ട്രസ്പാസിങ് ഗോഡ്സ് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പം കൈനോട്ടം, അല്ലെങ്കിൽ എന്ത് പറയുന്നത്, ഭാവി അറിയാൻ വേണ്ടി കണിയന്മാരെ കാണുക, കൈനോട്ടക്കാരെ കാണുക, അല്ലെങ്കിൽ ഇത് എൻ്റെ ഭാവി എന്താണ് എന്നുള്ള ആക്ടിവിറ്റികൾക്കകത്ത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ there will be a curse. ഹല്ലേലൂയ. മറ്റൊരു കാര്യം, ഇതെല്ലാം ഞാൻ ഓടിച്ചോടിച്ച് പറയുന്നത് നിങ്ങൾ ഈ ശുശ്രൂഷകൾ കേട്ടിട്ട് നിങ്ങൾ എഴുതി വെക്കണം. ആ എഴുതി വെച്ചിട്ട് എൻ്റെ കുടുംബത്തിനകത്ത് എൻ്റെ പൂർവ്വപിതാക്കന്മാർ, നമ്മൾ പേരൻസിനോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ചും അറിവ് കിട്ടുമല്ലോ. അപ്പം ഞാനൊരു ഒരു ബ്രദറിൻ്റെ കാര്യം അറിയുന്നു. അവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ഹി വാസ് എ ബ്ലാക്ക് മജീഷ്യൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, ഹോളി ആൻഡ് വണ്ടർഫുൾ ജീസസ്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ മേഖലകളും എന്ത് ചെയ്യണം, നമ്മൾ അനൗൺസ് ആൻഡ് റിനൗൺസ് ചെയ്യണം. അപ്പോൾ പാം ഹിസ്റ്ററി, കൈനോട്ടം. പിന്നെന്താണ് ശരിക്കും, അതായത് ബലഹീനരും പാവങ്ങളുമായിട്ടുള്ള ആൾക്കാരെ, ഹല്ലേലൂയ, ബലഹീനരും പാവങ്ങളുമായിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ there will be a curse. ഹല്ലേലൂയ. ബലഹീനരും പാപികൾ ആയിട്ടുള്ള ആൾക്കാരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടൊരു കേഴ്സ് ആ വ്യക്തിയുടെ ലൈഫിലേക്ക് കടന്നു വരും. പിന്നെ ഒരു കാര്യമാണ് മിസ്യൂസിങ് വുമൺ ആൻഡ് ചിൽഡ്രൻ. ഹല്ലേലൂയ. സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, അല്ല there will be a curse. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റെസ്പെക്റ്റിംഗ് പേരൻസ്. ഹല്ലേലൂയ. പേരൻസിനെ, മാതാപിതാക്കളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ശാപവാക്കുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ that will be a curse all through your generations. ഹല്ലേലൂയ. അപ്പോൾ ഇതെല്ലാം നമ്മൾ അനൗൺസ് ആൻഡ് റിനൗൺസ് ചെയ്ത് ഇതിനകത്തുനിന്ന് പുറത്ത് വരേണ്ടത് വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺനാച്ചുറൽ സെക്സ്. ഹല്ലേലൂയ. എന്ത് പറയുന്നത്, അതായത് ഹോമോസെക്ഷുവാലിറ്റി, അല്ലെങ്കിൽ ലെസ്ബിയനിസം, സെക്സ് വിത്ത് ആനിമൽസ്, അല്ലെങ്കിൽ അഡൾട്ടറി, മാരേജിനകത്ത് ഇരുന്നിട്ട് പുറത്തൊരു വിവാഹ ബന്ധത്തിനകത്ത് ഏർപ്പെടുക, അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പ് ഉള്ള ലൈംഗിക ബന്ധങ്ങൾ, അതെല്ലാം എന്താണ് ശരിക്കും ഇല്ലിസിറ്റ് സെക്ഷൽ റിലേഷൻഷിപ്പ്. അങ്ങനെയുള്ള മേഖലകൾക്കകത്ത് ഒരു കേഴ്സ് ഉറപ്പായിട്ടും വരും. അടുത്ത ഒരു മേഖല എന്ന് പറയുന്നത് ആൻറ്റിസെമിറ്റിസം. ആൻറ്റിസെമിറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെയും ദൈവ ശുശ്രൂഷകരെയും ദൈവത്തിന് പ്രിയമുള്ള കാര്യങ്ങളെയും എന്ത് ചെയ്യുന്ന, പഴി പറയുക, കുറ്റം പറയുക.
ഹല്ലേലൂയ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട രാജ്യമാണ്. കർത്താവ് അബ്രാഹത്തോട് പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, ഞാൻ ശപിക്കും. അപ്പം അബ്രാഹത്തിൻ്റെ മേലുള്ള ശാപം അബ്രാഹം എന്ന് പറഞ്ഞ വ്യക്തിയുടെ മേൽ മാത്രമല്ല, അബ്രാഹത്തിലൂടെ ഉണ്ടാകുന്ന തലമുറകളിലേക്ക് മുഴുവൻ ആ ശാപം, ആ ഒരു അനുഗ്രഹവും ആ കവനൻ്റ് ദൈവം ശരിക്കും പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ ജനത്തെ ഒരുത്തൻ ശപിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ആ വ്യക്തിക്ക് എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ ശാപം ഉണ്ടാവും. അപ്പം ദൈവത്തിൻ്റെ വ്യക്തികളോ ദൈവത്തിൻ്റെ അഭിഷിക്തരോ ദൈവത്തിന് പ്രിയമുള്ള വ്യക്തികളെയോ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ശപിക്കുകയോ അവർക്കെതിരെ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ there will be a curse. ഹല്ലേലൂയ. അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഷ്ടിക്കുക, സ്റ്റീലിംഗ്. ഹല്ലേലൂയ. മോഷ്ടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, മറ്റുള്ളവൻ്റെ പ്രോപ്പർട്ടി മോഷ്ടിക്കുക, അവൻ്റെ സമ്പത്ത് മോഷ്ടിക്കുക, ഹല്ലേലൂയ, അല്ലെങ്കിൽ അവരുടെ ആധാരം പിടിച്ചു വെക്കുക, അങ്ങനെ പല പല കാര്യങ്ങൾ. അപ്പോൾ അതിനകത്തൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത്? ശരിക്കും there will be a curse. ഹല്ലേലൂയ. അടുത്തൊരു കാര്യം ഉണ്ടാകും ശരിക്കും സ്റ്റീലിംഗ് ഗോഡ്സ് മണി, ദൈവത്തിൻ്റെ പണം. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ പണം മോഷ്ടിക്കുകയാണെങ്കിൽ ശരിക്കും അതിനെക്കുറിച്ച് ഞാൻ പറയാം. ദൈവത്തിൻ്റെ പണം മോഷ്ടിക്കുകയാണെങ്കിൽ ശരിക്കും there will be a curse. മറ്റൊരു കാര്യം എന്താണ്? ശരിക്കും വെർബൽ അക്യൂസേഷൻ, വെർബൽ കേഴ്സസ്. ഹല്ലേലൂയ. അതോറിറ്റിയിലുള്ള അധികാരമുള്ള വ്യക്തികൾ ഹല്ലേലൂയ വെർബലായിട്ട് കേഴ്സ് ചെയ്യുക. ഇപ്പം വല്യപ്പനും അപ്പനും കൂടെ വഴക്കുണ്ടാക്കി, അപ്പോൾ വല്യപ്പൻ പറയണം, നീയും നിൻ്റെ തലമുറയും അല്ലെങ്കിൽ ഗതി പിടിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശരിക്കും അതൊരു കേഴ്സാണ്. ഹല്ലേലൂയ. അതൊരു ശാപമാണ്. ആ ശാപം ഇങ്ങനെ ആ ജനറേഷൻസിലൂടെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഹല്ലേലൂയ. അപ്പം ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങൾ, ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും കേട്ടിട്ട് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ലൈഫിനകത്ത് ഹല്ലേലൂയ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരോ നിങ്ങളുടെ ഫാമിലിയോ നിങ്ങളുടെ ഫാമിലി ട്രീക്കകത്ത് വ്യക്തമായിട്ട് കടന്നു വരാൻ സാധ്യതയുള്ള മേഖലകൾ ഏതാണോ അത് നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ ഡെലിവറൻസ് സർവീസ് ചെയ്യുന്ന ആ ശുശ്രൂഷയിൽ അനൗൺസ് ആൻഡ് റിനൗൺസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ മേഖലകളെ എടുത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥിച്ച് ഷട്ട് ഡൗൺ, അതിനെ ക്ലിയർ ചെയ്ത് നമ്മൾ അതിനകത്തും നമുക്ക് പുറത്തു വരാൻ സാധിക്കും. ഹല്ലേലൂയ. ഇനിയും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു കേഴ്സ് നീഡ് എ കോസ്. ഒരു കേഴ്സ് ഉണ്ടാകണമെങ്കിൽ ഒരു കാരണമുണ്ടാകണം. അപ്പോൾ ആ കാരണം എന്തെന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ഞാൻ ഈ മുകളിൽ പറഞ്ഞ ഒരു 10-15ഓളം കാര്യങ്ങൾ, അപ്പോൾ ആ കാര്യങ്ങൾക്കകത്ത് എന്ത് ചെയ്യും? ഇറ്റ് ക്യാൻ റിലീസ് എ കേഴ്സ്. ഓക്കെ. ഇനിയും ഒരു കേഴ്സ് പ്രൊനൗൺസ് ചെയ്യപ്പെടുന്ന 4 സോഴ്സസ് ഉണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് ഒരു ശാപം കടന്നു വരാം, ദൈവത്തിൻ്റെ മനുഷ്യ ശപിക്കാം. ഹല്ലേലൂയ. സാത്താനിൽ നിന്ന് ഒരു ശാപം കടന്നു വരാം, സാത്താൻ എംപവർ ചെയ്ത മനുഷ്യരാൽ ഒരു കേഴ്സിംഗ് വേർഡ് കടന്നു വരാം. ഹല്ലേലൂയ. അപ്പം 4 സോഴ്സിൽ നിന്ന് ശാപവാക്കുകൾ കടന്നു വരാം, ദൈവത്തിൽ നിന്ന് ശാപവാക്കുകൾ കടന്നു വരാൻ പറ്റും, അതുപോലെ ദൈവത്തിൻ്റെ മനുഷ്യരിൽ നിന്ന് ശാപവാക്കുകൾ, ഒരു വാക്ക്. ഹല്ലേലൂയ. ഇപ്പോൾ നമുക്ക് അതോറിറ്റിയിലുള്ള വ്യക്തികളെ ശരിക്കും പ്രൊവോക്ക് ചെയ്യാൻ പാടില്ല. ഹല്ലേലൂയ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചർച്ചിൻ്റെ പാസ്റ്റർ, ആ പാസ്റ്ററിനെ നിങ്ങൾ പോയി പ്രൊവോക്ക് ചെയ്ത് ആ പാസ്റ്ററിൻ്റെ അതിർത്തിൽ നിന്ന് വരികയാണ് ശരിക്കും, നീ ചർച്ച് വിട്ടുപോയി കഴിഞ്ഞാൽ നീ ബാക്ക് സ്ലൈഡ് ചെയ്യും, അല്ലെങ്കിൽ നീ യു ആർ നോട്ട് ഗോയിങ് ടു ബി വെൽ. അപ്പോൾ അതൊരു കേഴ്സിംഗ് വേർഡാണ് ശരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ മനുഷ്യരിൽ നിന്നും ശാപവാക്കുകൾ വരാം. ഹല്ലേലൂയ. മൂന്നാമതെന്താണ്? ശരിക്കും സാത്താനിൽ നിന്ന് ശാപവാക്കുകൾ, എൻചാൻറ്റിങ് സ്പിരിറ്റ്സ്. ഹല്ലേലൂയ. സാത്താൻ ഡിമോണിക് സ്പിരിറ്റിനെ അസൈൻ ചെയ്തിട്ട് ആ സ്പിരിറ്റുകൾ എൻചാൻറ്റ് ചെയ്ത് ഹല്ലേലൂയ കേഴ്സിംഗ് വേർഡുകൾ ഇങ്ങനെ ശരിക്കും റിലീസ് ചെയ്യപ്പെടുമ്പോൾ ഹല്ലേലൂയ ദാറ്റ് ഈസ് ഓക്കെ ബീയിങ് റിജക്റ്റഡ് ഇൻ ലൈഫ്. ഓക്കെ, അത് സ്പിരിറ്റ് ഓഫ് റിജക്ഷനാണ്. സാറാ സിസ്റ്റർ പറയുന്നു ബീയിങ് റിജക്റ്റഡ് ഇൻ ലൈഫ്. വിൽ ദാറ്റ് ബി എ കേഴ്സ്? യെസ് സിസ്റ്റർ. ഹല്ലേലൂയ. ഇറ്റ് ഈസ് എ കേഴ്സ്. There's a demonic spirit called spirit of rejection. ഹല്ലേലൂയ. സ്പിരിറ്റ് ഓഫ് റിജക്ഷൻ ആയിക്കഴിഞ്ഞാൽ ഇസ് എ വൂണ്ടഡ് സ്പിരിറ്റാണ് ശരിക്കും. ഇറ്റ്സ് വെരി ഡേഞ്ചറസ് സ്പിരിറ്റ്. സോ യു ഹാവ് ടു, നമ്മൾ ചിന്തിക്കുന്ന പോലെ എല്ലാവരും ചിന്തിക്കുന്ന വിസ്ക്രാഫ്റ്റ് ഒക്കെയാണ് ശരിക്കും ഭയങ്കര പവർഫുൾ സ്പിരിറ്റ് എന്ന്. നോ, സ്പിരിറ്റ് ഓഫ് ഫിയർ, ഞാൻ അതൊക്കെയാണ് ശരിക്കും ക്ലാസ് എടുത്തത്. ഭയത്തിൻ്റെ ദുരാത്മാക്കൾ, ഡൗട്ട്, ആങ്സൈറ്റി, റിജക്ഷൻ, ഹല്ലേലൂയ, കൺട്രോളിങ് സ്പിരിറ്റുകൾ, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ വ്യക്തികളുടെ ലൈഫിനകത്ത് കേഴ്സുകളെ കൊണ്ട്. അപ്പോൾ 4 കേഴ്സുകൾക്ക് 4 സോഴ്സസ് ഉണ്ട്. ഒന്നെന്താണ്? ശരിക്കും ദൈവത്തിൽ നിന്ന് ഒരു കേഴ്സ് കടന്നു വരാം. 2 ദൈവത്തിൻ്റെ മനുഷ്യരിൽ നിന്ന് ഒരു കേഴ്സ് കടന്നു വരാം. 3 എന്താണ്? സാത്താനിൽ നിന്ന് ബൈ എൻചാൻറ്റിങ് സ്പിരിറ്റുകൾ. ചില ഡിമോണിക് സ്പിരിറ്റുകൾ ഇങ്ങനെ ക്ലബ് ചെയ്ത് ഇൻ ദ റെലം ഓഫ് ദ സ്പിരിറ്റ് ദേ കീപ് കേഴ്സിങ് എ പേഴ്സൺ. ഒരു സെർവൻ്റ് ഓഫ് ഗോഡ്, ഇപ്പം ഞാൻ ദൈവ ശുശ്രൂഷ ചെയ്യുന്നു, എന്നെ കീപ്പ് ഓൺ കേഴ്സ് ചെയ്തുകൊണ്ടിരിക്കാന്നിരിക്കട്ടെ. അല്ല, അപ്പോൾ അത് എൻ്റെ ആത്മീയ മണ്ഡലത്തിനകത്തും എൻ്റെ ശരീരത്തിനകത്തും ഒക്കെ അത് അഫക്റ്റ് ചെയ്യും. കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഭയങ്കരമായിട്ട് ഫിസിക്കലി ടയേർഡ് ആകുകയാണ് ശരിക്കും. അപ്പം ഫിസിക്കലി ടയേർഡ്, അപ്പം 1-2 ആഴ്ചയായിട്ട് 1-2 ഡെലിവറൻസ് സർവീസുകളൊക്കെ ശരിക്കും ഓൺലൈനിലൂടെയൊക്കെ ചില പല വ്യക്തികൾക്ക് വേണ്ടിയും ചെയ്തിരുന്നു.
അപ്പം ഈ ആഴ്ച നമ്മൾ നോക്കുമായിരുന്നു. ഐ വാസ് ലിറ്റിൽ ബിറ്റ് ടയർഡ്, ബട്ട് ഐ ഹാവ് റിക്കവേർഡ് ബാക്ക് ത്രൂ പ്രെയർ ആൻഡ് ഫാസ്റ്റിംഗ്. ടുഡേ ഐ ആം ഓൾസോ ഫാസ്റ്റിംഗ്. ഇന്ന് ഫാസ്റ്റിങ്ങിലാണ് ശരിക്കും. അപ്പം പ്രാർത്ഥനയിലൂടെ ഐ റിക്കവേർഡ് ഇറ്റ് ബാക്ക്. സോ യെസ്റ്റർഡേ ഐ സോ എ ബിഗ് സ്പിരിറ്റ്, ഒരു വലിയ ഹ്യൂജ് സ്പിരിറ്റ്. ആ സ്പിരിറ്റ് ശരിക്കും ഒരു കരടിയെ പോലെ ഇരിക്കും, ഒരു 50-60 അടി പൊക്കമുള്ള ഒരു ബിഗ് സൈസ് സ്പിരിറ്റ്. So he is coming, and it's a territorial spirit, I think. He is coming and actually trying to threaten me. അപ്പോൾ അങ്ങനെയുള്ള സ്പിരിറ്റുകൾ നമ്മളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫിസിക്കലി ടയേർഡാവും, ശാരീരികമായിട്ട് പെട്ടെന്ന് ക്ഷീണം അനുഭവപ്പെടും. ഹല്ലേലൂയ. ഒരു പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വിടുതൽ ശുശ്രൂഷയ്ക്കകത്ത് ഇൻവോൾവ് ചെയ്യുന്ന ഒരു ദേവദാസനും ഒരു പാസ്റ്ററും അല്ലെങ്കിൽ സാധാരണ അനുഗ്രഹത്തിൻ്റെ മെസ്സേജ് പറയുന്നു, യേശു അനുഗ്രഹിക്കുന്നു, അബ്രാദിൻ്റെ അനുഗ്രഹം വരുന്നു, ദൈവം അനുഗ്രഹിക്കുന്നു, ചുമ്മാ അങ്ങനെ ആനയും ആടിൻ്റെയും വ്യത്യാസമുണ്ട് അവരുടെ രണ്ടുപേരുടെ ആത്മീയ ജീവിതം. ഹല്ലേലൂയ. നമ്മൾ യേശു അനുഗ്രഹിക്കുന്നു, അതനുഗ്രഹിക്കുന്നു, പിശാചിന് പുല്ലുവിലയാണ് അത് ശരിക്കും അങ്ങനെയുള്ള മെസ്സേജുകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ, ഹോളി ആൻഡ് വണ്ടർഫുൾ ജീസസ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നിങ്ങളുടെ അയലോക്കത്തൊരുത്തനുണ്ട് ശരിക്കും. ഓൾറൈറ്റ്, അയലോക്കത്തൊരുത്തനുണ്ട്. നിങ്ങളുടെ വീടും അവൻ്റെ വീടും തമ്മിൽ ഒരു മതിൽ ബൗണ്ടറിയാണ് ശരിക്കും. അപ്പോൾ അയലോക്കത്തിരിക്കുന്ന അവൻ നിങ്ങളെ തെറി വിളിച്ചെന്നിരിക്കട്ടെ. അവൻ്റെ പുരയ്ക്കകത്ത് നിന്ന് അവൻ കുറേ തെറി വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അത് യു ഡോണ്ട് മൈൻഡ് ഇറ്റ്. വിളിക്കുന്നവൻ വിളിക്കട്ടെ എന്ന് വിചാരിക്കും. ഹല്ലേലൂയ. പക്ഷേ അവൻ ആ മതിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് ഹല്ലേലൂയ നിങ്ങളുടെ ലൈഫിനകത്ത് വന്ന് നിങ്ങളുടെ വീട്ടിനകത്ത് കയറി നിങ്ങളെ എന്തെങ്കിലും ചെയ്താൽ കാര്യങ്ങൾ മാറും. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്താണ് ശരിക്കും ഈ ഡെലിവറൻസ് സർവീസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പിശാചിൻ്റെ കിങ്ഡത്തെ ടച്ച് ചെയ്താൽ ഹല്ലേലൂയ, ദെൻ ഓൺലി ഹീ ഈസ് വെരി മച്ച് വറീഡ്. ചുമ്മാ ഒരു മെസ്സേജ് പ്രീച്ച് ചെയ്തു, ഹീ ഈസ് നോട്ട് അഫക്റ്റഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, ഐ പ്രൈസ് ആൻഡ് താങ്ക് യു. വണ്ടർഫുൾ ലോർഡ് ജീസസ്, ഐ പ്രൈസ് ആൻഡ് താങ്ക് യു. ഹോളി ആൻഡ് വണ്ടർഫുൾ ജീസസ്. ഹല്ലേലൂയ. ഗിവ് മീ എ സെക്കൻഡ്. വണ്ടർഫുൾ ജീസസ്. Holy and wonderful Jesus. Hallelujah. Wonderful Lord Jesus. Oh Lord Jesus, I thank you. Hallelujah. അപ്പോൾ അങ്ങനെ ശരിക്കും ലോർഡ് ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ 4 സോഴ്സസ് ഉണ്ട് ശരിക്കും സാത്താൻ്റെ ദുരാത്മാക്കൾ അല്ലെങ്കിൽ അവരുടെ കേഴ്സസ് റിലീസ് ചെയ്യപ്പെടുന്ന. 1 ദൈവത്തിൽ നിന്ന്, 2 ദൈവിക മനുഷ്യരിൽ നിന്ന്, 3 സാത്താനിൽ നിന്ന്, എൻചാൻറ്റിങ് സ്പിരിറ്റ്സ്, 4ാമത്തേതാണ് ശരിക്കും ദ മെൻ ഓഫ് സൈറ്റൻ, സാത്താൻ്റെ മനുഷ്യരിൽ നിന്ന്. ഹല്ലേലൂയ. അപ്പോൾ സാത്താൻ അഭിഷേകം ചെയ്ത് സാത്താൻ്റെ പവർ കൊടുത്ത് സാത്താൻ റിലീസ് ചെയ്യുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് ഒരു കേഴ്സ് വരാൻ സാധ്യത. അപ്പോൾ അങ്ങനെയുള്ള കേഴ്സുകളുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ട്രാവൽ ത്രൂ ജനറേഷൻസ്. ഒരു ജനറേഷനിൽ നിന്ന് മറ്റു ജനറേഷനിലേക്ക് അതെന്ത് ചെയ്യാൻ പറ്റും? അത് ട്രാവൽ ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി റെഡിയാകുമ്പോൾ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധയോടെ നിങ്ങൾ എന്ത് പറയുക നോട്ട് ചെയ്ത് വെക്കണം. സോ വി ആർ ഗോയിങ് ടു ഡെലിവർ ഓൾ ദീസ് തിങ്സ്. ഹല്ലേലൂയ. ഇനിയും ഒരു 10 മിനിറ്റോടെ സംസാരിച്ച് ഞാൻ നിർത്തുകയാണ് ശരിക്കും. ഇന്ന് ഒത്തിരി നേരമാകും സംസാരിക്കാൻ തുടങ്ങിയിട്ട്. ഹൗ ടു ഐഡൻറ്റിഫൈ എ കേഴ്സ്. ഒരു കേഴ്സിനെ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഒരു ശാപത്തെ എങ്ങനെയാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ സെഷൻ നമ്മൾ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുക്ക പോകുന്നതെന്നിരിക്കട്ടെ. അപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുക്ക പോകുമ്പോൾ ഒരു ഡോക്ടർ ഒരു രോഗത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് ശരിക്കും? അതിൻ്റെ സിംറ്റംസ് നോക്കിയിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുക്ക ചെന്ന് നമ്മൾ പറയാണ്, ഡോക്ടർ എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ഷുഗർ കൂടി, അല്ലെങ്കിൽ പ്രഷർ കൂടുതലാണ്, കൊളസ്ട്രോൾ ഉണ്ട്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താണ് ശരിക്കും? അപ്പനും അമ്മയ്ക്കും എങ്ങാനും ഷുഗർ ഉണ്ടോ? ഹല്ലേലൂയ. നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിന് എങ്ങാനും ഷുഗറോ കൊളസ്ട്രോളോ വല്ലതും ഉണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈവൻ സയൻസ് പോലും എന്താണ് ജനറേഷണലായിട്ടുള്ള ഈ രോഗങ്ങളെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നു. സോ വൈ ഇസ് ഇറ്റ് സോ ഡിഫിക്കൽട്ട് ടു അക്സെപ്റ്റ് എ ജനറേഷണൽ സ്പിരിച്വൽ ഇഷ്യൂ? ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. പ്രൈസ് ആൻഡ് താങ്ക് യു. ഹോളി ആൻഡ് വണ്ടർഫുൾ ജീസസ്. ഹോളി ആൻഡ് വണ്ടർഫുൾ ജീസസ്. ഒരു സെക്കൻഡ്. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹോളി ആൻഡ് വണ്ടർഫുൾ ജീസസ്. ഓക്കെ, ഞാൻ പറഞ്ഞു തന്നൊരു പോയിന്റ് മനസ്സിലാവുന്നത്, നമ്മളൊരു ഡോക്ടറെ കാണാൻ ചെല്ലുമ്പം ഇപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം ചോദിക്കുന്ന ഷുഗർ കൂടി, ഫാദറിനും മദറിനും ആർക്കെങ്കിലും ഷുഗർ ഉണ്ടായിരുന്നോ?
ഹല്ലേലൂയ. ഫാദറിനോ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനോ എല്ലാം നിങ്ങൾക്ക് കൊളസ്ട്രോളിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, പ്രഷറിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു എന്നല്ലേ ചോദിക്കുന്നത്. സോ ദേ ആർ ഓൾറെഡി എഗ്രീയിങ് വിത്ത് ജനറേഷണൽ പ്രോബ്ലംസ്. ഒരു സയൻസ് പോലും എഗ്രി ചെയ്യുന്ന കാര്യമാണ് ശരിക്കും ജനറേഷണൽ ഇഷ്യൂസ്. ഹല്ലേലൂയ. അപ്പം ദർ ഇസ് എ സ്പിരിച്വൽ പ്രോബ്ലം കണക്റ്റഡ് വിത്ത് ഓൾ ദീസ് തിങ്സ്. ഇതുമായിട്ടെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു ആത്മീയ പ്രശ്നമുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു കേഴ്സിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? അപ്പോൾ ആ കേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആ ഒരു സിംറ്റംസ് അതൊന്ന് തൊട്ടു പോകുന്നു. എന്നിട്ട് ഞാൻ ശരിക്കും നമുക്ക് ഇന്നത്തെ സർവീസ് ഇന്ന് അവസാനിപ്പിക്കാം. ഉദാഹരണം പറഞ്ഞു ഒന്നാമതായിട്ട് മാരേജിനകത്ത് കേഴ്സ് ഉണ്ടോ, ഒരു ശാപമുണ്ടോ, ഒരു ജനറേഷണൽ കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു മാർഗ്ഗങ്ങൾ എന്താണ് ശരിക്കും? ഒന്നാമത്തെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വ്യക്തികൾ പറയാറുണ്ട് കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ല. ഹല്ലേലൂയ. അപ്പം ഞങ്ങളുടെ ഈ ഒരു തലമുറയ്ക്കകത്ത് പല വ്യക്തികൾ, ഞങ്ങളുടെ ഫാമിലി ട്രീക്കകത്ത് പല വ്യക്തികളിലും കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. ഇതിന് മുമ്പുള്ള തലമുറയിലും പല വ്യക്തികൾക്കും കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. അപ്പോൾ അതൊരു സൈനാണ് ശരിക്കും, അതൊരു അടയാളമാണ് ശരിക്കും. മാരേജിനകത്ത് അങ്ങനെയുള്ള അവസ്ഥകളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല, വർഷങ്ങളായിട്ട് മാരീഡ് ആകുന്നു, അതിനകത്ത് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ശരിക്കും? അതൊരു സൈനാണ് ശരിക്കും. എന്താണ്? ഒരു കേഴ്സ് ഉണ്ട് എന്നതിൻ്റെ അടയാളമാണത്. രണ്ടാമതെന്താണ് ശരിക്കും? ഫ്രീക്വൻ്റ് ആയിട്ടുള്ള മിസ്കാരേജുകൾ. ഹല്ലേലൂയ. കൂടെയുള്ള മിസ്കാരേജുകൾ, മാരേജിനകത്ത് കൂടെ മിസ്കാരേജ് സംഭവിക്കുന്നു. ട്രിവാൻഡ്രത്തുനിന്ന് മറ്റൊരു സഹോദരി എന്നെ വിളിച്ചു പറഞ്ഞു, ബ്രദറെ, ഒരു വർഷത്തിനകത്ത് 3 പ്രാവശ്യം മിസ്കാരേജ് സംഭവിച്ചു. അല്ലെ, ആദ്യത്തെ മിസ്കാരേജായി, രണ്ടാമത്തെ മിസ്കാരേജായി, മൂന്നാമത്തെ മിസ്കാരേജായി, അവർ നാലാമത്തെ, അത് കുഞ്ഞുങ്ങളില്ല. ദേ ആർ ട്രൈങ് ആൻഡ് ദ മിസ്കാരേജസ് കീപ്പ് ഓൺ ഹാപ്പനിങ്. അപ്പോൾ ഫ്രീക്വൻറ്റ് മിസ്കാരേജുകൾ എന്താണ് ശരിക്കും? അതിൻ്റെ ഒരു അടയാളമാണ് ശരിക്കും. ഹല്ലേലൂയ. മൂന്നാമത്തെ സംഭവം, വിവാഹങ്ങൾ നടക്കുന്നില്ല. ജനറേഷനകത്ത് പല വ്യക്തികളും ഇപ്പം ചിലർ പറയാറുണ്ട്, എൻ്റെ ആൻറ്റി മരണം വരെയും കല്യാണം കഴിച്ചിട്ടില്ല. ഹല്ലേലൂയ. വിവാഹങ്ങൾ നടക്കുന്നില്ല. അപ്പം അങ്ങനെ വിവാഹങ്ങൾ നടക്കാത്ത അവസ്ഥകളുണ്ടെങ്കിൽ, നാലാമതാണ് ശരിക്കും ഡിവോഴ്സസ്. ഓ ലോർഡ്, ഐ പ്രൈസ് ആൻഡ് താങ്ക് യു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം ഡിവോഴ്സുകൾ നടക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള മാരേജുകൾ, ഡിവോഴ്സ് ചെയ്തു മാരേജ് ചെയ്തു, ഡിവോഴ്സ് ചെയ്തു മാരേജ് ചെയ്തു, അങ്ങനത്തെ അവസ്ഥകളുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതെല്ലാം തന്നെ ഒരു കേഴ്സിൻ്റെ ശരിക്കും അടയാളമാണ് ശരിക്കും. ദെയർ ഇസ് എ കേഴ്സ് ഇൻ മാരേജ്. മാരേജിനകത്ത് ഒരു ജനറേഷനിലായിട്ട് കടന്നു വരുന്ന ഒരു കേഴ്സുണ്ട്. ദാറ്റ്സ് എ സൈൻ. ഹല്ലേലൂയ. അപ്പോൾ എന്തൊക്കെയാണ് ശരിക്കും? കുഞ്ഞുങ്ങളുണ്ടാകാത്ത അവസ്ഥ, ഫ്രീക്വൻറ്റ് മിസ്കാരേജ്, വിവാഹങ്ങൾ നടക്കാത്ത അവസ്ഥ, ഡിവോഴ്സുകൾ ഫ്രീക്വൻ്റായിട്ട് സംഭവിക്കുന്നു, റിപ്പീറ്റഡ് ആയിട്ടുള്ള മാരേജുകൾ സംഭവിക്കുന്നു. ഇതെല്ലാം ശരിക്കും ഇതിൻ്റെ അടയാളമാണ് ശരിക്കും. എനിക്കറിയാവുന്ന ഞാനൊരു കേട്ടതാണ് ശരിക്കും, ഒരു പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ ബോൺ അഗെയിൻ ആണ് ശരിക്കും. പുതിയതായിട്ട് ജോയിൻ ചെയ്ത വ്യക്തികൾ ഈ ശുശ്രൂഷകൾ ദയവ് ഇത് ഷെയർ ചെയ്തായിട്ട് അനേകം പേര് വരുന്ന ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡെലിവറൻസ് അതിലേക്ക് അവരെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഒരു പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ ബോൺ അഗെയിൻ ആണ് ശരിക്കും, നന്നായിട്ട് കർത്താവിനെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ശരിക്കും. അപ്പോൾ അവരുടെ ഫാമിലി ട്രീക്കകത്ത് പല വ്യക്തികളുടെയും എന്ത് പറയുന്ന സംഭവം ഈ സിംറ്റംസാണ്. മാരേജ് നടക്കുന്നില്ല, അല്ലെങ്കിൽ മാരേജ് നടന്നാൽ കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല, അങ്ങനെയുള്ള വിഷയങ്ങൾ. അപ്പോൾ ആ വിഷയമായിട്ട് അവരുടെ ഇപ്പോൾ അപ്പൻ്റെ ചേട്ടാനിയന്മാർ, അങ്ങനെ ഒത്തിരി പേരുണ്ടല്ലോ ശരിക്കും ആ കുടുംബത്തിനകത്ത് തന്നെ ശരിക്കും. അങ്ങനെ അനേകം ഫാമിലി. അപ്പോൾ അതിനകത്ത് ഇങ്ങനൊരു സിംറ്റം കണ്ടവർ ശരിക്കും. അപ്പം ചില വ്യക്തികൾക്ക് മാരേജ് നടക്കുന്നില്ല, ചില വ്യക്തികൾക്ക് മാരേജ് നടന്നാൽ കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല ഈ തലമുറയിൽ പല റിലേറ്റീവ്സിലും. അപ്പോൾ അദ്ദേഹം ഒരു പാസ്റ്റർ ആയതുകൊണ്ട് അദ്ദേഹം കർത്താവിൻ്റെ മുമ്പിൽ ഈ വിഷയം വെക്കാനിടയായി. അപ്പോൾ വെക്കാനിടയായപ്പോൾ കർത്താവ് ശരിക്കും പറഞ്ഞ സംഭവം ഇതാണ് ശരിക്കും. അവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ അപ്പൻ, ഹി വാസ് എ വുമനൈസർ. ഹല്ലേലൂയ. അപ്പം സ്ത്രീകളെ റേപ്പ് ചെയ്യുകയും പല സ്ത്രീകളുടെ ലൈഫ് നശിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാപം ആ ഫാമിലി ട്രീക്കകത്ത് സംഭവിച്ചതുകൊണ്ട് there was a curse on that family tree. ഹല്ലേലൂയ. അപ്പോൾ ആ ഫാമിലി ട്രീക്കകത്ത് എന്ത് ചെയ്തു? ഒരു കേഴ്സ് സംഭവിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ആ കേഴ്സ് വന്നതുകൊണ്ട് തന്നെ ഇവരുടെ ആ കേഴ്സിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ശരിക്കും എന്ത്? ഈ ഒരു കുഞ്ഞുങ്ങളുണ്ടാകാത്ത അവസ്ഥ. അങ്ങനെ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംറ്റംസാണ് ശരിക്കും എന്താ? കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, മിസ്കാരേജുകൾ, വിവാഹ തടസ്സങ്ങൾ, ഡിവോഴ്സുകൾ, റിപ്പീറ്റഡ് ആയിട്ടുള്ള മാരേജുകൾ, ഇതെല്ലാം എന്താണ് ശരിക്കും? സിംറ്റംസാണ്. അതിൻ്റെ കോസ് എന്താണ്? അതിൻ്റെ കാരണങ്ങൾ എന്താണ്? അങ്ങനെ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണ് ശരിക്കും? ഇപ്പോൾ ഒന്നാമത്തെ ഈ പാസ്റ്ററിൻ്റെ കേസ് പറഞ്ഞ കേസിൽ ശരിക്കും അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഹി വാസ് എ വുമനൈസർ.
ഹല്ലേലൂയ. അപ്പം അദ്ദേഹത്തിൻ്റെ അനേകം സ്ത്രീകളെ മിസ്യൂസ് ചെയ്യുകയും റേപ്പ് ചെയ്യുകയൊക്കെ ചെയ്ത ഒരു കാര്യം നടന്നിട്ടുണ്ട്. അവരുടെ ഫാമിലി ട്രീക്കകത്ത് ദെയർ വാസ് എ കേഴ്സ്. അപ്പോൾ അതൊരു കാരണമാണ്. രണ്ടാമത്തെ സംഭവം, അബോർഷനുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികളെ അബോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു കേഴ്സാണ് ശരിക്കും. മാരേജിനകത്ത് അത് റിഫ്ലക്റ്റ് ചെയ്യും. ഹല്ലേലൂയ. ഹോളി ആൻഡ് വണ്ടർഫുൾ ജീസസ്. ഹല്ലേലൂയ. ഹിസ്റ്ററി വെളിപ്പെടണം അല്ലേ? ഓക്കെ, ശില്പ സിസ്റ്റർ പറയുന്നു. യെസ്, വി ഷുഡ് നോ. അതാണ് ശരിക്കും നമ്മൾ ഡെലിവറൻസ് സർവീസ് ചെയ്യുമ്പം ഹോളി സ്പിരിറ്റ് വിൽ ഓൾവേസ് ഹെൽപ്പ് അസ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ശുശ്രൂഷിക്കാത്ത പറഞ്ഞില്ല, ഒരു ബ്രദറിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളില്ല. സോ ദ ഹോളി സ്പിരിറ്റ് ടോൾഡ് മീ ദെയർ വാസ് എ ബ്ലഡ് സാക്രിഫൈസ് ഇൻ ദെയർ ഫാമിലി ട്രീ. അവരുടെ ഫാമിലി ട്രീക്കകത്ത് ഒരു ബ്ലഡ് സാക്രിഫൈസ് ഉണ്ട്. സോ ദർ ഇസ് എ കേഴ്സ്. ഹല്ലേലൂയ. അപ്പോൾ ആ കേഴ്സ് ഉള്ളത് കൊണ്ട് ദേ ആർ നോട്ട് കൺസീവിങ്. ദർ ഇസ് എ കേഴ്സ് അപ്പോൺ ദറ്റ് ഫാമിലി. ഓക്കെ, അപ്പം അബോർഷൻ ഒരു രണ്ടാമത്തെ കാരണമാണ്. മൂന്നാമത്തെ സംഭവം എന്താണെന്ന് ശരിക്കും അഡൾട്ടറി അല്ലെങ്കിൽ ഫോണിക്കേഷൻ അല്ലെങ്കിൽ അൺനാച്ചുറൽ സെക്ഷൽ സീൻസ്. അപ്പോൾ അതൊക്കെ ഒരു ഫാമിലി ട്രീക്കകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാരേജിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യും. നാലാമത് ചൈൽഡ് സാക്രിഫൈസസ്, രക്തബലികൾ, ഉടമ്പടികൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് മാരേജിനകത്ത് ശരിക്കും ഇമ്പാക്റ്റ് ചെയ്യും. രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഓടിച്ച് നിൽക്കുന്നു, 12:30 ആകുന്നു ഇവിടെ. നമുക്കിത് ഡീറ്റെയിൽഡായിട്ട് അടുത്ത ക്ലാസ്സിനകത്ത് നമുക്ക് കുറച്ചുകൂടെ ആഴത്തിൽ കാണാൻ സാധിക്കും. രണ്ടാമത് സാമ്പത്തിക മേഖലയ്ക്കകത്ത് ഒരു കേഴ്സ് ഉണ്ടോ എന്നെങ്ങനെ അറിയുന്നത് ശരിക്കും അതിൻ്റെ ഒന്നാമത്തെ റീസൺ, എത്ര സാമ്പത്തികമായിട്ട് വരുമാനം ഉണ്ടായാലും ആ വരുമാനം നിലനിൽക്കത്തില്ല, ആ സമ്പത്ത് നിലനിൽക്കത്തില്ല. ഹല്ലേലൂയ. യു ആർ ഗെറ്റിംഗ് സാലറി, യു ആർ ഗെറ്റിംഗ് എവറിത്തിങ്, ബട്ട് ആ സാമ്പത്തിക മേഖല എന്ത് ചെയ്ത് കൈക്കകത്തോട് ഇങ്ങനെ ഒളിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക, അത് നിലനിൽക്കത്തില്ല. മാസത്തിൻ്റെ അവസാനമാകുമ്പം തീർന്നു. ഹല്ലേലൂയ. സോ ദാറ്റ് ഈസ് എ സൈൻ ദാറ്റ് ദർ ഇസ് എ കേഴ്സ് ഇൻ ദ ഫൈനാൻഷ്യൽ ഏരിയ. രണ്ടാമത് ദർ ഇസ് നോ പ്രോസ്പെരിറ്റി ഫോർ മെനി ജനറേഷൻസ്. അപ്പൻ പാവപ്പെട്ടവനായിരുന്നു, അപ്പൻ പാവപ്പെട്ടവനാണ്, പാവപ്പെട്ട ഗ്രാൻഡ് ഫാദർ. ഈ ജനറേഷൻ ഇപ്പോൾ ഒന്നും പ്രോസ്പെരിറ്റിയേ ഇല്ല. ദർ ഇസ് നോ പ്രോസ്പെരിറ്റി ഫോർ മെനി ജനറേഷൻസ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ കിട്ടുന്ന പണം സഫീഷ്യൻ്റ് അല്ല, അത് തികയുന്നില്ല, ഒരിക്കലും തികയുന്നില്ല, ആ പണം കയ്യിൽ നിൽക്കുന്നില്ല. അങ്ങനെ ഫൈനാൻഷ്യൽ മേഖലയ്ക്കകത്ത് അങ്ങനെയുള്ള സിംറ്റംസ് കാണുന്നെങ്കിൽ ദർ ഇസ് എ ഹൈ ചാൻസ് ദാറ്റ് ദർ ഇസ് എ ജനറേഷണൽ കേഴ്സ് ഓൺ ദാറ്റ് ഫാമിലി ലൈൻ. ഹല്ലേലൂയ. അപ്പോൾ ആ ജനറേഷണൽ കേസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും? ഒന്നാമത് മെയിൻ കാരണങ്ങൾ, ഞാൻ പ്രിയപ്പെട്ട ദൈവമക്കളെ കേരളത്തിൻ്റെ ആസ്പെക്റ്റിനകത്ത് പറയുകയാണ് ശരിക്കും മെനി ഫാമിലീസ്, ഹല്ലേലൂയ, തേർഡ് ഓർ ഫോർത്ത് ജനറേഷൻസിന് മുമ്പ് അവർ സമ്പത്തുണ്ടാകാൻ വേണ്ടി ബ്ലഡ് സാക്രിഫൈസസുകൾ ഓഫർ ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മൃഗങ്ങളെ ബലിയർപ്പിക്കുമായിരുന്നു, മനുഷ്യരെ ബലിയർപ്പിക്കുമായിരുന്നു, കുഞ്ഞുങ്ങളെ ബലിയർപ്പിക്കുമായിരുന്നു. ബ്ലഡ് സാക്രിഫൈസസ് ടു പ്ലീസ് ദ സ്പിരിറ്റ് ഓഫ് മാമോൻ. ഹല്ലേലൂയ. അപ്പം മാമോൻ എന്ന് പറയുന്ന ഒരു സ്പിരിറ്റാണ് ശരിക്കും. അപ്പോൾ ആ സ്പിരിറ്റിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടി, അപ്പം മാമോൻ എന്ന് പറയുന്ന സ്പിരിറ്റ് വ്യത്യസ്ത ദേശങ്ങളിൽ വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഹല്ലേലൂയ. ഇപ്പം നമ്മളിപ്പം വിദ്യാഭ്യാസം, അതിന് സരസ്വതി പൂജ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഈ സ്പിരിറ്റുകൾ വ്യത്യസ്ത പേരുകളിലാണ് ശരിക്കും. അപ്പം അങ്ങനെ ആ പണമുണ്ടാകാൻ വേണ്ടി, സമ്പത്തുണ്ടാകാൻ വേണ്ടി പൂർവ്വപിതാക്കന്മാർ എന്ന് പറയുന്ന രക്തബലികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, മൃഗബലികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ കേഴ്സ്. അത് എ കേഴ്സ് ക്യാൻ ഓൺലി ഹാപ്പൻ വെൻ ദർ ഈസ് എ കോസ്. ഒരു കാരണമില്ലാതെ ഒരു കേഴ്സ് ഉണ്ടാകത്തില്ല. അപ്പോൾ അതിൻ്റെ കാരണമാണ് ശരിക്കും എന്താണ്? ശരിക്കും രക്തബലികൾ നടന്നിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ രണ്ടാമതായിട്ട് പാവങ്ങൾക്കെതിരെ സിൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പുവർ ആൻഡ് വീക്ക് പീപ്പിൾ, അവർക്കെതിരെ പാപം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എ ശരിക്കും ഒരു കേഴ്സ് ഉണ്ട്. പിന്നെ പൈസ സ്റ്റീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, പാവങ്ങളുടെ നിന്ന് പണം മോഷ്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എ കേസ്. ഞാനത് ഓടിച്ചൊന്ന് പോകുന്നുള്ളൂ, നമുക്ക് ഡീറ്റെയിൽഡായിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അതുപോലെ തന്നെ സാധനങ്ങൾ, ദൈവത്തിൻ്റെ സാധനങ്ങൾ, ഈവൻ ഗോഡ്സ് മണി ഇഫ് ഇറ്റ് ഇസ് സ്റ്റോളൻ ദർ ഇസ് എ കേസ്. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാരണങ്ങളുണ്ട് ശരിക്കും ഫൈനാൻഷ്യൽ മേഖലയ്ക്കകത്ത് ശരിക്കും കടന്നു വരാൻ, ശാപങ്ങൾ കടന്നു വരാൻ വേണ്ടി. പിന്നെ ഹെൽത്തിൻ്റെ മേഖലയ്ക്കകത്ത് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ക്യാൻസർ, സ്കിൻ ഡിസീസ്, മെൻ്റൽ ഇഷ്യൂസ്. ചില കുടുംബങ്ങളറിയാം മാനസിക രോഗികളാണ് ശരിക്കും. അല്ലെങ്കിൽ ഒരു തലമുറയിൽ ഒരാൾ മാനസിക രോഗി, മറ്റേ തലമുറയിൽ ഒരാൾ മാനസിക രോഗി. കീപ്പ് ഓൺ മാനസിക രോഗം, മെൻ്റൽ ഇഷ്യൂസ്. അല്ലെങ്കിൽ ആൽക്കഹോളിസം, അപ്പൻ കുടിയനായിരുന്നു, മകൻ കുടിയനായിരുന്നു, അല്ലെങ്കിൽ ആ ആൽക്കഹോളിസം കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ അതെല്ലാം തന്നെ എന്താണ് ശരിക്കും? ഇറ്റ്സ് എ സൈൻ ഓഫ് എ കേഴ്സ്. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ഹാബിറ്റുകൾ, സ്വഭാവങ്ങൾ, ആൽക്കഹോളിസം, സ്മോക്ക്, ഡ്രഗ്സ്, കള്ളം പറയുന്ന സ്വഭാവം, അൺകൺട്രോളബിളായിട്ടുള്ള ദേഷ്യം, അല്ലെങ്കിൽ അപ്പോൾ സെക്ഷുവൽ പാഷൻസ്. അപ്പോൾ ഇതെല്ലാം തന്നെ പല രീതിയിലുള്ള ശരിക്കും കേഴ്സസിൻ്റെ സിംറ്റംസാണ്. അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സിംറ്റംസ് ഉണ്ട്. ഞാൻ ഈ കാര്യങ്ങളെ പറയുന്നത് നിങ്ങൾക്ക് പിന്നീട് മെസ്സേജ് വീണ്ടും ഒന്നുകൂടെ കേട്ടിട്ട് നിങ്ങൾ എഴുതി വെക്കുക. ഏത് മേഖലയ്ക്കകത്താണ്, ഇപ്പോൾ സാമ്പത്തിക മേഖലയാണ്, അപ്പോൾ അതിനകത്ത് ഏത് രീതിയിലുള്ള മേഖലയ്ക്കകത്താകാം എൻ്റെ
ഫാദേഴ്സോ എൻ്റെ പേരൻസോ ഒക്കെ ഇടപെട്ടിട്ടുള്ളത്. ഹല്ലേലൂയ. അപ്പം ആ മേഖലയ്ക്കകത്താണെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് നമുക്ക് അനൗൺസ് ആൻഡ് റിനൗൺസ് ചെയ്ത് നമുക്ക് ഡെലിവറൻസ് എടുക്കാൻ പറ്റും. ഹല്ലേലൂയ. മെസ്സേജ് ഒത്തിരി നീണ്ടുപോയി. ഇവിടെ സമയം 12:30 ആകുന്നു. നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഈ മെസ്സേജുകൾ കണ്ടിന്യൂ ചെയ്ത് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന സംഭവം, വെൻ യു ഹാവ് ദ അണ്ടർസ്റ്റാൻഡിങ്, ഇതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഡെലിവറൻസ് സംഭവിക്കാൻ എളുപ്പമാണ് ശരിക്കും. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ശരിക്കും ഇങ്ങനെയുള്ളൊരു മേഖലയ്ക്കകത്ത് കേരളത്തിലെങ്ങും ആരും ടച്ച് ചെയ്യാത്ത മേഖലയാണ് ശരിക്കും. കാരണം ഇത് ടച്ച് ചെയ്യുമ്പം തന്നെ ആത്മീയ മണ്ഡലത്തിനകത്ത് അതുപോലെ റെസിസ്റ്റൻസ് വരും. ആരും ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറല്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് സാധാരണഗതിയിൽ പാസ്റ്റർമാരും ആൾക്കാരെന്താ ചെയ്യുന്നത്, സുവിശേഷകർ എന്നാ ചെയ്യുന്നത്, ശരിക്കും അബ്രഹാത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്, ദൈവം ആ ദൈവമാണ്, ദൈവം അങ്ങനെ മാത്രം പറഞ്ഞുകൊണ്ട് ഉപരിപ്ലവമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് സാത്താൻ അവൻ്റെ ഒരു രോമത്തെ പോലും തൊടുന്ന ഒരു കാര്യവും സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെയുള്ള സാത്താൻ്റെ കിങ്ഡത്തെ ടച്ച് ചെയ്ത് അവൻ്റെ കയ്യിൽ നിന്ന് വ്യക്തികളെ വിടുതൽ ശുശ്രൂഷ ചെയ്യുന്നത് അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ശരിക്കും. ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് എ റിയൽ ഫൈറ്റാണ് ശരിക്കും. ഹല്ലേലൂയ. റിയൽ ഫൈറ്റാണ്, ആത്മീയ യുദ്ധമാണ് ശരിക്കും. അപ്പോൾ ആ ആത്മീയ യുദ്ധം ചെയ്യണമെങ്കിൽ അല്പം വില കൊടുക്കണം. ഹല്ലേലൂയ. അപ്പം അല്പം ധൈര്യം വേണം, അല്പം ശകലമൊക്കെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അതിനെയൊക്കെ നേരിടാനുള്ളൊരു തൻ്റെ ഇടം വേണം. യേശു കർത്താവിൻ്റെ കൃപ വേണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഗ്രേസ് വേണം. അപ്പോൾ ഇതൊന്നും എടുക്കാൻ ആൾക്കാർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ആരും ഇങ്ങനത്തെ വിഷയം സംസാരിക്കാറില്ല. ആരും സംസാരിക്കുന്ന ഇങ്ങനത്തെ വിഷയം പരസ്യമായിട്ട്? ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രിസ്തീയ വിശ്വാസികളിൽ മജോറിറ്റിയും കടന്നു പോകുന്നൊരു പ്രോബ്ലമാണ് ജനറേഷണൽ കേഴ്സ്. ഈ ജനറേഷണൽ കേഴ്സ് ഉണ്ട് എന്നൊരു വിഷയം തന്നെ സംസാരിക്കുമ്പോൾ തന്നെ പൈശാചിക മണ്ഡലങ്ങൾ ഇളകി മറിയും. ഹല്ലേലൂയ. അവരടങ്ങിയിരിക്കത്തില്ല. കാരണം സാത്താൻ്റെ ശക്തി ഇരിക്കുന്നത് എവിടെയാണെന്നറിയാം? അവൻ്റെ മെയിൻ പവർ ഇരിക്കുന്നത് അവൻ്റെ സീക്രറ്റിനകത്ത്, അവൻ്റെ രഹസ്യത്തിനകത്ത്. ഇപ്പം നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങളുടെ സാമ്പത്തിക മേഖലകൾ വരണ്ടുണങ്ങിയ ഒരു മരുഭൂമി പോലെയാണ് നിങ്ങളുടെ സാമ്പത്തിക മേഖല കഴിഞ്ഞ 40 വർഷമായിട്ട്. ഇതിനു മുമ്പ് എൻ്റെ ഫാദറിൻ്റെ സാമ്പത്തിക മേഖല ഇങ്ങനെ തന്നെയായിരുന്നു എന്നിരിക്കട്ടെ. ഉറപ്പായിട്ട് ഇതുവരെ നമ്മൾ ചിന്തിച്ചിട്ടില്ല നമ്മുടെ ലൈഫിനകത്തൊരു കേഴ്സ് ഉണ്ടോ, ഒരു പാരമ്പര്യ ശാപമാണോ ഇതിൻ്റെ കാരണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യട്ടെ, സത്യമാണല്ലോ ഈ ബ്രദർ പറയുന്നത്. എൻ്റെ പേരൻറ്റിൻ്റെയും ഗ്രാൻഡ് ഫാദറിൻ്റെയും ഞങ്ങളുടെ ജനറേഷൻസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളില്ല, വിവാഹ തടസ്സങ്ങളുണ്ടാകുന്നു. സോ ദേർ ഇസ് എ പ്രോബ്ലം, ഒരു കേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ അപ്പോൾ സാത്താൻ്റെ കിങ്ഡം ഷെയ്ക്ക് ആവുകയാണ് ശരിക്കും. അവൻ അസ്വസ്ഥമാണ്. കാരണം അവൻ്റെ കിങ്ഡം തകരുവാണ് ശരിക്കും. അവൻ്റെ കിങ്ഡം ബ്രേക്ക് ചെയ്യപ്പെടുവാണ് ശരിക്കും. ഹല്ലേലൂയ. അപ്പോൾ അവൻ്റെ കിങ്ഡം ബ്രേക്ക് ചെയ്യപ്പെടുമ്പോൾ അവൻ്റെ കിങ്ഡത്തെ തകർത്തെറിയുന്ന ഒരു ശുശ്രൂഷ വെളിപ്പെട്ടാൽ മാത്രമേ അതിനകത്തുനിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടത്തുള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ശുശ്രൂഷ ബുദ്ധിമുട്ടുള്ള ശുശ്രൂഷ ആയതുകൊണ്ട് സാധാരണ പാസ്റ്റർമാർ ചെയ്യത്തില്ല. അവരെന്നാ പറഞ്ഞു വെക്കുമെന്നറിയാം? ബ്രദറെ, അത് സഹനമാണ്, അങ്ങ് സഹിച്ചോളാൻ പറയും. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തീയ വിശ്വാസി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആത്മീയമായിട്ട് വീണ്ടും ജനിച്ചവനാണ്, യേശു കർത്താവിനെ സ്വീകരിച്ചവനാണ്. പക്ഷേ അവൻ്റെ ലൈഫിനകത്ത് സ്വസ്ഥതയില്ല, സമാധാനമില്ല, അനുഗ്രഹമില്ല. ഇതാണോ ക്രിസ്തീയ ലൈഫ് എന്ന് പറഞ്ഞ് പലരും ക്രിസ്തീയ ജീവിതം ഇട്ടുപേക്ഷിച്ച് പോകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോബഡി ഈസ് ദെയർ ടു ബോൾഡ് ഇനഫ് ടു ബ്രേക്ക് ദറ്റ് ബോണ്ടേജസ്, ടു കം അഗൈൻസ്റ്റ് ദറ്റ് സ്പിരിറ്റ് ആൻഡ് സേ ഔട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. നിങ്ങൾ എവിടെയെങ്കിലും ഈ ശുശ്രൂഷയ്ക്കകത്ത് നിങ്ങൾ ഈ ഓൺലൈൻ ശുശ്രൂഷകളൊക്കെ കാണുന്നുണ്ടല്ലോ, അനേകം ശുശ്രൂഷകൾ, ആരെങ്കിലും സാത്താനെതിരെ യു സ്നേക്ക് സ്പിരിറ്റ്, അല്ല സർപ്പത്തിൻ്റെ ദുരാത്മാവെ പുറത്തു പോ എന്ന് പറയുന്ന ഒരു വാക്കെങ്കിലും നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നോബഡി വിൽ ഡു ദാറ്റ്. ഹല്ലേലൂയ. ആരും ചെയ്യുന്നില്ല. കാരണം അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ സാഹചര്യങ്ങൾ വ്യത്യാസമാകും. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു പെയിനും ഒന്നും എടുക്കാൻ ആരും തയ്യാറല്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് സംഭവം എന്ന് പറയുന്നത് അബ്രഹാത്തിൻ്റെ അനുഗ്രഹം വരുന്നു, ദൈവം അനുഗ്രഹിക്കുന്നു, ദൈവം പരിപാലിക്കുന്ന ദൈവമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് പിശാചിനും അവൻ്റെ ഒരു രോമത്തെ പോലും ഒന്നും സംഭവിക്കത്തില്ല. കാരണം നിങ്ങൾ ആ മെസ്സേജ് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും. ആ മെസ്സേജുകളൊന്നും നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യുന്നില്ല, നിങ്ങളുടെ ലൈഫിനകത്ത് വർക്ക് ചെയ്യുന്ന ഇവൽ സ്പിരിറ്റുകളെ ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ അവരെ ടച്ച് ചെയ്യാത്ത ഒരു ശുശ്രൂഷ അവർ ദേ ആർ നോട്ട് കെയർഫുൾ. ഹല്ലേലൂയ. ഓ ലോർഡ് ജീസസ്. അപ്പോൾ അവർക്ക് അതിനകത്ത് താല്പര്യമില്ല. എന്താ പറയുക, അവർ വളരെ കംഫോർട്ടബിളായിട്ട് നിങ്ങളുടെ ശരീരത്തിനകത്തിരിക്കുന്നു, നിങ്ങളുടെ ആത്മമണ്ഡലത്തിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു. നിങ്ങൾ മെസ്സേജ് കേട്ട് പോകുന്നു, ഒന്നും മാറ്റം സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൂം മീറ്റിങ്ങിനകത്ത് ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏതെങ്കിലും വ്യക്തി പറയുകയാണ് ഇന്ന് അനുഗ്രഹം വരുന്നു, നാളെ അനുഗ്രഹം വരുന്നു എന്ന് ചുമ്മാ പറയുന്നത്, ജസ്റ്റ് ലീവ് ഹിം. അങ്ങനെയുള്ള വ്യക്തിയെ നിങ്ങൾ വിട്ടൊഴിഞ്ഞു പോകും. നിങ്ങൾ 40 വർഷമായിട്ട് ആ മെസ്സേജിലേക്ക് കേട്ടോണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. 50 വർഷമായിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ നിങ്ങളുടെ ലൈഫിനകത്ത് ഒന്നും വരുന്നില്ലല്ലോ. അപ്പോൾ എന്താ അതിൻ്റെ കാരണം? there will be some reason. ഹല്ലേലൂയ.
ഞാൻ പറഞ്ഞത് ഇതുണ്ട്, അനുഗ്രഹം വരുന്നു, ആ അനുഗ്രഹം വരുന്നു, ഈ കർത്താവ് അനുഗ്രഹിക്കുന്നു, അബ്രഹാത്തിൻ്റെ അനുഗ്രഹം വരുന്നു, ഈ അനുഗ്രഹം വരുന്നു. ഇത് നിങ്ങൾ 10-40 വർഷമായിട്ട് കേട്ടോണ്ടിരിക്കുമല്ലേ, എന്നിട്ട് 40 വർഷമായിട്ട് വരാത്ത അനുഗ്രഹം എന്തുകൊണ്ടത് വരുന്നില്ല? സോ പരിശോധിക്കുക, എന്തുകൊണ്ടത് വരുന്നില്ല, എന്തുകൊണ്ട് ആ അനുഗ്രഹം വരുന്നില്ല, എന്തുകൊണ്ട് ആ ബ്ലെസ്സിങ്ങിനകത്ത് എനിക്ക് നടക്കാൻ സാധിക്കുന്നില്ല? ദെർ വിൽ ബി എ പ്രോബ്ലം, ദെർ വിൽ ബി ഒരു കാരണമുണ്ട് അതിന്. അല്ല, അതിനാണ് ശരിക്കും ഞാൻ സൂം മീറ്റിങ്ങിനകത്ത് നിങ്ങൾ ദയവ് ചെയ്ത് ഈ സൺഡേയിൽ നമുക്ക് സൂം മീറ്റിംഗ് ഇല്ല. ഞാൻ സൂം മീറ്റിംഗ് ശരിക്കും സൺഡേകളിലാണ്, നമ്മളെല്ലാം ഞായറാഴ്ചകളിലാണ് സൂം മീറ്റിംഗ് ചെയ്യുന്നത്. ഇന്ത്യൻ സമയം 6 മണിക്കാണ്. ഈ സൺഡേ ഐ വാണ്ട് ടു ടേക്ക് എ റെസ്റ്റ്. അല്ലെങ്കിൽ ഞാൻ ഫിസിക്കലി കണ്ടുപോകാൻ ഇത്തിരി ടയേർഡാണ് ശരിക്കും. സോ ഐ വാണ്ട് ടു ടേക്ക് എ റെസ്റ്റ്. ഇത് സൺഡേ ഒന്ന് റെസ്റ്റ് ചെയ്യണം ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ അടുത്ത സൂം മീറ്റിങ്ങിനകത്ത് ഞാൻ വളരെ ഡീപ്പായിട്ടുള്ള ആത്മീയ കാര്യങ്ങളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ സൺഡേയിലെ സൂം മീറ്റിങ്ങിൽ ഇരുന്നപ്പം കർത്താവിനോട് പറഞ്ഞത് ടീച്ച് ദം ദ റിയൽ ക്രിസ്ത്യൻ ലൈഫ്. ഇവരെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്താണെന്ന് പഠിപ്പിക്കുക എന്ന് എന്നോട് പറഞ്ഞത് ശരിക്കും. കാരണം ഇന്ന് പഠിപ്പിക്കുന്നില്ല ആൾക്കാർ. ഹല്ലേലൂയ. ആൾക്കാർ ചുമ്മാ കുറേ ഡീപ്പായിട്ടുള്ള ഒരു ആത്മീയ കാര്യങ്ങളോ ആൾക്കാർക്ക് അവരുടെ സാൽവേഷൻ വർക്കൗട്ട് ചെയ്തെടുക്കേണ്ടത് എങ്ങനെയെന്നോ ഒന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് ശരിക്കും മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സംസാരിക്കാൻ ദീസ് ആർ ദ റിയൽ ക്രിസ്ത്യൻ ലൈഫ്. ആരെങ്കിലും ആ മെസ്സേജ് കേട്ടിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ആ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ശരിക്കും കഴിഞ്ഞ സൂം മീറ്റിങ്ങിനകത്ത് സംസാരിച്ച വിഷയം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിനകത്തുനിന്ന് സംസാരിച്ചു ശരിക്കും. ഹല്ലേലൂയ. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ്, നിങ്ങൾ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് മാറത്തില്ല, ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും. നിങ്ങൾ ഇതേപോലെ ചുമ്മാ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഇവരുടെയും പ്രസംഗം, അനുഗ്രഹിക്കുന്ന ദൈവം, ഈ ദൈവം, ആ ദൈവം, നല്ല ദൈവം, അബ്രഹാത്തെ അനുഗ്രഹിച്ച ദൈവം, ചെങ്കടൽ പിളർന്നു, അത് പിളർന്നു, ഇതിങ്ങനെ കേട്ട് ഈ പ്രശ്നങ്ങളിലൂടെ തന്നെ നിങ്ങൾ അവസാനം വരെയും പോകും. ഒരു വ്യത്യാസവും വരത്തില്ല. അതിനിടയ്ക്ക് ഇതാണോ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞ് ദൈവത്തെ പഴിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ ഒരു ക്രിസ്ത്യൻ ലൈഫ് അല്ല യേശു കർത്താവ് ശരിക്കും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി മേടിച്ച് നടക്കാൻ കർത്താവ് അധികാരം നൽകിയിരിക്കുന്നു. അപ്പോൾ ആ അധികാരം നമ്മൾ ഉപയോഗിക്കണം, ആ അധികാരം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ആ അധികാരം നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ചില്ലറക്കാരല്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ കോളിങ്ങിനകത്ത്, യേശുവിൻ്റെ വിളിക്കകത്ത് അവൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തികളാണെങ്കിൽ യു ആർ എ കിങ് ആൻഡ് ഓൾസോ എ പ്രീസ്റ്റ്. നിങ്ങളൊരു രാജാവും പുരോഹിതനുമാണ്. വെളിപ്പാട് പുസ്തകം 1-6 വാക്യത്തിൽ അവൻ നിന്നെ രാജാവും പുരോഹിതനുമാക്കിയിരിക്കുന്നു. രാജാവായ നിങ്ങൾ ഇങ്ങനെയാണോ ജീവിക്കേണ്ടത്? ദെയർ ഈസ് സംതിങ് റോങ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം പറയുന്നു, യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട ഓരോ വ്യക്തിയും, ഹല്ലേലൂയ, യേശുവിൻ്റെ ആത്മാവ് നിറഞ്ഞൊരു വ്യക്തിയും അവൻ അവരെ രാജാവും പുരോഹിതരും ആക്കിയിരിക്കുന്നു. നമ്മളായിത്തീരുകയല്ലത്, ആക്കിയിരിക്കുന്നു. ബോൺ അഗെയിൻ ആയപ്പോൾ, വീണ്ടും ജനിച്ചപ്പോൾ രാജാവും പുരോഹിതരുമാക്കിയാണ് ശരിക്കും ജനിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ വ്യക്തിപരമായിട്ടുള്ള ലൈഫ് നോക്കിക്കേ. സോ വേർ ഈസ് ദ മിസ്മാച്ച്? ഐദർ ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് റോങ് ഓർ സംതിങ് ഈസ് നോട്ട് റൈറ്റ്. അല്ലെങ്കിൽ ഒന്നുകിൽ വചനം തെറ്റാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിനകത്ത് എന്തോ ഞാൻ ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസം മാത്രമല്ല പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ദൈവസന്നിധിയിൽ നിങ്ങളുടെ ജീവിതത്തെ എന്താണ് ശരിക്കും അക്സെപ്റ്റബിൾ ആകുന്നത്. അതാ റോമാലേഖനം 12-ാം അധ്യായത്തിന് പറയുന്നത്, എന്താ പറയുന്നത്? ലിവിങ് ആൻഡ് പ്ലീസിങ് ടു ഗോഡ്. ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതമാകണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് പ്രസാദകരമാകുന്ന ഒരു ജീവിതമാകുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് കടന്നു വരത്തുള്ളൂ. ഓട്ടോമാറ്റിക്കായിട്ട് കടന്നു വരത്തില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഞാൻ വിശ്വസിച്ചു 40-40 വർഷമായിട്ട് വിശ്വസിച്ചുകൊണ്ടിരിക്കുക. നോ, ഡു സംതിങ് നൗ. ഹല്ലേലൂയ. കറക്റ്റ് യുവർ ലൈഫ്. ഹല്ലേലൂയ. അടുത്ത സൂം മീറ്റിംഗ് വെരി പവർഫുൾ മെസ്സേജോടെ ഞാൻ വരുന്നത് ശരിക്കും. അടുത്ത സൂം മീറ്റിംഗ്, ഈ സൺഡേയിൽ സൂം മീറ്റിംഗ് ഇല്ല, അടുത്ത സൺഡേയിലെ സൂം മീറ്റിംഗ്. ഹല്ലേലൂയ. പവർഫുൾ മെസ്സേജ്. ഞാൻ പറയുന്ന എന്നിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ, നിങ്ങൾ പരിശീലിച്ചാൽ 100% ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും. അങ്ങനെ ചേഞ്ച് ആയില്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ സുവിശേഷ വരെ നിർത്തും. ഹല്ലേലൂയ. ഹോളി ആൻഡ് വണ്ടർഫുൾ ജീസസ്. ഹല്ലേലൂയ. ഹോളി ആൻഡ് വണ്ടർഫുൾ ജീസസ്. ഹല്ലേലൂയ. കാരണം പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സുവിശേഷ വേല ഞാൻ പറയട്ടെ, ഈ സുവിശേഷ വേലയ്ക്കകത്ത് ഞാൻ ഇരിക്കുന്നു, അത് കർത്താവിനുള്ള സ്നേഹം കൊണ്ടാകട്ടോ. ഞാൻ പറഞ്ഞ എൻ്റെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ലേ? ഹല്ലേലൂയ. ഞാനിവിടെ പഠിപ്പിക്കുന്ന, നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് റിയൽ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ്. അതെങ്ങനെ ലീഡ് ചെയ്യാം? ചുമ്മാ കേൾവിക്കാരായി കേട്ട് പോകാതെ നിങ്ങളുടെ ലൈഫിനകത്ത് ട്രാൻസ്ഫോർമേഷൻ നടക്കണം, ചേഞ്ച് സംഭവിക്കണം, യഥാർത്ഥ ക്രിസ്തീയ മക്കളായിട്ട് നിങ്ങൾ ജീവിക്കണം.
അതിന് പ്രാക്ടിക്കലായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ. അപ്പോൾ അതാണ് ശരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. അതാണ് പരിശുദ്ധാത്മാവ് ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത സൂം മീറ്റിങ്ങിനകത്ത് വെരി പവർഫുൾ. ഹല്ലേലൂയ. ഫൈനാൻസ് മേഖല ശരിയാകണമെങ്കിൽ ഞാൻ അടുത്ത സൂം മീറ്റിങ്ങിനകത്ത് പറയുന്ന കാര്യം ചെയ്തേ മതിയാവൂ. ഹല്ലേലൂയ. ഓരോന്നിനും ദൈവരാജ്യത്തിലൊരു പ്രിൻസിപ്പിളുണ്ട്. മാരേജ് ഫങ്ഷൻ ചെയ്യാൻ, മാരേജ് മര്യാദയ്ക്ക് ഓടണമെങ്കിൽ അതിനൊരു പ്രിൻസിപ്പിളുണ്ട്. പാപത്തെ ജയിക്കാൻ ഒരു പ്രിൻസിപ്പിളുണ്ട്. പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കാൻ ഒരു പ്രിൻസിപ്പിളുണ്ട്. കുഞ്ഞുങ്ങളുടെ ലൈഫിനകത്ത് ഒരു കാര്യം നടക്കണമെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പിളുണ്ട്. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് ഫൈനാൻസ് മേഖലയ്ക്കകത്തുള്ള ബ്രോക്കൺനെസ് മാറണമെങ്കിൽ ദെയർ ഇസ് എ പ്രിൻസിപ്പിൾ. യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ്. ഹല്ലേലൂയ. പ്രാക്ടീസ് ചെയ്യാതെ ഇവിടെ ചുമ്മാ വള സംസാരിച്ചിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. അത് മാറണം. ഹല്ലേലൂയ. സൂം ID പ്ലീസ് സിസ്റ്ററെ ശരിക്കും വരുന്ന ദിവസങ്ങളിൽ ആ സൂം ID ഉൾപ്പെടെ എൻ്റെ ഫേസ്ബുക്ക് പേജിനകത്ത് നിങ്ങൾ ആ പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അല്ലെങ്കിൽ പേജ് ഫോളോ ചെയ്തിട്ട് ഒരു സബ്സ്ക്രൈബിങ് ബട്ടൺ നോട്ടിഫിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റെ അതിനകത്ത് പോസ്റ്ററും ആ പോസ്റ്ററിനകത്ത് സൂം മീറ്റിങ്ങിൻ്റെ പോസ്റ്ററിനകത്ത് സൂം IDയും പാസ്വേഡും ഒക്കെ തന്നെ ഉണ്ടാവും. കഴിഞ്ഞ സൺഡേയിലെ സൂം മീറ്റിങ്ങിനകത്ത് എനിക്കൊന്നൊരു കുറച്ച് 95 പേരോളം ഉണ്ടായിരുന്നു ശരിക്കും. ഹല്ലേലൂയ. ജോയിൻ ദ സൂം മീറ്റിംഗ്. ആ സൂം മീറ്റിങ്ങിനകത്ത് ശരിക്കും ആഴത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പഠിക്കുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ഇറ്റ്. ഹല്ലേലൂയ. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവസന്നിധിയിൽ പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരും. സോ ഗോഡ്സ് എന്ത് പറയുന്നത്, ദൈവത്തിൻ്റെ പ്രസാദം നിങ്ങളുടെ ചുറ്റും ആയിരിക്കുമ്പോൾ യു ആർ വാക്കിംഗ് ഇൻ ദാറ്റ് റൈറ്റ് നൗ. കർത്താവിൻ്റെ ആ പ്രസാദത്തിനകത്താണ് നിങ്ങൾ നടക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ കുറേ നിങ്ങളെ ഷുഗർ കോട്ട് ചെയ്ത് പഞ്ചാര വാക്കുകൾ പറയുന്ന പ്രസംഗങ്ങൾ കേട്ടിട്ട് കുറച്ചുകൂടി ആത്മീയമായിട്ട് ആഴത്തിലുള്ള ശുശ്രൂഷകളെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾ ആത്മീയമായിട്ട് പഠിക്കുക, ലേൺ ചെയ്യുക, കറക്റ്റ് ഇറ്റ്, ലൈഫ് ചേഞ്ച് ചെയ്യുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ ശുശ്രൂഷ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. സംസാരിച്ച് നീണ്ടുപോകുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ ശുശ്രൂഷയ്ക്കകത്ത് ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. പുതിയതായിട്ട് ജോയിൻ ചെയ്തവർ ദയവേത് ശുശ്രൂഷകൾ അനേകർക്ക് അയച്ചു കൊടുത്താട്ടെ. ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി പേര് എന്നെ വിളിച്ചു പറഞ്ഞു, ബ്രദർ, പല ആൾക്കാരും ഷെയർ ചെയ്ത് മുഖാന്തരം ഈ ശുശ്രൂഷ കാണാനിടയായി. വാട്സാപ്പിലൂടെയും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ അനേകം പേര് ആ ശുശ്രൂഷകൾ ഷെയർ ചെയ്തു. അത് മുഖാന്തരം വലിയ അനുഗ്രഹമായി പല ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും പഠിക്കുന്നു എന്നൊക്കെ ഒത്തിരി പേര് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഈ ശുശ്രൂഷയുടെ ഒരു മെയിൻ കർത്താവ് ഈ ഓഫീസിനകത്ത് ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ചുമ്മാ ബാലിശമായിട്ടുള്ള അനുഗ്രഹം പറഞ്ഞ് ആൾക്കാരെ എന്ത് പറയുന്നത്, അത് കുറേ നാൾ നമ്മൾ കേട്ടല്ലോ, അല്ല നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്, ഇനി അത് ഒന്നും പറയേണ്ട കാര്യമില്ല, യേശു കർത്താവ് ഞാൻ വിശ്വസിച്ചതാണ്. ഹല്ലേലൂയ. അത് അവിശ്വാസിയായ വ്യക്തിയോട് പോയി പറ. ഹല്ലേലൂയ. അവിശ്വാസിയായ വ്യക്തിയോട് യേശു കർത്താവിനെ നീ ആദരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ വിശ്വസിക്കേ, നീ രക്ഷ പ്രാപിക്കും. വിശ്വാസികളുടെ ഇടയിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണോ, ക്രിസ്തുവിനെ സ്വീകരിക്കേ. ഹല്ലേലൂയ. അപ്പം യേശു കർത്താവിനെ അംഗീകരിച്ച വ്യക്തികളുടെ അതിനകത്ത് ഇനി അവരെ ആത്മീയമായിട്ട് ഉയരുന്ന ശുശ്രൂഷകളാണ് സംഭവിക്കേണ്ടത്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിച്ച് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകൾ അവസാനിപ്പിക്കാം. നാളെ നമ്മൾ എല്ലാ ശനിയാഴ്ചയും, വെള്ളി ശനി ഈ ഞായറാഴ്ച സൂം മീറ്റിംഗ് ഇല്ല. നാളെ നമുക്ക് പ്രത്യേകമായിട്ട് നമ്മൾ ശരിക്കും ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് സർവീസാണ് എല്ലാ ശനിയാഴ്ചകളിലും. രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഡെലിവറൻസ് വേണ്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഓൺലൈനായിട്ട് ഈ ഫേസ്ബുക്കിലൂടെ നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ ആരാധിക്കും കർത്താവിനെ അല്പസമയം. അതിനുശേഷം ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് സർവീസാണ് എല്ലാ ശനിയാഴ്ചയും. നിങ്ങൾ അനേകം രോഗികളെ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരിക, അല്ലെ ശുശ്രൂഷയിടയ്ക്ക് അവരുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. വ്യത്യസ്ത പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ നമ്മൾ ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. എല്ലാ ശനിയാഴ്ചയും അങ്ങനത്തെ ശുശ്രൂഷയായിരിക്കും. സൂം മീറ്റിംഗ് എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം 6 മണിക്ക്. ഈ ഞായറാഴ്ച ഐ വാണ്ട് ടു ടേക്ക് എ സ്മോൾ റെസ്റ്റ്. ഹല്ലേലൂയ. അപ്പം അല്ലെങ്കിൽ വരുന്ന അതിനടുത്ത ഞായറാഴ്ച തൊട്ട് നമ്മൾ സൂം മീറ്റിങ്ങിനകത്ത് ആഴത്തിലുള്ള ക്രിസ്തീയ ജീവിതം, ഹല്ലേലൂയ, ദ റിയൽ ക്രിസ്ത്യൻ ലൈഫ്, അത് നിങ്ങളെ പ്രാക്ടീസ് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ എണ്ണത്തിനകത്തല്ല, ഒരാളെങ്കിലും ഒരാൾ ആ വ്യക്തി റിയലായിട്ടുള്ള ക്രിസ്ത്യൻ ലൈഫിൽ നടക്കുമ്പോൾ യേശു കർത്താവ് സന്തോഷിക്കുകയാണ്. പാസ്റ്റർമാരും ടീച്ചർമാരും സുവിശേഷകരും പ്രസംഗിക്കുന്ന പ്രസംഗത്തിന് ഒത്തല്ല ശരിക്കും യേശു കർത്താവ് ആഗ്രഹിക്കുന്ന ക്രിസ്തീയ ജീവിതം. യേശു കർത്താവിൻ്റെ ഒരു മകനും മകളും എങ്ങനെ നടക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു, ആ ഒരു ജീവിതം അത് നടക്കുമ്പോഴാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവസന്നിധിയിൽ പ്ലീസിങ് ആയിട്ടുള്ളൊരു ലൈഫായി നമ്മുടെ ഒരൊറ്റ ജീവിതം, എല്ലാവർക്കും ഒറ്റ ജീവിതമുള്ളൂ അല്ലേ, ആ ജീവിതത്തിനകത്ത് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്തോണം. കാരണം അതിനുശേഷം ഒരു ചാൻസ് ഇല്ല. ഹല്ലേലൂയ. കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാൻ ശുശ്രൂഷകൾ